തുറക്കൂ. യാ, ചിരിക്കൂ. ഒരാൾ മാത്രം ഇങ്ങനെ പ്രയർ കഴിഞ്ഞ ഉടനെ ചിരിക്കുന്നത്, കപ്പൊക്കെ പിടിച്ചിരിക്കുന്ന ആളെ മാത്രം ഞാൻ കണ്ടു, ഞാൻ ശ്രദ്ധിച്ചു. ഓക്കെ, തുടങ്ങാം നമുക്ക്. അപ്പൊ ഇന്ന് ബാക്കിയുള്ള ലാസ്റ്റ് 6 ചാപ്റ്റേഴ്സ് അതാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങളുടെ ഈ ലാസ്റ്റ് 6 ചാപ്റ്റേഴ്സ് പഠിച്ചു കഴിഞ്ഞോ? ഈ ഒരു എൻറ്റയർ അനിമൽ ഫിസിയോളജിയുടെ മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ, സൂപ്പർ സൂപ്പർ. കുറെ പേരുടെ കഴിഞ്ഞ്, അടിപൊളി. നാളെ രാവിലെ സമയമുണ്ടല്ലോ, അപ്പൊ ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയോ? ആ സൈക്കിൾസ് ഒക്കെ ഒന്ന് പെട്ടെന്ന് വായിച്ചു നോക്കണം. പിന്നെ മറ്റേ പ്ലാന്റ് കിങ്ഡം ഇല്ലേ, പ്ലാന്റ് കിങ്ഡത്തിന്റെ കുറച്ച് കാര്യങ്ങളും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാം. മറ്റേ ആ റീപ്രൊഡക്ഷന്റെ കാര്യങ്ങളൊക്കെ പറയണില്ലേ, അതൊക്കെ ഓർത്ത് വെക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടും കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പൊ അതും കൂടെ ഒന്ന് എന്ത് ചെയ്തിട്ട് പോവാ, നോക്കിയിട്ട് പോവാ കേട്ടോ. ലൈക്ക് അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, നിങ്ങൾക്ക് കൺഫ്യൂസിങ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് രാവിലെ നോക്കിയിട്ട് വേണം ക്ലാസ്സിലോട്ട് പോകാനായിട്ട് കേട്ടോ. ഓക്കെ, യെസ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ ലാസ്റ്റ് 6 ചാപ്റ്റേഴ്സ്, 14th ചാപ്റ്റർ മുതൽ 19th ചാപ്റ്റർ വരെ. 14 വന്നിട്ട് നമ്മുടെ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്, ബോഡി ഫ്ലൂയിഡ്സ്, എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ്, ലോക്കോമോഷൻ, ന്യൂറൽ കൺട്രോൾ, കെമിക്കൽ കോർഡിനേഷൻ. ഇങ്ങനെ 6 ചാപ്റ്റേഴ്സ് ആണ് ഇന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, യെസ്. അപ്പൊ ഫസ്റ്റ് ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഈ 6 ചാപ്റ്ററിൽ നിന്നും 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ചോദിക്കും, മോഡലിന് ഇതിന് ഒരു 5-6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വന്നല്ലോ എന്ന് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഒരു കൺസേൺ വന്നേക്കാം. എല്ലായ്പ്പോഴും ഈ പറയുന്ന പോലെ ഈ ചാപ്റ്ററിൽ നിന്നൊക്കെ 3 മാർക്കിന് തന്നെ വരുള്ളൂ, അങ്ങനെയില്ല. നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ സോർട്ട് ചെയ്ത് സർക്കാരിൻ്റെ കയ്യിലുണ്ട്, അതിൽ നിന്ന് എന്താ പറയാ റാൻഡമായിട്ട് പിക്ക് ചെയ്തെടുക്കുന്നതല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരു ചെറിയ വ്യത്യാസം, ഈ 3-1 ചിലതെങ്കിലൊക്കെ ഒന്ന് മാറി 4-5 മാർക്കിനൊക്കെ ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ആവറേജ് ആണ് നമ്മൾ 3 മാർക്ക് എന്നുള്ള രീതിക്ക് പറയുന്നത്, സ്കീമിൽ അവർ അങ്ങനെ കൊടുത്തേക്കുന്നതുകൊണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസിൽ പഠിക്കാനുള്ള മെയിൻ കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഫസ്റ്റ് വൺ, റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്സും ഓരോ പാർട്ടിന്റെ ഫംഗ്ഷനും. അവര് നിങ്ങളോട് എന്തായാലും റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഡയറക്റ്റ് ആയിട്ടൊന്നും എഴുതാനായിട്ട് പറയാൻ ചാൻസ് ഇല്ല. നിങ്ങളോട് പറയുന്നുണ്ടായിരിക്കുക ഓരോ ഫീച്ചർ തന്നിട്ട് അതിന്റെ റീസൺ എഴുതുക. ഇപ്പൊ സപ്പോസ് ആൽവിയോളായി ഭയങ്കര ഇലാസ്റ്റിക് നേച്ചർ ഉള്ളതാണ് അല്ലെ, എന്തുകൊണ്ട് കാരണം എഴുതുക. ആ രീതിക്കൊക്കെ അവർ ചോദിച്ചെന്നിരിക്കും. അപ്പൊ അതുപോലെ റീസൺ കൊടുക്കാനുള്ള രീതിക്കായിരിക്കും പറയുന്നത് നിങ്ങളുടെ അടുത്ത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, ഒന്ന് ഈ ആൽവിയോളായി ഇലാസ്റ്റിക് ആണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പറഞ്ഞ ഓക്സിജൻ അകത്തേക്ക് എടുക്കാൻ വേണ്ടിയിട്ടും, അത് ഓക്സിജൻ അകത്തേക്ക് എടുക്കുന്ന അനുസരിച്ച് ഇലാസ്റ്റിക് ആയതുകൊണ്ട് ഇതിന്റെ വീർത്ത് വരും. അപ്പൊ നമ്മുടെ എഫിഷ്യൻസി കൂടും, ബ്രീത്തിങ് എഫിഷ്യൻസി കൂടും, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മളുടെ ട്രക്കിയുടെ അവിടെ കാർട്ടിലേജിനസ് റിങ്സ് കാണാം. അതിന്റെ റീസൺ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് ടിഷ്യൂ വെച്ചിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സാധനമാണ് ഈ ഒരു ട്രക്കിയ എന്ന് പറയുന്നത്. അപ്പൊ അത് കൊളാപ്സ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് C ഷേപ്പിലുള്ള കാർട്ടിലേജിനസ് റിങ്സ് ഒക്കെ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഒരു എന്തുണ്ട്, ലാരിങ്സ് അല്ലെ, സൗണ്ട് ബോക്സ് എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് ഇവിടെ ഉണ്ട്. അതിൽ കൂടെ എയർ പാസ് ചെയ്യുമ്പോഴും നമ്മുടെ നാവിനനുസരിച്ച് അത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ ആ ഒരു സൗണ്ട് പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ് ഇവിടെ ലാരിങ്സ് എന്ന് പറയുന്ന സൗണ്ട് ബോക്സ് അല്ലെങ്കിൽ വോയിസ് ബോക്സ് ഇരിക്കുന്നത്. അതും ഇതുപോലെ കാർട്ടിലേജ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക കേട്ടോ. ഇങ്ങനെ മെയിൻ ആയിട്ടുള്ള പാർട്സും അതിന്റെ ഫംഗ്ഷൻസ് മാത്രം ഒന്ന് നോക്കിയാൽ മതി. പിന്നെ മെക്കാനിസം ഓഫ് ബ്രീത്തിങ്. ഈ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ബേസിക്കലി ഇൻസ്പിരേഷനും അതുപോലെ തന്നെ എക്സ്പിരേഷനും. ഇൻസ്പിരേഷനും എക്സ്പിരേഷനും സംഭവിക്കുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളത് ചിലപ്പോൾ പോയിന്റ്സ് തന്നിട്ടുണ്ടായിരിക്കും, എന്നിട്ട് അറേഞ്ച് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ പിക്ചർ തന്നിട്ട് അത് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നുണ്ടായിരിക്കാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയോ, മനസ്സിലാക്കേണ്ട ഒരു സിമ്പിൾ കാര്യം, ഇൻസ്പിരേഷൻ നടക്കുന്ന സമയത്ത് നമ്മളുടെ ഈ ഒരു റെസ്പിറേറ്ററി സിസ്റ്റത്തിലുള്ള 2 മസിലുകളും കോൺട്രാക്ട് ചെയ്യേണ്ടിയിരിക്കാം. 2 മസിൽ എന്ന് പറയുമ്പോൾ ഒന്ന് നമ്മളുടെ ഈ റിബ്സിന്റെ അവിടെയുള്ള ഇന്റർകോസ്റ്റൽ മസിൽ, വേറൊരെണ്ണം ഇവിടെ താഴെയായിട്ട് കാണുന്ന നമ്മളുടെ ഡയഫ്രം. ഇത് രണ്ടും എന്ത് ചെയ്യും, കോൺട്രാക്ട് ചെയ്യും. ഇത് രണ്ടും കോൺട്രാക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുക, നമ്മളെ സംബന്ധിച്ച് ഇവിടുത്തെ വോളിയം കൂടുന്നതും എയർ അകത്തേക്ക് പോകുന്നതും. ഓക്കെ, അപ്പൊ ഇൻസ്പിരേഷനിലെ കോൺട്രാക്ഷൻ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം. എക്സ്പിരേഷനിൽ 2 മസിലുകളും എന്ത് ചെയ്യും, റിലാക്സ് ചെയ്യും. ആ 2 കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അതിന്റെ പോയിന്റ്സ് ആയിട്ട് കണക്ട് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, പിന്നെ റെസ്പിറേറ്ററി കപ്പാസിറ്റീസ് ആൻഡ് വോളിയൂംസ്. എല്ലാ കപ്പാസിറ്റീസും അത് കണ്ടുപിടിക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ പറയുന്നുണ്ട് അല്ലെ. TV + IRV അല്ലെങ്കിൽ TV + ERV അങ്ങനെ ഇക്വേഷൻസ് പറയുന്നുണ്ട്. ആ ഇക്വേഷൻസും എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർത്തു വെച്ചിരിക്കുക. എല്ലാം പ്രത്യേകിച്ച് വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ടൈഡൽ വോളിയം അങ്ങനത്തെ കോൺസെപ്റ്റുകളില്ലേ,
അതൊന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇപ്പൊ നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക, ഇപ്പൊ സപ്പോസ് ഒരാളുടെ വൈറ്റൽ കപ്പാസിറ്റി ഭയങ്കര കൂടുതലാണ്, അതൊരു പ്രോബ്ലം ആണോ അതോ നല്ലതാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ നല്ലയാന്നുള്ള രീതിക്ക് എഴുതുക. കാരണം വേറെ ഒന്നുമില്ല, നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ വൈറ്റൽ കപ്പാസിറ്റി കൂടിയ നമ്മൾ ഭയങ്കരമായിട്ട് ബ്രീത്തിങ് എഫിഷ്യൻസി ഉള്ളവരാണ് എന്നർത്ഥം. നന്നായി എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരുടെ വൈറ്റൽ കപ്പാസിറ്റി ഓൾവേസ് എന്തായിരിക്കും, നല്ല ഹൈ ആയിരിക്കും കേട്ടോ. ഇനി പാർഷ്യൽ പ്രഷർ എന്താണ് എന്ന് ചോദിക്കും. പാർഷ്യൽ പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിക്സ്ചർ ഓഫ് ഗ്യാസസ് ഉണ്ടെങ്കിൽ അതിൽ ഓരോ ഗ്യാസും എക്സേർട്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ പ്രഷറിനെയാണ് പാർഷ്യൽ പ്രഷർ എന്ന് വിളിക്കുക. നമ്മൾ അതിനെ സ്മോൾ ലെറ്റർ പി വെച്ച് ഡിനോട്ട് ചെയ്യും. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുമ്പോൾ PO2, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആണെങ്കിൽ നമ്മൾ PCO2 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ലേബൽ ചെയ്യും കേട്ടോ. ഡിഫ്യൂഷൻ മെംബ്രെയിൻ, 3 മെംബ്രെയിൻസ് ആണ് ഡിഫ്യൂഷൻ മെംബ്രെയിനിൽ നമ്മൾ പറയുക. ഒന്ന് നമ്മളുടെ ആൽവിയോളയുടെ സ്ക്വാമോസ് എപ്പിത്തീലിയം, ബ്ലഡ് വെസലിന്റെ എൻഡോത്തീലിയം, ഇതിന് രണ്ടിനും ഇടയ്ക്കുള്ള ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ എന്ന് പറയുന്ന മെംബ്രെയിൻ. അങ്ങനെ 3 സാധനങ്ങളാണ് എന്തിലുള്ളത്, ഡിഫ്യൂഷൻ മെംബ്രെയിനിലുള്ളത്. ഇപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആൽവിയോളയ്ക്ക് അകത്തിരിക്കുന്ന ഓക്സിജൻ ബ്ലഡിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ഈ 3 ലെയറും കടന്നാലേ പറ്റുള്ളൂ. അതുപോലെ ബ്ലഡ് വെസലിനകത്തിരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയ്ക്ക് എത്തണമെന്നുണ്ടെങ്കിലും ഈ 3 ലെയർ കടന്നാലേ പറ്റുള്ളൂ. പക്ഷെ ഇതിന്റെ തിക്നെസ് എന്ന് പറയുന്നത് മില്ലിമീറ്റേഴ്സേ ഉള്ളൂ കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒത്തിരി തിക്കല്ല, ഭയങ്കര തിന്നായിട്ടുള്ള മെംബ്രെയിൻ ആണെന്നുള്ളത്. ആ ഒരു പിക്ചറിലെ ഒരു കുടം പോലത്തെ, ഞാൻ ക്വസ്റ്റ്യൻ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവിടെ വരെ എത്തുമെന്ന് എനിക്ക് അറിയില്ല. ആ ഒരു കുടം പോലത്തെ ഒരു പിക്ചർ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കാണിക്കേണ്ട, ഒരു പിങ്കും പച്ചയൊക്കെ ആയിട്ട്. ആ പിക്ചർ ഒന്ന് ലേബൽ ചെയ്യാൻ അറിഞ്ഞു വെച്ചേരെ കേട്ടോ. ഓക്കെ, ദെൻ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ്, കാർബൺ ഡൈ ഓക്സൈഡും ഓക്സിജനും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതിൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് 1 ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട്, 2 പ്ലാസ്മയിലെ വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് ട്രാൻസ്പോർട്ട് ചെയ്യും. ഇത് രണ്ടുമാണ് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മെത്തേഡ്. ഓരോന്നും ഇത്ര പെർസെന്റേജ് ആണെന്നുള്ളത് അറിയണം കേട്ടോ, അത് ഉറപ്പായിട്ടും അറിയണം. ഓക്കെ, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിനെ നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡിനെയും ഹീമോഗ്ലോബിന്റെ ഒപ്പം ട്രാൻസ്പോർട്ട് ചെയ്യും. അത് കൂടാതെ പ്ലാസ്മയുടെ വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യും. ഒപ്പം ബൈകാർബണേറ്റ് അയോൺസിന്റെ രൂപത്തിലും ട്രാൻസ്പോർട്ട് ചെയ്യും. ഇവിടെയും കുറച്ച് പെർസെന്റേജ് ഉണ്ട്, ഒരു 70%, 7%, 23% എന്നൊക്കെ പറഞ്ഞിട്ട് പെർസെന്റേജ് ഉണ്ട്, അറിഞ്ഞു വെക്കണം. പക്ഷെ ഇത് പഠിക്കുന്ന സമയത്തുണ്ടല്ലോ, ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു 4 ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ, ടെമ്പറേച്ചർ, ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ. ഇത് 4 ഫാക്ടേഴ്സും ഓരോ സമയത്ത് എങ്ങനെ വർക്ക് ചെയ്യുന്നു, ഓക്സിജനെ കൊണ്ടുപോകുമ്പോ എങ്ങനെയാ, ഓക്സിജൻ സെൽസിൽ എത്തിക്കഴിയുമ്പോ എങ്ങനെയാന്നുള്ള ആ ഒരു ഡിഫറൻസ് ഒന്ന് നോക്കിയിട്ട് വേണം പോവാൻ. പിന്നെ ഒരു ഗ്രാഫ് ഇവിടെ പഠിക്കാനുള്ളതാണ്, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് പറയുന്നത്. തന്നിട്ട് അത് എന്താന്നുള്ളത് ചോദിക്കലുള്ളൂ. പിന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാന്ന് ചോദിക്കും കേട്ടോ. റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഡിസോർഡേഴ്സ് 3 കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് മെയിൻ ആയിട്ട്. എംഫിസീമ, ദെൻ ആസ്മ, പിന്നെ അതുപോലെ തന്നെ ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ഓക്കെ, അപ്പൊ നിങ്ങളെ ജോലി സംബന്ധമായിട്ടാണ് ഈ അസുഖം വന്നേക്കണേ, അങ്ങനെ എന്തെങ്കിലും ക്ലൂ ക്വസ്റ്റനിൽ കിടക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒക്യുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ ആയിരിക്കും. വീസിങ് എന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് ക്വസ്റ്റനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ആസ്മ ആയിരിക്കും. ആൽവിയോളയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ അങ്ങനെയുള്ളൊരു ക്ലൂ ഉണ്ടെങ്കിൽ അത് എംഫിസീമ ആയിരിക്കും. ഈ ക്ലൂ വെച്ച് ഓർത്ത് വെക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ട് ഇതിനകത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ടോപ്പിക്സ്. നമുക്കിനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഒരിക്കൽ നിങ്ങൾ ചെയ്യിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാ. കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പല വിധത്തിലുള്ള മാർഗങ്ങളുണ്ട്. നമ്മളിപ്പോ പറഞ്ഞു 3 മാർഗങ്ങൾ. ആ 3 മാർഗങ്ങളിൽ 20 to 25% കാർബൺ ഡൈ ഓക്സൈഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കാർബമിനോ ഹീമോഗ്ലോബിന്റെ രൂപത്തിലാണ്. അങ്ങനെയെങ്കിൽ ബാക്കി 2 മെത്തഡ്സ് ആണ് ഇവിടെ A, B എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത്. എന്താണ് ഈ A, B മെത്തഡ്സ്? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എൻസൈം ഏത് എന്നുള്ളതാണ്. ഓർമ്മയുണ്ടോ? എയും ബിയും എന്താന്നുള്ളത് ഓർമ്മയുണ്ടോ? ബൈകാർബണേറ്റും ഇപ്പൊ പറഞ്ഞുള്ളൂ അല്ലെ. ബൈകാർബണേറ്റ് ഉണ്ട്, അത് കൂടാതെ പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്. അതില് ഈ 7% എങ്ങനെ കൊണ്ടുപോകും? പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്തിട്ട് കൊണ്ടുപോകും. 70% എങ്ങനെ കൊണ്ടുപോകും? ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ട് കൊണ്ടുപോകും. മറന്നു പോവാൻ പാടില്ല. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷനിൽ ഏറ്റവും കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊണ്ടുപോവുക ബൈകാർബണേറ്റിന്റെ ഫോമിലാണ്. എന്ന സ്ഥാനത്ത് ഇതേ സാധനം ഓക്സിജൻ വെച്ചിട്ട് തരണമെന്നുണ്ടെങ്കിൽ ഓക്സിഹീമോഗ്ലോബിന്റെ ഫോമിലാണ് ഏറ്റവും കൂടുതൽ ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളത് ഓർത്ത് വെച്ചേക്കണം കേട്ടോ. പിന്നെ ഇവിടെ ഇൻവോൾവ് ആയിട്ടുള്ള എൻസൈം, ഈ ബൈകാർബണേറ്റ് ഉണ്ടാവുക എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഉണ്ടാവുന്നതല്ല. കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൂടെ മിക്സ് ആയി കാർബോണിക് ആസിഡ് ഉണ്ടാവും. ഈ കാർബോണിക് ആസിഡ് നമ്മൾക്ക് പ്രോബ്ലമാറ്റിക് ആയതുകൊണ്ട് അപ്പൊ തന്നെ അതിനെ എന്തായിട്ട് കൺവെർട്ട് ചെയ്യും? ബൈകാർബണേറ്റ് ആയിട്ട് കൺവെർട്ട് ചെയ്യും. ആ ബൈകാർബണേറ്റ്സ് ആണ് നമ്മളുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അവിടെ അത് മീഡിയേറ്റ് ചെയ്യാൻ വരുന്ന ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈം ആണ് ആര്? കാർബോണിക് എൻഹൈഡ്രേസ്.
മറന്നുകൂടാ കേട്ടോ, ഈ രണ്ട് സാധനങ്ങളും മറന്നുകൂടാ. ഓക്കെ, കാർബോണിക് ആൻഹൈഡ്രേസ് എന്ന് പറയും നമ്മളതിന്. ഓക്കെ, അടുത്തത് ഈ രോഗങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രണ്ട് അസുഖങ്ങളാണ് ആസ്മയും എംഫിസീമയും. അതിന്റെ കോസും സിംറ്റംസും എഴുതുക. കോസ് ഇപ്പൊ ഞാൻ പറഞ്ഞു തന്നു ഇല്ലേ, എംഫിസീമയുടെ കോസും അതുപോലെ തന്നെ നമ്മളുടെ ആസ്മയുടെ കോസും. സിംറ്റംസ് എഴുതാൻ നേരത്തില്ലേ, ഇപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഇത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ആയതുകൊണ്ട് ശ്വാസതടസ്സം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. ഇപ്പൊ ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്വാസതടസ്സം പോലെയുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. യെസ്, അപ്പൊ ആസ്മയുടെയും എംഫിസീമയുടെയും കോസും അതുപോലെ തന്നെ സിംറ്റംസ് നോക്കാം. ഒന്നാമത്തെ കാര്യം, നമ്മളുടെ ആസ്മ വരുന്ന സമയത്ത് ബ്രോങ്ക്യൂൾ പോലെയുള്ള ഭാഗങ്ങൾ ഇൻഫ്ലമേറ്റഡ് ആകും. ഇൻഫ്ലമേറ്റഡ് ആവുക എന്നുള്ളത് മാത്രമല്ല, അത് തിങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ശ്വസിക്കാനായിട്ട് പറ്റില്ല. ഇനി എംഫിസീമ വരുന്ന സമയത്ത് നമ്മൾ സ്മോക്ക് ചെയ്യുന്ന ആളുകളില്ലേ, അവരിലാണ് ഏറ്റവും കൂടുതൽ എംഫിസീമ കാണുക. ഈ സ്മോക്ക് ചെയ്യുമ്പം ഈ സ്മോക്കിന്റെ പുകയിൽ കൂടെ ലങ്സിലോട്ട് വീഴുന്ന കുറെ കുഞ്ഞു കുഞ്ഞു പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട്. ആ പാർട്ടിക്കിൾസ് അവിടെ കിടന്നിട്ട് എന്ത് പറ്റും, അതിലിങ്ങനെ വെള്ളമൊക്കെ കെട്ടി ബാക്ടീരിയ ഒക്കെ പെരുകി ഇൻഫെക്ഷൻ ക്രിയേറ്റഡ് ആവും. അതാണ് ഈ പറയുന്ന ലൈക്ക് എംഫിസീമ ഉണ്ടാക്കാനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. സിംറ്റം നിങ്ങൾക്കൊന്നുമില്ലെങ്കിൽ ഡിഫിക്കൽട്ടി, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, സഫോക്കേഷൻ അങ്ങനെ എന്തെങ്കിലും എഴുതാം. ദെൻ വീസിങ് എന്ന് വെച്ചാൽ വലിവ്. ആസ്മയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് വലിവ് എന്ന് പറയുന്നത്, വീസിങ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ രണ്ട് സിംറ്റംസും കൂടെ എന്ത് ചെയ്ത് വെച്ചേക്കണം, അറിഞ്ഞു വെച്ചേക്കണം. ഓക്കെ, അടുത്തത് നമ്മളെ ഓക്സി ഹീമോഗ്ലോബിൻ എപ്പോ ഫോം ചെയ്യും, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ ഹൈ ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യുക. ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യുന്നത് എപ്പോഴാ, PCO2 ഹൈ ആയിരിക്കണം, ഹൈ H+ ഉണ്ടായിരിക്കണം, ഹൈ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. നിങ്ങളോട് ചോദിച്ചേക്കുന്നത് ഈ ഓക്സി ഹീമോഗ്ലോബിന് ആൽവിയോളയിലും ബോഡി ടിഷ്യൂസിലും എന്ത് സംഭവിക്കും. ഇതൊരു ഭയങ്കര ഈസി ക്വസ്റ്റ്യൻ ആണത് അല്ലെ, അവിടെ തന്നെ ഓൾറെഡി അവർ തന്നിട്ടുണ്ട്. എന്താ സംഭവിക്കുന്നത്, PO2 കൂടുതലാവുമ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്യും. ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുക എവിടെ വെച്ചിട്ടായിരിക്കും, നമ്മുടെ ആൽവിയോളയിൽ വെച്ചിട്ടായിരിക്കും അല്ലെ. ഓക്സി ഹീമോഗ്ലോബിന്റെ ഫോമില് നമ്മൾക്ക് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഓക്സിജനും ഹീമോഗ്ലോബിനും കൂടെ എന്ത് ചെയ്യണം, റിയാക്ട് ചെയ്ത് ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ട് മാറണം. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടുപേരും കൂടെ റിയാക്ട് ചെയ്യുന്നത് എവിടെ വെച്ചിട്ടായിരിക്കും, ആൽവിയോളയിൽ വെച്ചിട്ടായിരിക്കും. അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ഉണ്ടാക്കുന്ന ആളാണ് ആര്, PO2 അല്ലെ. PO2 കൂടുതലായിരിക്കണം, PCO2, ടെമ്പറേച്ചർ, H+, ഇതെല്ലാം കുറവായിരിക്കണം. എന്ത് സാധനമാണോ ഉണ്ടാവേണ്ടത് അതായിരിക്കും കൂടുതൽ. ഇപ്പൊ ഓക്സിജൻ റിലേറ്റഡ് ആയിട്ടുള്ള ഓക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവണം. അപ്പൊ സ്വാഭാവികമായിട്ട് എന്ത് കൂടുതലായിരിക്കും, PO2 കൂടുതലായിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ, ടിഷ്യൂസിൽ എന്ത് സംഭവിക്കും, ടിഷ്യൂസിൽ ഈ ഉണ്ടായിട്ടുള്ള ഓക്സി ഹീമോഗ്ലോബിൻ ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്തിട്ട് ഓക്സിജൻ വേറെ ഹീമോഗ്ലോബിൻ വേറെ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യും. ആ ഹീമോഗ്ലോബിനെ നമ്മൾ എവിടേക്ക് തിരിച്ചുവിടും, നമ്മുടെ ബ്ലഡിലോട്ട് തിരിച്ചുവിടും. ഓക്സിജനെ നമ്മുടെ സെൽസ് സ്റ്റോർ ചെയ്യും. അപ്പൊ ഇവർക്ക് ഓക്സിജൻ കിട്ടണം, ഓക്സിജനെ വേർതിരിച്ചെടുക്കണം, ഡിസോസിയേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് കൂടുതൽ വരണം, കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ വരണം. സെൽസിൽ എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡിന്റെ കോൺസെൻട്രേഷനും കാർബൺ ഡൈ ഓക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ ആയിരിക്കും കൂടുതൽ. കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ H+ കൂടും, ടെമ്പറേച്ചറും കൂടും. ഇവിടെ കുറവ് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ, PO2 മാത്രമേ കുറവുണ്ടാവുള്ളൂ. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് എഴുതി ഫലിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ച് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതൊരു 2 മാർക്കിനൊക്കെ വന്നിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഈ PO2 PCO2 വെച്ചിട്ട് എപ്പോഴും അവര് ചോദിക്കാറുണ്ട്, സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കലുണ്ട് ഈ PO2 PCO2 ഒക്കെ. ഓക്കെ, ഇനി അടുത്തത് ഇൻസ്പിറേഷനും എക്സ്പിറേഷനും തമ്മിലുള്ള ഡിഫറൻസ് അറിയൂലാത്തവരുണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്ത് വെച്ചോ. ഇൻസ്പിറേഷനും എക്സ്പിറേഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചാൽ ഒരു പോയിന്റ് നിങ്ങൾക്ക് എന്ത് ചെയ്താം, ഇൻസ്പിറേഷൻ എന്ന് വെച്ചാൽ അകത്തോട്ട് എയർ എടുക്കുന്ന പ്രോസസ്സാണ്. എക്സ്പിറേഷൻ എന്ന് വെച്ചാൽ വെളിയിലോട്ട് എയർ കളയുന്ന, എയർ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കളയുന്ന പ്രോസസ്സാണ്. ഇതൊരു പോയിന്റ് ആയിട്ട് എഴുതാം അല്ലെ. ഇനി ഇത് കൂടാതെ ഞാൻ എന്താ പറഞ്ഞത്, ഇൻസ്പിറേഷനിലെ മസിലുകൾ കോൺട്രാക്ട് ചെയ്യും. കണ്ടോ, രണ്ടാമത്തെ പോയിന്റ് എഴുതിയിരിക്കുന്നത് ഡയഫ്രവും ഇന്റർകോസ്റ്റൽ മസിൽസുമാണ് നമ്മളുടെ ബോഡിയിലുള്ള റെസ്പിറേറ്ററി സിസ്റ്റം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രണ്ട് മസിൽസ്. അവര് രണ്ടുപേരും ഇൻസ്പിറേഷന്റെ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ചുരുങ്ങുന്നുണ്ട്. പിടികിട്ടിയോ? പക്ഷെ എക്സ്പിറേഷന്റെ സമയത്തോ റിലാക്സ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന വ്യത്യാസം കാരണമാണ് ഇൻസ്പിറേഷന്റെ സമയത്ത് നമ്മളുടെ ഈ തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടുക. എന്ത് പറ്റും, ഇങ്ങനെ ഡോം ഷേപ്പിൽ ഇരുന്ന ഒരു മസിലായിരുന്നു, അത് ഫ്ലാറ്റ് ആവും, താഴോട്ട് ഫ്ലാറ്റ് ആവും അല്ലെ. ഇവിടെ സ്പേസ് കൂടും. ഇവിടുത്തെ മസിൽസും എന്ത് ചെയ്യുന്നുണ്ട്, റിബിനെ പിടിച്ച് വലിക്കുന്നുണ്ട്. അപ്പൊ മൊത്തത്തില് വോളിയം കൂടി, തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം കൂടി. എക്സ്പിറേഷന്റെ സമയത്ത് തൊറാസിക് ക്യാവിറ്റിയുടെ വോളിയം എന്ത് പറ്റും, കുറയും. പിടികിട്ടിയോ? പ്രഷറിന്റെ പോയിന്റ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഓർത്തു വെക്കുക.
ഇൻസ്പിറേഷന്റെ സമയത്ത് നമ്മളുടെ ലങ്സിനകത്തുള്ള പ്രഷർ കുറവ്, അതുകൊണ്ടാണ് കയറി പോകുന്നത്. ആൻഡ് എക്സ്പിറേഷന്റെ സമയത്ത് ലങ്സിനകത്തുള്ള പ്രഷർ കൂട്ടില്ല, അതുകൊണ്ടാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഇറങ്ങി പോകുന്നത്. കേട്ടോ? അപ്പൊ ആ പോയിന്റ്സ് ഒന്ന് ഓർത്തിരിക്കുക. 2 മാർക്കിനൊക്കെ ചോദിച്ചാൽ ഇത്രയും എഴുതിയാൽ മതി. ഇത് 3 മാർക്കിന് എഴുതാനുള്ളതുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ ബ്രെയിനിൽ സിറ്റുവേറ്റ് ചെയ്തിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള റെസ്പിറേറ്ററി സെന്റേഴ്സ് ഏതൊക്കെ, അവരുടെ റോള് ലൈക്ക് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ്. ഏതൊക്കെയാ റെസ്പിറേറ്ററി സെന്റേഴ്സ് ഓർമ്മയുണ്ടോ? ഏതൊക്കെയാ റെസ്പിറേറ്ററി സെന്റേഴ്സ് ഓർമ്മയുണ്ടോ? ഒരു 3 ഉണ്ട് അല്ലേ? ഓർമ്മയുണ്ടോ? ഓർക്കണം. ഡിസീസ് പഠിക്കുന്നില്ലേ നമ്മള്? അതിന് തൊട്ട് മുമ്പത്തെ ടോപ്പിക് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ് ഈ 3 സെന്റേഴ്സിന്റെ പേര്. 3 സെന്റേഴ്സിന്റെ പേരും ഓർത്ത് വെച്ചേക്കണം. വെരി ഗുഡ്. റെസ്പിറേറ്ററി റിഥം സെന്റർ, അതാണ് ഫസ്റ്റ് സെന്റർ അല്ലെ. നമ്മൾ ശ്വസിക്കുന്നതിനൊരു ഗതി ഉണ്ട് അല്ലെ. എന്ത് ഗതി? ഇൻസ്പിറേഷൻ കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇൻസ്പിറേഷൻ തന്നെ വരില്ല, പിന്നെ വരുന്നത് എക്സ്പിറേഷൻ ആയിരിക്കും. ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ ഇൻസ്പിറേഷൻ എക്സ്പിറേഷൻ, ഇങ്ങനെ നമ്മളുടെ ബോഡിയിൽ ഒരു റിഥം ക്രിയേറ്റ് ചെയ്യുന്ന ആളാണ് ആര്? റെസ്പിറേറ്ററി റിഥം സെന്റർ. പിടികിട്ടിയോ? രണ്ടാമത്തെ സെന്റർ ആണ്, വെരി ഗുഡ് അർജുൻ, രണ്ടാമത്തെ സെന്റർ ആണ് ന്യൂമോടാക്സിക് സെന്റർ എന്ന് പറയുന്നത്. ഒന്ന്, ഇത് കുറച്ചൊക്കെ നമ്മളുടെ റെസ്പിറേറ്ററി റിഥത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മളുടെ ശ്വാസഗതിയിൽ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ ചെറിയ വേരിയേഷൻസ് ഉണ്ടാവില്ലേ, അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വേരിയേഷൻസ് നമ്മളുടെ റെസ്പിറേഷനിൽ കൊണ്ടുവരുന്നത് ഈ പറയുന്ന എന്ത് സാധനമാ? ഈ പറയുന്ന നമ്മളുടെ ലൈക്ക് ന്യൂമോടാക്സിക് സെന്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാസ്റ്റ് വൺ, അതാണ് കീമോ സെൻസിറ്റീവ് ഏരിയ. കീമോ സെൻസിറ്റീവ് ഏരിയ എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് H+ അയോൺസിനോടൊക്കെ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും നമ്മളുടെ ബോഡിയിൽ അമിതമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടായിന്ന് വിചാരിക്കും, അപ്പോഴെല്ലാം സിഗ്നൽസ് കൊടുക്കുന്നതും കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം ഒക്കെ കൊണ്ടുവരുന്നതൊക്കെ ഈ കീമോ സെൻസിറ്റീവ് ഏരിയ ആയിരിക്കും. കേട്ടോ? ഈ 3 പഠിച്ചു വെക്കണം. കുറച്ചു നാളുകളായിട്ട് സ്ഥിരം ചോദിക്കുന്ന ഒരു സാധനമാണ്. ഓക്കെ, ഇതുവരെ ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അടുത്തത് ഈ കാണുന്ന ഗ്രാഫ് ഒരു മനുഷ്യന് മറക്കാത്ത ഗ്രാഫ് ആയിരുന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ ഈ വർഷങ്ങളായിട്ട് ഒരു 2018 മുതൽ 2025 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയോ, എല്ലാ വർഷവും ഈ കുന്തമുണ്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും ചോദിക്കുക, ഈ ഗ്രാഫിന്റെ പേരെന്താ? ഈ ചാപ്റ്ററിൽ ആകെ ഒരു ഗ്രാഫേ ഉള്ളൂ അല്ലെ. ഗ്രാഫിന്റെ പേര് എന്തിട്ടാ? ഗ്രാഫിന്റെ പേര് എന്തിട്ടാ? ഗ്രാഫിന്റെ പേര് ഓർമ്മയുണ്ടോ? ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് അല്ലെ. ഓക്സിജൻ ഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് എന്ന് വേണമെങ്കിൽ എഴുതാം, ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് എഴുതിയാലും മതി. 3 ഫാക്ടേഴ്സ്, ഈ ഗ്രാഫിനെ ഓൾട്ടർ ചെയ്യാൻ ശേഷിയുള്ള 3 ഫാക്ടേഴ്സ്. 4 ഫാക്ടേഴ്സ് പഠിക്കുന്നുണ്ട്, അതിൽ 3 ഫാക്ടേഴ്സ് എഴുതിയാൽ മതി അല്ലെ. എന്തൊക്കെ ഫാക്ടേഴ്സ് പറയാം? PO2 പറയാം, PCO2 പറയാം, H+ പറയാം, ടെമ്പറേച്ചർ പറയാം. ഈ 4 എണ്ണമാണ് ഇതിനെല്ലാത്തിനും കാരണമായിട്ടുള്ള ഫാക്ടേഴ്സ്. ഇതിന്റെ കൂടുതലും കുറവും വരുന്നതാണ് പ്രശ്നങ്ങൾക്ക് ലൈക്ക് കാരണമാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 3 ഫാക്ടേഴ്സിനകത്ത് ഇതിൽ ഏതെങ്കിലും 3 എണ്ണം എഴുതിയാൽ മതി. ഓക്കെ, എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഫാക്ടേഴ്സിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് എന്താ, ഈ ഫാക്ടേഴ്സിൽ വ്യത്യാസം ഉണ്ടാവുമ്പോൾ നമ്മുടെ ബോഡിയിൽ എന്ത് മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് പഠിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. സിഗ്നിഫിക്കൻസ് അറിയില്ലെങ്കിൽ ഓർത്ത് വെച്ചോ കേട്ടോ. ഓക്കെ, PCO2, H+, ടെമ്പറേച്ചർ, ഇതിന്റെ എല്ലാത്തിന്റെയും ഇൻഫ്ലുവൻസ് എന്താ ബോഡിയിലുള്ളതെന്ന് പഠിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഗ്രാഫാണിത്. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ ചിത്രം. നിങ്ങളുടെ മെറ്റീരിയലും ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഞാൻ വെച്ചേക്കണ ചിത്രമാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഡിഫ്യൂഷൻ മെംബ്രെയിന്റെ ചിത്രമാണ്. നിങ്ങളോട് ചോദിച്ചിരിക്കുന്നത് നമ്മളുടെ ഈ ഒരു പിക്ചറിനകത്ത് കാണിച്ചിട്ടുള്ള ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ് എന്ത്? റെസ്പിറേഷൻ എഴുതാൻ പറ്റുമോ മക്കളെ? റെസ്പിറേഷൻ എഴുതാൻ പറ്റുമോ? ഗ്യാസ് എക്സ്ചേഞ്ചിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ബയോളജിക്കൽ പ്രോസസ് ഇല്ല. ട്രാൻസ്മിഷൻ എന്നൊരു വാക്ക് നമ്മൾ ഇവിടെ ഉപയോഗിക്കില്ല, അത് മറ്റേ ഇവിടെ ബ്രെയിനിന്റെ ചാപ്റ്ററിലെ ന്യൂറൽ അവിടെ. ഡിഫ്യൂഷൻ അവർ ഓൾറെഡി പറയുന്നുണ്ട് ഗ്യാസ് എക്സ്ചേഞ്ച്, നമുക്കത് എഴുതാൻ പറ്റില്ല അല്ലെ. ഗ്യാസ് എക്സ്ചേഞ്ച് ചെയ്യാൻ കാരണമായിട്ടുള്ള പ്രവൃത്തി എന്ന് വെച്ചാൽ ഓക്സിജൻ ഈ ആൽവിയോളയുടെ അടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ബ്ലഡിലോട്ടും ബ്ലഡിനകത്ത് ഇരിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആൽവിയോളയിലോട്ടും എത്തണം. ഇതിനാണ് ഗേഷ്യസ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഗ്യാസ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന പ്രോസസ്സിന് അവർ ചോദിക്കണേ അല്ലെ. അപ്പൊ ഗ്യാസ് ആദ്യം നമ്മൾ ശ്വസിച്ചാലല്ലേ ഇതിനുള്ള എത്തുള്ളൂ. അത് എത്തിയ ഗ്യാസ് ഇങ്ങോട്ടും അങ്ങോട്ടും ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇങ്ങോട്ടും അങ്ങോട്ടും കൊടുക്കുന്നത് വാങ്ങുന്നത് എങ്ങനെയാ? ഡിഫ്യൂഷനിൽ കൂടെയാ. അതും സിമ്പിൾ ഡിഫ്യൂഷൻ ആണ് കേട്ടോ. അപ്പൊ ഡിഫ്യൂഷൻ എഴുതുക, സിമ്പിൾ ഡിഫ്യൂഷൻ എന്ന് വേണമെങ്കിൽ അങ്ങനെ എഴുതുക. ഓക്കെ,
ഇനി എങ്ങനെയാണ് ഓക്സിജൻ ആൽവിയോളൈന്ന് സെല്ലിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ്. പല ഫോമിലുണ്ട്, 2 ഫോം. ഏതൊക്കെ? ഒന്ന് ഓക്സിഹീമോഗ്ലോബിൻ അല്ലെ, RBCയിൽ മിക്സ് ചെയ്ത് കൊണ്ടുപോകുന്നു നിങ്ങൾക്ക് എഴുതാം. കാരണം RBCയിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളത്, അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഹീമോഗ്ലോബിൻ ഒക്കെ എഴുതാൻ മറന്നുപോയി അങ്ങനെയൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒരു ഫോം ഇസ് ഓക്സിജനെയും കാർബൺ ഡൈ ഓക്സൈഡിനെയും കൊണ്ടുപോകുന്ന ഒരു ഫോം ഇസ് RBC. രണ്ടാമത്തെ ഫോം ഇസ് പ്ലാസ്മ. പ്ലാസ്മയിൽ ആര്? വെള്ളത്തില്. ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ പറ്റുന്നവർ ഡിസ്ക്രൈബ് ചെയ്തോളൂ, അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. പിന്നെ ഫാക്ടേഴ്സ് ഫേവറിങ്. ഇതിനെ ഫേവർ ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചാൽ നേരത്തെ കാര്യം തന്നെയാണോ എഴുതുന്നത്? ഇവിടെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് ചോദിച്ചാൽ അത് തന്നെയാണോ എഴുതുക? അല്ല. ഇത് ഡിഫ്യൂഷനെ കൺട്രോൾ ചെയ്യുന്ന ഫാക്ടേഴ്സ് PO2 PCO2 അല്ല. പ്രഷർ ഉണ്ട്, അത് ശരിയാ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന കാര്യമാണ് പ്രഷർ ഒരെണ്ണം. അത് കൂടാതെ ഗ്യാസസിന്റെ സോല്യൂബിലിറ്റി. നമ്മൾ പറയുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കുറച്ചും കൂടെ സോല്യൂബിൾ അല്ലെ, ഓക്സിജനേക്കാളും സോല്യൂബിൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സോല്യൂബിലിറ്റി, ദെൻ മെംബ്രെയിനിന്റെ തിക്നെസ് കൂടിയാൽ എക്സ്ചേഞ്ച് കുറയും അല്ലെ, ഗ്യാസസ് എക്സ്ചേഞ്ച് കുറയും. തിക്നെസ് കുറവുള്ളപ്പോഴാണ് നന്നായി എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുക. അതുകൊണ്ടാണ് നമ്മളുടെ ഡിഫ്യൂഷൻ മെംബ്രെയിനിന്റെ തിക്നെസ് വളരെ മില്ലിമീറ്റേഴ്സ് മാത്രമേ ഉള്ളത്. പിന്നെ ലങ്സിന്റെ സർഫസ് ഏരിയ. അപ്പൊ 4 പോയിന്റ്സ് പഠിച്ചു വെച്ചേക്കണം: പ്രഷർ, സോല്യൂബിലിറ്റി, തിക്നെസ്, അത് കൂടാതെ നമ്മളുടെ സർഫസ് ഏരിയ. ഈ 4 പോയിന്റ്സ് പഠിച്ചു വെക്കുക. ഈ ഡിഫ്യൂഷൻ മെംബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദ്യം വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തെഴുതുക? ഈ 4 പോയിന്റ്സ് എഴുതുക. ഓക്സി ഹീമോഗ്ലോബിൻ, കാർബാമിനോ ഹീമോഗ്ലോബിൻ, കാർബൺ ഡൈ ഓക്സൈഡിന്റെ ട്രാൻസ്പോർട്ട്, ഓക്സിജന്റെ ട്രാൻസ്പോർട്ട്, അങ്ങനെയാ ചോദ്യം വന്നെങ്കിലാണ് നേരത്തെ പറഞ്ഞ PO2 PCO2 H+ ടെമ്പറേച്ചർ, ആ 4 പോയിന്റ്സ് എഴുതേണ്ടത്. വ്യത്യാസം മനസ്സിലായോ? ഓക്കെ. അടുത്തത് ഈ 2 സാധനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഇങ്ങനെ അവർ തരുള്ളൂ, ഷോർട്ട് ഫോമേ തരുള്ളൂ, ഫുൾ ഫോം അവർ തരൂല. എപ്പോഴും അവർ ചോദിക്കുന്നത് ഈ പറയുന്ന ലൈക്ക് ലെറ്റേഴ്സ് എന്നിട്ടായിരിക്കും. IRV, ERV, IC, EC. ഇതൊക്കെ ഓർമ്മയുണ്ടോ? IC, EC എന്താന്നൊക്കെ ഉള്ളത്? IRV ERV ഇൻസ്പിറേറ്ററി റിസർവ് വോള്യൂവും എക്സ്പിറേറ്ററി റിസർവ് വോള്യൂമാണ് അല്ലെ. ഇത് വേറെ ഒന്നുമില്ല, നമ്മൾ നോർമലായിട്ട് എന്ത് ചെയ്തു? ഇൻസ്പയർ ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് അകത്തോട്ട് എടുക്കാൻ പറ്റുന്ന എയർ വോള്യത്തിനെയാണ് ഇൻസ്പിറേറ്ററി റിസർവ് വോള്യം എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത് അല്ലെ. ഇനി അത് കഴിഞ്ഞ് എക്സ്പിറേറ്ററി ഇതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്താൽ മതി. നിങ്ങൾ ഒരെണ്ണം പഠിക്കുക, ഇതുപോലത്തെ കേസസ് വരുമ്പോൾ ഒരെണ്ണം പഠിക്കുക, ഇതിന്റെ ഓപ്പോസിറ്റ് എവിടെ എഴുതുക? അടുത്തതിൽ എഴുതുക. ഇവിടെ നമ്മൾ നോർമൽ ഇൻസ്പിറേഷന് ശേഷം എഴുതിയെങ്കിൽ ERVയിൽ എന്ത് എഴുതുക? നോർമൽ എക്സ്പിറേഷന് ശേഷം. പിടികിട്ടിയോ? IC, EC. IC എന്ന് പറഞ്ഞാൽ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി, EC എന്ന് വെച്ചാൽ എക്സ്പിറേറ്ററി കപ്പാസിറ്റി. അപ്പോ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണയായിട്ട് എന്തോരം ശ്വാസമാണോ അകത്തേക്ക് എടുക്കാൻ പറ്റുന്നത്, അതാണ് ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി. ഒരാള് നോർമലി ശ്വസിക്കുമ്പോൾ എന്തോരം അകത്തോട്ട് എടുക്കാൻ പറ്റുന്നു, ദാറ്റ് ഇസ് ഇൻസ്പിറേറ്ററി. ഒരാൾക്ക് നോർമലി എന്തോരം വായു പുറത്തോട്ട് കളയാൻ പറ്റുന്നു, അതാണ് എക്സ്പിറേറ്ററി കപ്പാസിറ്റി. പിടികിട്ടിയോ? യെസ്. ഒരു ചോദ്യം കൂടെ, ലാസ്റ്റ് ചോദ്യം ഉണ്ട് ഈ ചാപ്റ്ററിലെ. ഇത് പറഞ്ഞില്ല ഞാൻ, ഒരാൾ 400 മീറ്റർ റേസിൽ പങ്കെടുത്തു. ആതിരയാണ് പങ്കെടുത്തത്. ഫസ്റ്റ് പ്രൈസ് അടിച്ചു. എന്നാൽ അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞത് അയാൾക്ക് ഭയങ്കര വൈറ്റൽ കപ്പാസിറ്റി ആണ്. എന്താണ് വൈറ്റൽ കപ്പാസിറ്റി ആൻഡ് വൈറ്റൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാനുള്ള 2 മെത്തഡ്സ് എഴുതുക എന്നുള്ളതാണ് അല്ലെ. ഒരാള് നോർമലായിട്ട് ഇൻസ്പയർ ചെയ്തു എന്ന് വിചാരിക്കുക, അതിനുശേഷം എന്തോരം എയർ ആണോ എക്സേൽ ചെയ്യാൻ പറ്റുന്നത്, മാക്സിമം നമ്മൾ സാധാരണ ശ്വസിക്കുന്നു, അതിനുശേഷം ശ്വാസം അകത്തോട്ട് എടുത്ത ശേഷം ഉടനെ മാക്സിമം എന്തോരം എയർ പുറത്തോട്ട് കളയാൻ പറ്റുന്നു, അതിന്റെ അളവാണ് എന്ത്? വൈറ്റൽ കപ്പാസിറ്റി. വൈറ്റൽ കപ്പാസിറ്റി പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി, കൂട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഫിസിക്കൽ എക്സസൈസ് ചെയ്യണം. ബ്രീത്തിങ് എക്സസൈസസ് ചെയ്യുന്നതും ഫിസിക്കലി നമ്മൾ ഈ ജിം പോലെയുള്ള ലൈക്ക് ടെക്നിക്സ് ചെയ്യുന്നതും കാലിസ്റ്റനിക്സ് ഒക്കെ ചെയ്യുന്നതും നല്ലതാണ്. ഓക്കെ, ഇത്രയാണ് ഇതിനകത്ത് നിന്നുള്ള മെയിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. അടുത്ത ചാപ്റ്റർ ബോഡി ഫ്ലൂയിഡ്സ് ആൻഡ് സർക്കുലേഷൻ. സെയിം 3 മാർക്കിനാണ് നമ്മൾ ഇവിടുന്ന് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ ആദ്യം പഠിക്കേണ്ടത് ബ്ലഡും അതിന്റെ കോമ്പണൻസ്. ബ്ലഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി ഫ്ലൂയിഡ് ആണ്. ഇതിൽ മെയിൻലി 3 ടൈപ്പ് ഓഫ് സെൽസ് ഉള്ളത്: RBC, WBC, പ്ലേറ്റ്ലെറ്റ്. അതിൽ RBC നമ്മളുടെ ഹീമോഗ്ലോബിൻ തരുന്നു, റെഡ് കളർ കൊടുക്കുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ. വൈറ്റ് ബ്ലഡ് സെൽസ് ഒരു 5 ടൈപ്സ് ഉണ്ട് അല്ലെ: ന്യൂട്രോഫിൽ, ബേസോഫിൽ, ഇസനോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്. ഇതിൽ ഫില്ലിൽ അവസാനിക്കുന്ന എല്ലാം ഗ്രാനുലോസൈറ്റും ബാക്കിയുള്ളതെല്ലാം എ ഗ്രാനുലോസൈറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കും. പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ്. ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് പ്ലേറ്റ്ലെറ്റ് അല്ലെ. പിന്നെ അടുത്തത് ബ്ലഡ് ഗ്രൂപ്പിംഗ്. 2 ടൈപ്പ് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആണ്, RH-ഉം ABO-യും. RH എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ RBCയിൽ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആന്റിജൻ, RH ആന്റിജൻ അല്ലെങ്കിൽ RH ഫാക്ടർ ഉണ്ടെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് പോസിറ്റീവ് ആയിരിക്കും, ഇല്ലെങ്കിൽ അയാളുടെ ബ്ലഡ് ഗ്രൂപ്പ് നെഗറ്റീവ് ആയിരിക്കും. പിന്നെ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്, മനുഷ്യന്മാരിൽ 4 ബ്ലഡ് ഗ്രൂപ്പ്സ് ഉള്ളത്.
ABO അല്ലെ. നമ്മളുടെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണോ അത് തന്നെയായിരിക്കും നമ്മളുടെ എന്ത് ആന്റിജൻ. ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് ആന്റിബോഡി. ഓക്കെ, ഇതിനകത്ത് യൂണിവേഴ്സൽ ആയിട്ടുള്ള ഡോണേഴ്സ് ആണ് ഓയ്, യൂണിവേഴ്സൽ റെസിപ്പിയൻസ് ആണ് AB ഗ്രൂപ്പ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യുവാൻ നേരം പഠിക്കും കേട്ടോ. പിന്നെ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്, ഇതൊരു പ്രത്യേക അസുഖമാണ്. അമ്മയുടെയും കുഞ്ഞിന്റെയും ബ്ലഡ് ഗ്രൂപ്പിൽ RH-ന്റെ വ്യത്യാസം കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്നത്. ഈ പറയുന്ന RH-ന്റെ വ്യത്യാസം കാരണം ആദ്യത്തെ പ്രഗ്നൻസിയിൽ പ്രശ്നം ഉണ്ടാവില്ല, രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ എന്ത് പറ്റും, കുഞ്ഞ് മഞ്ഞപ്പിത്തം വന്നിട്ടും അനീമിയ വന്നിട്ടൊക്കെ മരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ്. അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് വ്യത്യാസമുള്ള അമ്മയും കുഞ്ഞും എന്ത് ചെയ്യണം, അമ്മയും കുഞ്ഞുമാണ് എന്തായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അവരുടെ ഫസ്റ്റ് പ്രഗ്നൻസി കഴിഞ്ഞ് സെക്കൻഡ് പ്രഗ്നൻസിക്ക് മുമ്പ് എന്തെടുക്കണം, ആന്റി-RH ആന്റിബോഡീസ് എടുക്കണം. ഈ പേര് ഓർത്ത് വെച്ചേക്കണം, ആന്റി-RH ആന്റിബോഡീസ്. RH-നെതിരെയുള്ള ആന്റിബോഡീസ്, അതാണ് അതിനുള്ള മരുന്ന്. അതെടുത്തില്ലെങ്കിൽ കുഞ്ഞു മരിക്കും. ഓക്കെ, പിന്നെ ടൈപ്സ് ഓഫ് സർക്കുലേഷൻ 3 ടൈപ്പ്: സിംഗിൾ, ഇൻകംപ്ലീറ്റ്, ഡബിൾ. ഈ സിംഗിൾ സർക്കുലേഷൻ എന്ന് പറയുന്നത് 2 ചേംബറുള്ള ഹാർട്ടിൽ നടക്കുന്നതാണ്. മീനിലൊക്കെയാണ് അത് കാണുക അല്ലെ. ഇൻകംപ്ലീറ്റ് ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ചേംബേഴ്സ് ഉണ്ടായിരിക്കും, 2 ഏട്രിയം ഉണ്ടായിരിക്കും, 1 വെൻട്രിക്കിളും ഉണ്ടായിരിക്കും. തവള പോലെ അല്ലെങ്കിൽ മറ്റ് കുഞ്ഞു ജീവികളൊക്കെ ഇല്ലേ, അതുപോലത്തെ ജീവികളിലൊക്കെ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സർക്കുലേഷൻ ആണ് നടക്കുക. ആൻഡ് അവരിൽ 2 രീതിയിലായിരിക്കും ബ്ലഡ് ഏട്രിയത്തിലോട്ട് എത്തുക. ഓക്സിജനേറ്റഡ്, ഡീഓക്സിജനേറ്റഡ് ആയിട്ട് വരും. പക്ഷേ വെൻട്രിക്കിൾ 2 എണ്ണം ഇല്ലാത്തതുകൊണ്ട് അത് രണ്ടും മിക്സ് ആയിട്ടായിരിക്കും ബാക്കി ബോഡി പാർട്സിലോട്ട് പോകുന്നത്. പിന്നെ ഒരു ഡബിൾ സർക്കുലേഷൻ, അത് മനുഷ്യന്മാരിലൊക്കെ ഉള്ള പോലെ, ക്രോക്കോഡൈലൊക്കെ ഉള്ള പോലത്തെ ലൈക്ക് ഈ പറയുന്ന ഡബിൾ സർക്കുലേഷൻ ആണ്. 2 തവണ ഹാർട്ടിൽ കൂടെ എന്ത് പാസ് ചെയ്ത് പോകുന്നുണ്ട്, ബ്ലഡ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതിനകത്തുനിന്ന് ഹാർട്ട് ഒരു തവണ പമ്പ് ചെയ്ത് ലങ്സിന് ബ്ലഡ് കൊടുക്കും, അത് പൾമണറി സർക്കുലേഷൻ. ഒരു തവണ ബാക്കി എല്ലാ ബോഡി പാർട്സിനും ബ്ലഡ് കൊടുക്കും, അത് സിസ്റ്റമിക് ആയിട്ടുള്ള സർക്കുലേഷൻ. പിന്നെ ഹാർട്ടിന്റെ സ്ട്രക്ചർ ഇവിടെ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ലേബൽ ചെയ്യാൻ. അതിനകത്ത് തന്നെ ലേബലിംഗ് നിങ്ങൾ ഓൾമോസ്റ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ SAN, AV നോഡ്, അതുപോലെ തന്നെ ബണ്ടിൽ ഓഫ് ഹിസ്, പർക്കിൻജി ഫൈബേഴ്സ്, 4 വാൽവുകൾ ഉണ്ട് നമുക്ക് അല്ലെ. മിട്രൽ വാൽവ്, ട്രൈകസ്പിഡ്, സെമി ലൂണർ വാൽവുകൾ 2 എണ്ണം. അങ്ങനെ എല്ലാ വാൽവുകളും അടക്കം കൃത്യമായിട്ട് ലേബൽ ചെയ്യാനായിട്ട് അറിഞ്ഞു വെക്കണം കേട്ടോ. കാർഡിയക് സൈക്കിൾ ആണിത്. കാർഡിയക് സൈക്കിളിനകത്ത് 3 സ്റ്റെപ്പ് കാർഡിയക് സൈക്കിളിനുള്ളത്. ജോയിന്റ് ഡയസ്റ്റോൾ, എല്ലാ ചേംബേഴ്സും റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന അവസ്ഥയായത്. അതിനുശേഷം വരുന്ന സ്റ്റെപ്പാണ് ഏട്രിയൽ സിസ്റ്റോൾ. ഇവിടെ എന്ത് പറ്റും, ഏട്രിയാണ് ചുരുങ്ങുക. പിന്നെ വരുന്നതാണ് വെൻട്രിക്കിൾ സിസ്റ്റോൾ, അപ്പൊ വെൻട്രിക്കിൾസും ചുരുങ്ങും അല്ലെ. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾക്ക് ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. ഒരു കാർഡിയക് സൈക്കിൾ കഴിഞ്ഞാൽ ഒരു ഹാർട്ട് ബീറ്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ കാർഡിയക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് 0.8 സെക്കൻഡ്സ് ആണ് കേട്ടോ. 0.8 സെക്കൻഡ്സ് ആണ് എടുക്കുക. അതുകൊണ്ട് ഒരു മനുഷ്യന് 72 ബീറ്റ്സ് ഉണ്ട് ഒരു മിനിറ്റിൽ. ഓക്കെ, പിന്നെ നമ്മളുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ECG എന്ന് പറയുന്നത്. അതിന്റെ വേവ്സ് അറിയാലോ അല്ലെ. P വേവ്, QRS കോംപ്ലക്സ്, T വേവ്. P വേവ് എന്തിനു വേണ്ടിയിട്ടാ, വെൻട്രിക്കിൾ അല്ല സോറി ഏട്രിയൽ ഡീപോളറൈസേഷന് വേണ്ടിയിട്ടുള്ളത്. QRS വെൻട്രിക്കുലർ ഡീപോളറൈസേഷന് വേണ്ടിയിട്ടുള്ളത്. T വേവ് റീപോളറൈസേഷന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, പിന്നെ സർക്കുലേറ്ററി സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഡിസീസസ് കുറച്ചെണ്ണം പറയുന്നുണ്ട് അല്ലെ. കൊറോണറി ആർട്ടറി ഡിസീസ്, പിന്നെ അതുപോലെ തന്നെ കാർഡിയക് അറസ്റ്റ്, ഹാർട്ട് അറ്റാക്ക്. കാർഡിയക് അറസ്റ്റും ഹാർട്ട് അറ്റാക്കും രണ്ടാണ് വ്യത്യാസം, അറിഞ്ഞു വെക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിനകത്തുള്ള മെയിൻ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഹാർട്ടിന്റെ പിക്ചർ തന്നിട്ടുണ്ട്. ഇതിൽ Aയും Bയും ലേബൽ ചെയ്തിട്ടുണ്ട്. അത് എന്താണെന്നാ ചോദിച്ചേക്കണേ. Aന്റെയും Bന്റെയും ഫംഗ്ഷൻ. AB എന്താന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഇത് എപ്പോഴും ചോദിക്കുന്നതാ ഈ Aയും Bയും. പറയൂ, എന്താ Aയും Bയും? ഈ മുകളിലിരിക്കുന്ന സാധനം A ആയിട്ട് ലേബൽ ചെയ്തിരിക്കുന്നതാണ് SAN അല്ലെ, സൈനോ ഏട്രിയൽ നോഡ്. താഴെ B ആയിട്ട് വെച്ചിരിക്കുന്നതാണ് എന്ത്, AV നോഡ് അല്ലെ, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടിനകത്തും മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇവരുടെ ഫംഗ്ഷൻ എന്താ, കോമൺ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പൾസിനെ ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇതിനകത്ത് SA നോഡ് നമ്മൾ എന്ത് വിളിക്കും, SA നോഡിനെ നമ്മൾ പേസ് മേക്കർ എന്ന് പറഞ്ഞിട്ട് വിളിക്കും അല്ലെ. SA നോഡ് ഇസ് കോൾഡ് ആസ് ദ പേസ് മേക്കർ ഓഫ് ഹാർട്ട്. ഓക്കെ, അപ്പോ ഇമ്പൾസസ് ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളതും ഒരു പോയിന്റ് ആയിട്ട് എഴുതാം. ആക്ഷൻ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു പോയിന്റ് ആണ്, ലൈക്ക് സിമിലർ ആയിട്ടുള്ള പോയിന്റ്സ് ആ. ദെൻ പേസ് മേക്കർ ആണ്, അതിനകത്ത് SA നോഡാണ് പേസ് മേക്കർ, ഓർക്കണം കേട്ടോ. കോമൺ ഫംഗ്ഷൻസ് എഴുതിയാലും മതി. പിന്നെ അത് മാത്രമല്ല, ഹാർട്ട് ബീറ്റ് ഉണ്ടാക്കണം, ഈ പറയുന്ന ഈ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ ഇവന്മാര് വേണം. അതുകൊണ്ട് ഇമ്പോർട്ടന്റ് ആണ് ഇവ. അടുത്തൊരു ചോദ്യം നോക്കിയാൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആണ്. ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്ത പ്ലാസ്മയെ നമ്മൾ എന്ത് വിളിക്കും? ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ബ്ലഡ് സെല്ലാണ് പ്ലാസ്മ എന്ന് പറഞ്ഞു, സോറി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞു അല്ലെ. പ്ലേറ്റ്ലെറ്റ്സിൽ ഉപയോഗിച്ച് ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കണമെന്നുണ്ടെങ്കിൽ ക്ലോട്ടിംഗ് ഫാക്ടർ ആവശ്യമാണ്. അതെവിടെയുണ്ട്? പ്ലാസ്മയിലുണ്ട്.
ആ ക്ലോട്ടിംഗ് ഫാക്ടർ ഇല്ലാത്ത പ്ലാസ്മനെ എന്ത് വിളിക്കും? സിറം എന്ന് വിളിക്കും. ഓക്കെ, പ്ലാസ്മയുടെ കളർ എന്തുട്ടാ? പ്ലാസ്മയുടെ കളർ അറിയോ? RBCക്ക് റെഡ് കളർ, വൈറ്റ് ബ്ലഡ് സെല്ലിന് വൈറ്റ് കളർ, പ്ലാസ്മയ്ക്ക് എന്ത് കളർ? യെല്ലോ കളർ. നോ കളറാ, ആംബർ കളറാണ് കേട്ടാ. ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡ് പ്ലാസ്മയ്ക്കുണ്ട്. സെറത്തിനാണ് കളർ ഇല്ലാത്തത്. ഓക്കെ, യാ. പിന്നത്തെ ചോദ്യം നോക്കിക്കേ, AB ഗ്രൂപ്പിനെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിന് റീസൺ എഴുതുക. SAN പേസ് മേക്കർ എന്ന് പറയുന്നത് എന്തുകൊണ്ട്? അതിനും റീസൺ എഴുതുക. എന്തുകൊണ്ടാ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയാൻ? ഞാൻ നേരത്തെ പറഞ്ഞു, O ഗ്രൂപ്പ് യൂണിവേഴ്സൽ ഡോണർ, അതുപോലെ തന്നെ AB ഗ്രൂപ്പ് യൂണിവേഴ്സൽ റെസിപ്പിയന്റും ആണ്. എന്തുകൊണ്ട്? അല്ലടാ, എല്ലാവരിൽ നിന്നും റിസീവ് ചെയ്യുന്നത് കൊണ്ട് മാത്രം യൂണിവേഴ്സൽ റെസിപ്പിയന്റ് ആവില്ലല്ലോ. ഒരു കാരണം വേണ്ടേ? എന്തോ ഒന്നും അവർക്കില്ല, അതുകൊണ്ട് സേഫ് ആണ്, വാങ്ങിക്കുന്നതിലും സേഫ് ആണ്. നോ ആന്റിബോഡി, ഉറപ്പാണോ? എന്താ സംഭവം? നമ്മളെ സംബന്ധിച്ച് AB ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരെ യൂണിവേഴ്സൽ റെസിപ്പിയന്റ് എന്ന് പറയാൻ കാരണം അവരുടെ A ആന്റിജനും B ആന്റിജനും ഉണ്ടായിരിക്കും, പക്ഷേ ആന്റിബോഡി ഇല്ല. AB ആന്റിബോഡി വരണം, അതില്ല. ഈ ആന്റിബോഡി ഇല്ലാത്തത് കൊണ്ട് തന്നെ എന്ത് പറ്റും? മറ്റൊരാളുടെ ബ്ലഡ് ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ അതുമായിട്ട് അവരുടെ ആന്റിജൻ ഉണ്ടാവുമല്ലോ. പുറത്തുനിന്ന് ഒരു ആന്റിജൻ വരുമ്പോഴത്തേക്കും ആ ആന്റിജനായിട്ട് ഫൈറ്റ് ചെയ്യാനൊന്നും ഇവിടെ ആന്റിബോഡി ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും സംഭവിക്കില്ല. അതുകൊണ്ടാണ് എല്ലായിടത്തുനിന്നും എന്ത് മേടിക്കാൻ പറ്റുക? നമുക്ക് ബ്ലഡ് മേടിക്കാൻ പറ്റുക. പിടികിട്ടിയോ? നമ്മുടെ ബോഡിയിൽ സ്വന്തമായിട്ട് നമ്മൾക്ക് ഒരു ആന്റിബോഡി ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഇപ്പൊ എന്നെ സംബന്ധിച്ച് എന്റെ A ഗ്രൂപ്പാണ്, എന്റെ B ആന്റിബോഡി എനിക്കുണ്ടായിരിക്കും, A ആന്റിജനും എനിക്കുണ്ടായിരിക്കും. ഞാൻ ഒരാളുടെ നിന്ന് ബ്ലഡ് ഗ്രൂപ്പ് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക, B ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിച്ചു എന്ന് വിചാരിക്കുക. സപ്പോസ് എന്റെ ആന്റിബോഡിയും ഈ B ഗ്രൂപ്പിന്റെ ആന്റിജനും തമ്മിൽ ഫൈറ്റ് ചെയ്ത് ബ്ലഡ് ക്ലോട്ട് സംഭവിച്ചു ഞാൻ മരിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇവർക്ക് അങ്ങനെ വരില്ല. കാരണം എന്തുണ്ടാ? ഈ ഫൈറ്റ് ചെയ്യാൻ ഇവർക്ക് ആന്റിബോഡി ഇല്ല. അപ്പൊ ആരുടെ നിന്ന് വേണമെങ്കിലും ബ്ലഡ് വന്നാലും ഒരു പ്രശ്നം വരില്ല. ഓക്കെ, പിന്നെ SAN നമ്മൾ പേസ് മേക്കർ എന്ന് വിളിക്കാനുള്ള കാരണം എന്താ? ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഉണ്ടാക്കുന്നുണ്ടാ, അല്ലെങ്കിൽ ഇലക്ട്രിക് ഇമ്പൾസസ് ഉണ്ടാക്കുന്നത് കൊണ്ടാന്ന് പറയാൻ പറ്റും. പിടികിട്ടിയോ? റിതം ഓക്കെ, പക്ഷെ അവരാണ് ആ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഉണ്ടാക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് നമ്മൾ ECG ചെക്ക് ചെയ്യുന്നത് ഈ കുന്തമാണ്, ഈ സാധനമാണ് നമ്മൾ ECG ചെക്ക് ചെയ്യുന്നത്. ഇത് പ്രോപ്പർ ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. P വേവും QRS-ലും T-ലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. എന്തെങ്കിലും പ്രശ്നം SAN-നും ബാക്കി ആ പാത്വേക്കും ഉണ്ടെങ്കിൽ. കേട്ടോ? അടുത്തത് നോക്കൂ, എന്താ ലിംഫ്? എങ്ങനെയാ ഫോം ചെയ്യുന്നത്? ലിംഫിന്റെ ഇമ്പോർട്ടൻസ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബോഡിയിൽ ബ്ലഡ് കൂടാതെ ഇരിക്കുന്ന വേറൊരു ബോഡി ഫ്ലൂയിഡ് ആണ് എന്ത്? ലിംഫ്. ലിംഫിന്റെ കളർ അറിയോ? കളറുണ്ടോ ലിംഫിന്? ഇല്ല അല്ലെ? നമ്മളെ ബ്ലഡില് ബ്ലഡ് കാപ്പിലറീസിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ, നിങ്ങൾ കാപ്പിലറീസിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിൽ. ഈ കാപ്പിലറീസിൽ ചെറിയ ചെറിയ സുഷിരങ്ങളുണ്ട്, ചെറിയ ദ്വാരങ്ങളുണ്ട് അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും രക്തം അതിൽ കൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ ഈ ചെറിയ മൈന്യൂട്ട് പോർസിൽ കൂടെ ബ്ലഡിനകത്തുള്ള കുറച്ച് പ്രോട്ടീൻസ്, കുറച്ച് സെൽസ് എല്ലാം കൂടെ വെളിയിലോട്ട് ചാടും. ഈ പുറത്തോട്ട് വരുന്ന സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ആവുമ്പോൾ കിട്ടുന്ന കളർലെസ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് ആണ് എന്ത്? നമ്മൾ ഈ പറയുന്ന ലിംഫ്. ഓക്കെ, ഈ ലിംഫ് എങ്ങനെയാ ഫോം ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് പുറത്തോട്ട് ചാടിയ സാധനങ്ങളൊക്കെ എല്ലായ്പ്പോഴും എന്തുണ്ടായിരിക്കും? എവിടെയായിരിക്കും കാണുക? സെൽസിന് ഇടയ്ക്കുള്ള സ്പേസിലാണ് കാണാൻ പറ്റുക, അവിടെ തന്നെ കിടക്കാൻ പറ്റില്ല. ഈ സെൽസിന്റെ ഇടയ്ക്കുള്ള സ്പേസിന്റെ കുറെ സെൽസ് ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇടയിൽ ഗ്യാപ്പുകൾ എടുത്ത് ഇവര് കിടക്കുന്നു. ആ സമയത്ത് നമ്മൾ അതിനെ ലിംഫ് എന്ന് വിളിക്കില്ല, ആ സമയത്ത് നമ്മൾ അതിനെ ടിഷ്യൂ ഫ്ലൂയിഡ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. ഇവിടെ കിടക്കുന്നത് അനുയോജ്യം അല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ഈ ടിഷ്യൂ ഫ്ലൂയിഡിനെ പുൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു കുഞ്ഞു വെസൽസ് ഉണ്ടായിരിക്കും. ആ വെസൽസ് എന്ന് പറയുന്നതാണ് ലിംഫാറ്റിക് വെസൽസ്. ആ ലിംഫാറ്റിക് വെസൽസിൽ കൂടെ ഇവര് കയറുമ്പോഴത്തേക്കും അതിന്റെ പേര് മാറി. അപ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക? ഈ പറയുന്ന ലിംഫ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് അത് പിന്നെ അതിന്റെ ജോലിയെ മാറി. കൂടുതൽ ലിംഫോസൈറ്റ്സ് ആണ് ഇതിനകത്ത് സെല്ലായിട്ട് കാണുന്നത്. ലിംഫിനകത്ത് കാണുന്ന മേജർ കണ്ടന്റ് എന്ന് പറയുന്ന സെല്ല് ലിംഫോസൈറ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി തരിക, ജേംസിനെ പിടിക്കുക, കൊല്ലുക, അങ്ങനത്തെ ജോലിയൊക്കെ ആയിരിക്കും ഇവർക്കുള്ളത്. കേട്ടോ? അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുക. നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മുടെ ബോഡിയിൽ നിറയെ ലിംഫ് നോഡുകൾ ഉണ്ട് അല്ലെ? ഈ ലിംഫ് നോഡുകളിൽ കൊണ്ടുവന്ന് അണുവിനെ കൊണ്ടുവരിക, കൊല്ലുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നടത്തുന്നത് ഇവരാണ്. അതുകൊണ്ടാണ് നമ്മളെ സംബന്ധിച്ച് നമുക്ക് പനിയെല്ലാം വരുമ്പോൾ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ ലിംഫ് നോഡ് തീർത്ത് വരുന്നത്. ബിക്കോസ് കില്ലിങ് നടക്കുന്നത് കൊണ്ട്. കേട്ടോ? പിന്നെ നോക്കിക്കേ, അടുത്തത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പറ്റിയിട്ടുള്ളത്. ഇനാക്റ്റീവ് ഫൈബ്രോനജനെ
കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്ന എൻസൈം ഏത് എൻസൈമാ? ഇനാക്റ്റീവ് ഫൈബ്രിനോജൻ ഓൾറെഡി നമ്മളുടെ ബോഡിയിലുണ്ട്. ഫൈബ്രിനോജൻ എന്ന് പറയുന്നത് ഫൈബ്രിൻ പോലെ, നാര് പോലെ ഇരിക്കുന്ന ഒരു പ്രോട്ടീൻ ആണ്. അതിനെ കൺവേർട്ട് ചെയ്ത് എന്തോ ഒരു സാധനം ആക്കണം. എന്ത് സാധനം? ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കണം. അതാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈം ഏതെന്നാ ചോദ്യം. ഏത് എൻസൈം അറിയോ? വെരി ഗുഡ്, ത്രോംബിൻ. കാരണം ബ്ലഡ് ക്ലോട്ടിങ്ങിന്റെ ഏറ്റവും ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഉണ്ടാക്കുന്നത് ഈ ത്രോംബിനെയാണ്, അല്ലെ? പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റും. ആ ത്രോംബിൻ ഉപയോഗിച്ചാണ് ഇനാക്റ്റീവ് ഫൈബ്രിനോജനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് നമ്മൾ. പിന്നെ ത്രോംബോകൈനേസിന്റെ ജോലി എന്താ? പ്രോത്രോംബിനെ ത്രോംബിനായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നതാണ് ത്രോംബോകൈനേസിന്റെ ജോലി. ത്രോംബോകൈനേസിന് പകരം ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് എഴുതിയാലും മതിയാവും കേട്ടോ. പിന്നെ വിച്ച് അയോൺ ഇസ് നെസസറി? ഏത് അയോണാണ് നെസസറി ആയിട്ടുള്ളത്? വെരി ഗുഡ്, കാൽസ്യം അയോൺ. അയോൺ അല്ല വിറ്റമിൻ ആണ് ചോദിക്കണമെങ്കിൽ എന്ത് എഴുതും നിങ്ങൾ? അയോൺ അല്ലാതെ വിറ്റമിൻ ആണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? കെ, വിറ്റമിൻ കെ കേട്ടോ. മറന്നു പോകാൻ പാടില്ല. രണ്ട് സ്റ്റെപ്പേ ബ്ലഡ് ക്ലോട്ടിങ്ങിലുള്ളൂ. പ്രോത്രോംബിൻ ത്രോംബിനായിട്ട് മാറും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് ഈ ത്രോംബോകൈനസ്. അത് കഴിഞ്ഞിട്ട് ഈ ഫൈബ്രിനോജനെ ഫൈബ്രിൻ ഫൈബേഴ്സ് ആക്കി മാറ്റും. അതിനെ ഉപയോഗിക്കുന്നത് ആരാ? നമ്മൾ തൊട്ട് മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ത്രോംബിൻ എന്ന് പറയുന്ന എൻസൈമാണ്. ത്രോംബിൻ എൻസൈം മാത്രം പോരാ, കാൽസ്യത്തിന്റെ അയോണുകളും പ്ലസ് വിറ്റമിൻ കെയും നമുക്ക് ആവശ്യം. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട്. ഓഡ് വൺ കണ്ടെത്തി ആൻസറിന് ജസ്റ്റിഫിക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ന്യൂട്രോഫിൽ, എറിത്രോസൈറ്റ്, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബേസോഫിൽ, ഇസിനോഫിൽ. ഇതില് ഓഡ് വൺ ആരാ? 1 2 3 4 5 6 ആറെണ്ണത്തില് ഓഡ് വൺ ആരാ? അല്ലെ, രണ്ടാമത്തെയാണ് ഓഡ് വൺ എറിത്രോസൈറ്റ്. കാരണം എറിത്രോസൈറ്റ് എന്ന് പറയുന്നത് RBCയുടെ മറ്റൊരു പേരാണ്. ബാക്കി എടുത്ത് തന്നേക്കണ ന്യൂട്രോഫിൽ, മോണോസൈറ്റ്, ലിംഫോസൈറ്റ്, ബേസോഫിൽ, ഇസിനോഫിൽ എല്ലാം എന്തുവരും? WBC ആണ് അല്ലെ. ബാക്കി എല്ലാവരും WBC ആണ്. ഇതൊരെണ്ണം മാത്രം RBC ആണ്. അതുകൊണ്ട് ഓക്കെ, യെസ്. ഇനി നമ്മൾ അടുത്ത ചാപ്റ്ററിലോട്ട് പോകുന്നു. ഈ ചാപ്റ്ററിന് ഇനിയും ക്വസ്റ്റ്യൻസ് ഈ PPT ഉണ്ടായിരിക്കും. അതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് ഞാൻ. സ്പെഷ്യലി ഡബിൾ സർക്കുലേഷന്റെയും ബ്ലഡ് ഗ്രൂപ്പിന്റെയും ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കണം. ഓക്കെ, അടുത്ത ചാപ്റ്റർ ഇസ് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ. ഇത് നമ്മളുടെ അത്യാവശ്യം കൺഫ്യൂസിങ് ആക്കുന്ന കിഡ്നിയുടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ അല്ലെ. ഇവിടെ നിന്ന് എപ്പോഴും ചോദിക്കുന്നത് ആ ജക്സ്റ്റാഗ്ലോമറുലർ അപ്പാരറ്റസ്, കൗണ്ടർ കറന്റ് മെക്കാനിസം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതാണ് നിങ്ങളെ കൺഫ്യൂസ് ആക്കുന്നത് തന്നെ അല്ലെ. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊന്ന് കാര്യമായിട്ട് നോക്കി വെച്ചേക്കണം കേട്ടോ. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം. ഞാൻ സ്പെഷ്യൽ ആയിട്ടൊന്നും വെച്ചിട്ടില്ല. ഹ്യൂമൻ എക്സ്ക്രീറ്ററി സിസ്റ്റം പഠിക്കുമ്പോൾ തന്നെ കിഡ്നിയുടെ ആ പാർട്സ് ഉണ്ടല്ലോ. കിഡ്നിയുടെ പാർട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ടില്ല കോർട്ടെക്സ്, പിന്നെ കാലിസസ്, ഹൈലം, അങ്ങനത്തെ കുറച്ച് പാർട്സ് ഇല്ലേ, ആ പാർട്സും കൂടെ ഒന്ന് അറിഞ്ഞു വെക്കണം. കാരണം ഈ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൽ നിന്നും കിഡ്നിയുടെ സ്ട്രക്ചറിൽ നിന്നും ഒക്കെ തന്നിട്ട് ലേബൽ ആണ് ചോദിക്കുക. അപ്പൊ അതുകൊണ്ട് ലേബൽ ചെയ്യാൻ അറിഞ്ഞു വെച്ചാൽ മതി. പാർട്സ് എന്തൊക്കെയാന്നുള്ളത് ലേബൽ ചെയ്യാൻ അറിഞ്ഞു വെച്ചാൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെയാണ് പാർട്സ് ഓഫ് നെഫ്രോൺ. നെഫ്രോൺ എപ്പോഴും ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഉറപ്പായിട്ടും നെഫ്രോൺ ചോദിക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ നെഫ്രോണിന്റെ പാർട്സ് ലേബൽ ചെയ്യാൻ അറിയണം. നെഫ്രോണിന്റെ പാർട്സ് ലേബൽ ചെയ്യാൻ മാത്രമല്ല, ചിലപ്പോൾ നെഫ്രോണിന്റെ ചിത്രം തന്നിട്ടില്ലേ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ പാർട്ട് ആയിരിക്കും. ഇപ്പൊ ചിലപ്പോൾ ലൂപ്പ് ഓഫ് ഹെൻലി അതായിരിക്കും അറിയാം, അതായത് വാസറക്റ്റ് ആയിരിക്കും അടുത്തത് തരിക. എന്നിട്ട് ഇത് ലേബൽ ചെയ്തിട്ട് നിങ്ങളോട് ചോദിക്കും ഇവിടെ രണ്ടിടത്തും കൂടെ കോമൺ ആയിട്ട് നടക്കുന്ന പ്രവൃത്തിയാണ്. ലൂപ്പ് ഓഫ് ഹെൻലിയിലും വാസറക്റ്റയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവൃത്തി ഏതാ അറിയോ? ലൂപ്പ് ഓഫ് ഹെൻലിയും വാസറക്റ്റയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള പ്രവൃത്തി ഏതാണെന്ന് അറിയോ? ഒരു പ്രവൃത്തി ഉണ്ട്, കൗണ്ടർ കറന്റ് അല്ലേ. രണ്ടിടത്തും പോകുന്ന ഫ്ലോ ഓഫ് ഡയറക്ഷൻ ഡിഫറെന്റ് ആണെന്നുള്ളത് പറയുന്നതാണ് കൗണ്ടർ കറന്റ് അല്ലെ. അപ്പൊ അതുപോലെ നിങ്ങളുടെ അടുത്ത് ചോദിക്കും ഈ നെഫ്രോണിന്റെ പാർട്സ് തന്നിട്ടായിരിക്കും ആ പ്രോസസ്സ് ചോദിക്കുക. എന്നിട്ട് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാനൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരും. അപ്പൊ അതുകൊണ്ട് തന്നെ പാർട്സ് ഓർത്ത് വെച്ചിരിക്കണം. ഈ നെഫ്രോൺ പഠിക്കുമ്പോൾ രണ്ട് ടൈപ്പ് നെഫ്രോൺ ഉണ്ടെന്ന് നമ്മൾ പറയുന്നുണ്ട്. ചെറിയ നെഫ്രോണുകൾ, ചെറുതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് അധികം നീളം ഇല്ലാത്തതുകൊണ്ട് കിഡ്നിയുടെ കോർട്ടെക്സിൽ മാത്രം ഒതുങ്ങുന്ന നെഫ്രോൺസ് കോർട്ടിക്കൽ നെഫ്രോൺസ്. ഇനി അല്പം നീളം കൂടിയ നെഫ്രോൺസ് ഉണ്ട്. നീളം കൂടിയെന്ന് വെച്ചാൽ ലൂപ്പ് ഓഫ് ഹെൻലി നീളം കൂടിപ്പോയി. അപ്പൊ അതുകൊണ്ട് മെഡുല്ലയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഡീപ്പായിട്ടിരിക്കുന്ന നെഫ്രോൺസിനെ നമ്മൾ ജക്സ്റ്റാ മെഡുല്ലറി നെഫ്രോൺസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കും അല്ലെ. പിന്നെ യൂറിൻ ഫോർമേഷൻ 3 സ്റ്റെപ്പുകൾ: ഗ്ലോമറുലാർ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ, സെക്രീഷൻ. ഓർമ്മയുണ്ടായിരിക്കും. ഇതിലെ ഗ്ലോമറുലാർ ഫിൽട്രേഷനെ അൾട്രാ ഫിൽട്രേഷൻ എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ട്? ഇതൊരു കോമൺ ക്വസ്റ്റ്യൻ ആണ്.
എന്തുകൊണ്ട് വിളിക്കുന്നു? ഇപ്പൊ ബ്ലഡിനെ നമ്മുടെ കിഡ്നിക്ക് അരിക്കാൻ വേണ്ടി കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് ബ്ലഡിൽ ഉള്ള കോമ്പോണൻസ് വെച്ച് ബാക്കി എല്ലാം കിഡ്നി എന്ത് ചെയ്യും? ഫിൽറ്റർ ചെയ്ത് മാറ്റും അല്ലെ. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ഈ പറയുന്ന ഫിൽട്രേഷൻ ബ്ലഡ് പ്യൂരിഫൈഡ് ആയിട്ടാണ് വെളിയിലോട്ട് പോകുന്നത്. അപ്പൊ അത്രയും ലൈക്ക് ഭയങ്കര സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള രീതിയിലായിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. പിന്നീട് നമ്മൾക്ക് അതിനകത്ത് ഈ ഫിൽട്രേറ്റിൽ ആവശ്യമുള്ള സാധനങ്ങളെ കണ്ടെത്തുമ്പോൾ ആവശ്യമുള്ള സാധനങ്ങളെ തിരിച്ചു ബോഡിക്ക് കൊടുക്കും. അതാണ് റീഅബ്സോർപ്ഷൻ. ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് സെക്രീഷൻ. പിന്നെ മെക്കാനിസം ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് ഫിൽട്രേറ്റ്, ഇത് നമ്മളുടെ ആ ADH വെച്ചിട്ട് പറയുന്ന സംഭവം. ഓക്കെ, ADH വെച്ചിട്ട് പറയുന്നത് വേറെ ഒന്നുമില്ല. ഇപ്പൊ ADH എന്ന് പറയുന്നത് വാസോപ്രസിൻ എന്ന് പറയുന്ന ഹോർമോൺ, ആന്റി ഡയറോട്ടിക് ഹോർമോൺ. ഇതിന്റെ അളവ് കൂടെ കുറയും ചെയ്യുന്നതിനനുസരിച്ച് നമ്മളുടെ ബോഡിയിൽ യൂറിന്റെ പ്രൊഡക്ഷനിലും റിലീസിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ADH കൂടുതലാണെങ്കിൽ ഉണ്ടാവുന്ന യൂറിൻ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഒരാളുടെ ബോഡിയിൽ ADH ഇല്ല എന്ന് വിചാരിക്കും. അപ്പൊ എന്ത് പറ്റും? വെള്ളം കൺസർവ് ചെയ്യപ്പെടാതെ യൂറിനിൽ കൂടെ അമിതമായിട്ട് വെള്ളം നഷ്ടപ്പെട്ടു പോകും. ആ കണ്ടീഷനാണ് ഡൈയൂറസിസ് അല്ലെ. പിന്നെ കിഡ്നിയുടെ ഫംഗ്ഷൻ റെഗുലേറ്റ് ചെയ്യുന്നത് മറ്റേ റാസ്, റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം. റെനിൻ ആൻജിയോടെൻസിൻ ആൽഡോസ്റ്റിറോൺ സിസ്റ്റം, അത് ആ ഓർഡറിൽ പഠിക്കണം. റെനിൻ, അത് കഴിഞ്ഞിട്ട് ആൻജിയോടെൻസിൻ, ആൻജിയോടെൻസിൻ 1, ആൻജിയോടെൻസിൻ 2, ആൽഡോസ്റ്റിറോൺ, അങ്ങനെ കറക്റ്റ് ഓർഡറിൽ പഠിക്കണം കേട്ടോ. പിന്നെ മൈക്ട്യൂറിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറിൻ നമ്മൾ വെളിയിലോട്ട് റിലീസ് ചെയ്യുന്ന പ്രോസസ്സിനെ വി കോൾ ഇറ്റ് ആസ് മൈക്ട്യൂറിഷൻ. ഹീമോഡയാലിസിസ് ഒരു മനുഷ്യൻ ചെയ്യുന്നത് എപ്പോഴാ? ഒരാളുടെ കിഡ്നി രണ്ടും വീക്ക് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് നമ്മൾ ഹീമോഡയാലിസിസ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അന്നേരം നമ്മളുടെ ബ്ലഡ് എടുക്കുന്നു, ഒരു ഡയാലിസിസ് യൂണിറ്റ് ഉണ്ടായിരിക്കും. ആ ഡയാലിസിസ് യൂണിറ്റിലോട്ട് നമ്മൾ ഇതിനെ പാസ് ചെയ്ത് കൊടുക്കും. ആ ഡയാലിസിസ് യൂണിറ്റ് ബ്ലഡിനകത്തുള്ള സകല സാധനങ്ങളെയും അരിച്ച ശേഷം പ്യൂരിഫൈഡ് ആയിട്ടുള്ള ബ്ലഡ് നമുക്ക് തിരിച്ചു തരും. ഹീമോഡയാലിസിസില് യൂറിൻ ഫോർമേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരു പ്രോസസ്സാണ് നടക്കാത്തത്. ഏത് പ്രോസസ്സ്? റീഅബ്സോർപ്ഷൻ. എന്ന് വെച്ചാൽ ഈ ഡയാലിസിസ് മെഷീനിലോട്ട് നമ്മൾ കൊടുക്കുന്ന ബ്ലഡിനകത്ത് എന്തുണ്ടായാലും നമുക്ക് ആവശ്യമുള്ള വസ്തു ഉണ്ടായാൽ പോലും അതിനെ തിരിച്ചു നമ്മുടെ ബോഡിക്ക് തരിക, അങ്ങനെയുള്ള ബുദ്ധിയൊന്നും ഈ മെഷീനില്ലല്ലോ. മെഷീൻ തനിയെ എന്ത് ചെയ്യും? ഉള്ള സാധനങ്ങളെല്ലാം വേസ്റ്റ് ആണെന്ന് കൺസിഡർ ചെയ്ത് എല്ലാത്തിനെയും അരിച്ചു വൃത്തിയാക്കും. ബാക്കി വരുന്നത് ഫുള്ള് നമ്മൾക്ക് പ്യോർ ബ്ലഡ് മാത്രമായിരിക്കും. നമ്മളുടെ ന്യൂട്രിയൻസ് ഒക്കെ നമുക്ക് ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നുണ്ട്? നഷ്ടപ്പെട്ടു വന്നിട്ട്. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കും, ഈ ഡയാലിസിസ് ഒക്കെ കഴിഞ്ഞ് വരുന്ന മനുഷ്യന്മാർ ഭയങ്കര വീക്ക് ആയിരിക്കും. എന്തുകൊണ്ട്? ഈ കാരണം കൊണ്ടിട്ടാണ്. കാരണം അവര് ഭക്ഷണം കഴിച്ചപ്പോൾ കിട്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഇതുപോലെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. പിന്നെ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിനെ ഇഫക്ട് ചെയ്യുന്ന ഡിസോർഡേഴ്സ്, കുറച്ച് ഡിസോർഡേഴ്സ് അവിടെ പറയുന്നുണ്ട് അല്ലെ. എന്താ? ഒന്ന് നമ്മളുടെ ഗ്ലോമറുലോനെഫ്രൈറ്റിസ്, പിന്നെ അതുപോലെ തന്നെ റീനൽ കാൽക്കുലി, കാൽസ്യം ഓക്സലേറ്റിന്റെ ക്രിസ്റ്റൽസ് നമ്മളുടെ കിഡ്നിയിൽ അടിഞ്ഞു കൂടുന്ന കിഡ്നി സ്റ്റോൺ പോലത്തെ അവസ്ഥ തന്നെയാണ് നമ്മൾ റീനൽ കാൽക്കുലി എന്ന് പറഞ്ഞിട്ട് വിളിക്കുക അല്ലെ. അപ്പൊ അതുപോലത്തെ ഡിസോർഡേഴ്സും ഒന്ന് നോക്കിക്കണം. ഫസ്റ്റ് ചോദ്യം, ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇത് എന്തിന്റെ പിക്ചർ ആണെന്ന് പറയാൻ പറ്റുമോ? എന്ത് പിക്ചറാണ് ഈ തന്നേക്കുന്നത്? ജസ്റ്റ് എല്ലാവരും ടൈപ്പ് ചെയ്ത്. എന്താ ടൈപ്പ് ചെയ്യാത്തത്? വെരി ഗുഡ് ഏബൽ, നയന. ആരാണ് നെഫ്രോൺ ഇട്ടവൻ? അവന്റെ ഉത്തരം തെറ്റി. ശിക്ഷയുണ്ട്. സഞ്ജയ്, ഈ സാധനത്തിന്റെ പേര് നെഫ്രോണോ ബോമൻസ് ക്യാപ്സ്യൂളോ അല്ല. ഇതിന്റെ പേര് മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസിൽ. നെഫ്രോണിന്റെ ഇത്ര വരെയുള്ള ഭാഗത്തെ നമ്മൾ ടോട്ടലി, ഈ ബോമൻസ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഈ കപ്പ് പോലെ ഇരിക്കണ ഈ കളർ ഇല്ലാത്ത ഭാഗം മാത്രമാണ്. ഓക്കെ, ഇത് മൊത്തത്തിൽ നമ്മൾ ഇത്രയും ഭാഗം വരെ താഴോട്ട് ആ ട്യൂബ്യൂൾസ് ഒന്നും കൺസിഡർ ചെയ്യൂല. ട്യൂബ്യൂൾസ് കൂടെ വന്നാൽ നെഫ്രോൺ ആയി. ഇത്ര വരെയുള്ള ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് മാൽപീജിയൻ ബോഡി അല്ലെങ്കിൽ റീനൽ കോർപ്പസ്. ഇതിൽ എ എന്താ ബി എന്താന്ന് പറയാൻ പറ്റുമോ? എ എന്താ? ബി എന്താ? ബി ഓൾറെഡി പറഞ്ഞു, ബോമൻസ് ക്യാപ്സ്യൂൾ ആണ്. എ എന്താ? എന്ത് വെസലാണ് എ? അഫറന്റ് വെസലാണ് എ. നിങ്ങൾ ഇതിന്റെ സൈസിൽ നോക്കൂ, വ്യത്യാസം നോക്കൂ. അഫറന്റ് ആന, വലുതായിട്ടിരിക്കുന്നത് അഫറന്റ്, ചെറുതാണിത് അല്ലെ. ചെറുത് ഈച്ച, ഇഫറന്റ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണക്ട് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടാ. അവസാനം ആനയും ഈച്ചയും മാത്രം ഓർക്കുന്നു, അഫറന്റ് ഡിഫറന്റ് ഓർക്കാത്ത സ്ഥിതി വരരുത്. നിങ്ങൾക്ക് ഐതർ അഫറന്റ് വെസൽ ഇഫറന്റ് വെസൽ എന്ന് എഴുതാം, അല്ലെങ്കിൽ അഫറന്റ് ആർട്ടീരിയോൾ ഇഫറന്റ് ആർട്ടീരിയോൾ എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിക്കേ. ഇതാണ് ഞാൻ പറഞ്ഞ ചോദ്യം. കോർട്ടിക്കൽ അതുപോലെ ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇതാണ് ഞാനിപ്പോ ചോദിച്ചത് അല്ലെ.
എന്താ സംഭവം? ഒന്നുമില്ല. കോർട്ടിക്കൽ നെഫ്രോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ലൂപ്പ് ഓഫ് ഹെൻലിക്ക് അത്ര നീളമില്ല. അപ്പൊ അതുകൊണ്ട് അത് മെഡുല്ല വരെ പോവില്ല, കോർട്ടെക്സിന്റെ ഭാഗത്ത് മാത്രം ഒതുങ്ങി നിൽക്കും. അങ്ങനത്തെ ചെറുതാണ് കോർട്ടിക്കൽ നെഫ്രോൺസ്. എന്നാ ജക്സ്റ്റാ മെഡുലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ നീളമുണ്ട് അവരുടെ ലൂപ്പ് ഓഫ് ഹെൻലിക്ക്. അപ്പൊ അതുകൊണ്ട് മെഡുല്ലയിലോട്ട് ഇങ്ങനെ ഡീപ്പായിട്ട് പെനട്രേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും. അതിനെയാണ് നമ്മൾ ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. ഇനി ഇത്ര ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഇങ്ങനെ ഓർത്ത് വെക്കുക. കോർട്ടിക്കൽ നെഫ്രോൺസ് ഓൺലി സീൻ ഇൻ എവിടെ? കോർട്ടക്സ് പോർഷൻ. ജക്സ്റ്റാ മെഡുലറി നെഫ്രോൺസ് എക്സ്റ്റെൻഡ് ടു മെഡുല്ല റീജിയൻ. അങ്ങനെ എഴുതി വെക്കാം, മതി, അത്ര മതി. ലൂപ്പ് ഓഫ് ഹെൻലി ആണ്, അതാണ് ഇതാണെന്നൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ നോക്കിയ 4 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. ഈ 4 സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ചെയ്യാൻ അവർ പറയണില്ല, ട്രൂ ഓർ ഫോൾസ് എഴുതാനാ പറയണേ. എന്നാലും കറക്റ്റ് ചെയ്തോ. ഇവിടെ അണ്ടർലൈനിങ് ഒന്നുമില്ല, നിറയെ ട്രൂ ഓർ ഫോൾസ് എഴുതുക. റെപ്റ്റൈൽസ് അമോണോട്ടലിക് ആണ്. ട്രൂ ഓർ ഫോൾസ്? ട്രൂ ഓർ ഫോൾസ്? അപ്പൊ ഫോൾസ് അല്ലേ? വൈ ഫോൾസ്? അമോണോട്ടലിക് ആണോ? അല്ല അല്ലേ? യെസ്, വെരി ഗുഡ്. അടുത്തത് ലങ്സും ലിവറും എക്സ്ക്രീറ്ററി വേസ്റ്റിനെ എലിമിനേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ട്രൂ ഓർ ഫാൾസ്? ട്രൂ, വെരി ഗുഡ്. ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി ഈസ് കോൾഡ് റീനൽ കാൽക്കുലി ആണോ? അല്ല, ഫോൾസ്. പിന്നെ എന്ത് വിളിക്കും? റീനൽ കാൽക്കുലിക്ക് പകരം എന്ത് വിളിക്കും? നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇച്ചിരി ബുദ്ധി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ഓഫ് കിഡ്നി ഈസ് നോട്ട് കോൾഡ് ആസ് റീനൽ കാൽക്കുലി എന്ന് എഴുതിയാലും സ്റ്റേറ്റ്മെന്റ് ശരിയായി. പക്ഷെ ഇതിന് ശരിക്കും ഇതിന്റെ എന്തായി? റീനൽ കാൽക്കുലിക്ക് പകരം ഗ്ലോമറുലോനെഫ്രൈറ്റിസ് എന്ന് മാറ്റിയത്. ഓക്കെ. അടുത്തത് നമ്മുടെ കോക്രോച്ചസ് പോലെയുള്ള ഇൻസെക്ടിനകത്ത് കാണുന്ന എക്സ്ക്രീറ്ററി സ്ട്രക്ചർ ആണ് മാൽഫിജിയൻ ട്യൂബ്യൂൾ. ട്രൂ ഓർ ഫോൾസ്? ട്രൂ. ഓക്കെ, ഗുഡ്. ഇവിടെ നമ്മളോട് കറക്റ്റ് ചെയ്യാൻ പറയുന്നില്ല. കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ചുമ്മാ ട്രൂ ഓർ ഫോൾസ് എഴുതിയാൽ മതി. ഞാൻ പക്ഷെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കറക്റ്റ് ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. GFR എക്സ്പാൻഡ് ചെയ്യുക. GFR എക്സ്പാൻഡ് ചെയ്യൂ. എന്താ GFR? വെരി ഗുഡ്. ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്, അതാണ് GFR. രണ്ടാമത്തെ നോക്കിക്കേ, ഒരു മനുഷ്യന് ഒരു ദിവസം 180 ലിറ്റർ GFR ഉണ്ടാക്കുന്നുണ്ടെങ്കിലും 1.5 ലിറ്റർ യൂറിൻ മാത്രമേ റിലീസ് ചെയ്യുന്നുള്ളൂ. കാരണം ഒറ്റ കാരണമേ ഉള്ളൂ. ദിസ് ഈസ് എ ഷുവർ ചോദ്യം കേട്ടോ, എപ്പോഴും ചോദിക്കുന്നതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് റീഅബ്സോർബ്ഡ്. വെരി ഗുഡ്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഫിൽട്രേറ്റ് ചെയ്ത് നമ്മൾ ആ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റെപ്പില്ലേ യൂറിൻ ഫോർമേഷന്റെ, അതില് നമ്മൾ ഫിൽറ്റർ ചെയ്ത് എടുക്കുന്ന സാധനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഓരോ നിമിഷവും എന്തോരം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഈ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ്. ഇതിനകത്ത് നമ്മളെ സംബന്ധിച്ച് വേസ്റ്റിനേക്കാൾ അധികം നമ്മൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ് ബ്ലഡിൽ. നമ്മൾ കഴിച്ചപ്പോഴും കുടിച്ചപ്പോഴും ഒക്കെ ഇട്ടിട്ടുള്ള സാധനങ്ങളാണ് ബ്ലഡിൽ നിറയുള്ളത് വേസ്റ്റിനേക്കാൾ അധികം. അപ്പൊ ഈ കിട്ടിയ സാധനത്തിന് ഫുള്ള് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കളയാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ നമ്മൾ 24 മണിക്കൂറും ബാത്റൂമിൽ ഇരിക്കേണ്ടി വന്നേനെ. നമ്മൾ എന്ത് ചെയ്യും? അതിൽ 90% ബോഡിയിലോട്ട് തിരിച്ച് റീഅബ്സോർബ് ചെയ്യും. റീഅബ്സോർബ് എന്നുള്ള വാക്ക് ഉത്തരത്തിൽ വരണം. വന്നില്ലേ മാർക്ക് കിട്ടൂല. അപ്പൊ നിങ്ങൾ 90% എഴുതിയാലും 100% എഴുതിയാലും മാർക്ക് കിട്ടൂല. റീഅബ്സോർപ്ഷൻ ഒരു വാക്ക് വരണം. ബോഡി റീഅബ്സോർബ് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് അത് 1.5 ലിറ്റർ ആയിട്ട് കുറഞ്ഞ് നമ്മളുടെ യൂറിൻ 1.5 ലിറ്റർ ആയിട്ട് പുറത്തു വിട്ടു. കേട്ടോ? ദൈവസായിച്ച് നിങ്ങൾക്ക് 1.5 ലിറ്റർ ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല അല്ലേ? ഇനി ഇതിന് ഒറ്റ വേർഡിൽ ഉത്തരം പറയുക. യൂറിനിലെ ഗ്ലൂക്കോസിന്റെ പ്രസൻസ് കാണുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? അതുപോലെ യൂറിനിലെ കീറ്റോൺ ബോഡീസിനെ കാണുന്നതിനെ വിളിക്കുന്ന പേരെന്ത്? എന്താ പറയുക? അറിയോ? വെരി ഗുഡ്. ഗ്ലൂക്കോസിന്റെ പ്രസൻസ് കാണുന്നതിനെ നമ്മൾ ഗ്ലൈക്കോസ്യൂറിയ, കീറ്റോൺ ബോഡീസിനെ കാണുന്നതിനെ നമ്മൾ കീറ്റോൺ യൂറിയ എന്ന് വിളിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇത് അവസ്ഥ ഒരാളുടെ യൂറിനിൽ കൂടെ ഗ്ലൂക്കോസ് പോകുന്നു, അങ്ങനെയാണെങ്കിൽ ഇതൊരു രോഗത്തിന്റെ സിംറ്റം ആണ്. ഏത് രോഗമായിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് എഴുതും? രോഗലക്ഷണമാണ്. രോഗം എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതും? ഗ്ലൂക്കോസ് നഷ്ടപ്പെടുന്നത്. വെരി ഗുഡ്. ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് അല്ലേ? സാധാരണ ഒരു മനുഷ്യന്റെ യൂറിനിൽ കൂടെ ഗ്ലൂക്കോസ് പോകൂല.
പക്ഷേ ഡയബറ്റിസ് ഉള്ള ഒരാളുടെ ബോഡിയിൽ ഗ്ലൂക്കോസ് സ്റ്റോറിങ് നടക്കുന്നില്ല അല്ലെ, ലിവറിൽ മസിലിൽ കൊണ്ടുപോയി സ്റ്റോർ ചെയ്യേണ്ട യൂറിനെ സ്റ്റോർ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് യൂറിനിൽ കൂടെ ഗ്ലൂക്കോസ് നഷ്ടപ്പെട്ടു പോകും. അതിനെയാണ് നമ്മൾ ഈ ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മുടെ കിഡ്നിയുടെ ഫംഗ്ഷനെ റെഗുലേറ്റ് ചെയ്യുന്ന കുറച്ച് ഹോർമോൺസിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. എ കോളത്തില് അവരുടെ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്, ബി കോളത്തില് മാച്ച് ചെയ്യുക. ഇതിനകത്ത് ADHന്റെ ഫംഗ്ഷൻ എന്തിട്ടാ? ADHന്റെ ഫംഗ്ഷൻ എന്തിട്ടാ? ഡബിൾ പാസിന് എത്രയാ മാർക്ക്? എടാ എല്ലാവരും ഡബിൾ പാസ് മേടിക്കണം കേട്ടോ. ഓക്കെ, 32 മാർക്ക് മേടിക്കാം. 32 അല്ലേ? 36 മാർക്ക് മേടിക്കണം. ഓക്കെ ഓക്കെ, 36 മാർക്ക് എങ്ങാനും ഇല്ലെങ്കിൽ അടുത്ത പോലെ നിങ്ങൾ എൻ്റെ അടുത്ത് തന്നെയാ വരാൻ പോണത്, നിങ്ങൾ ഓർത്തോ. ADHനെ നമ്മൾ എന്തായിട്ട് മാച്ച് ചെയ്യും പറയൂ? 2 വാട്ടർ റീഅബ്സോർപ്ഷൻ അല്ലേ. ADH വന്നാൽ യൂറിനിലെ വെള്ളം റീഅബ്സോർബ് ചെയ്യും, അപ്പൊ നമ്മുടെ യൂറിന്റെ ക്വാണ്ടിറ്റി കുറയും. അല്ലെങ്കിൽ നമ്മൾ യൂറിനേറ്റ് ഇപ്പൊ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലെ. ആൻജിയോടെൻസിൻ 2 യെസ് പറയൂ. എന്നാ ആൻജിയോടെൻസിൻ അറിയില്ലെങ്കിൽ ANF പറയൂ, എളുപ്പമുള്ളത് കണ്ടുപിടിക്കാലോ. ANF എന്താ? 4. ഓക്കെ ഗുഡ്. ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യും. ശരി. ആൽഡോസ്റ്റിറോൺ ആൽഡോസ്റ്റിറോൺ 1 അല്ല, റീഅബ്സോർപ്ഷൻ ആണ് കേട്ടോ. ആൻജിയോടെൻസിൻ വാസോ കൺസ്ട്രിക്ടർ ആണ്, നമ്മുടെ ബ്ലഡ് വെസൽ ചുരുങ്ങാൻ സഹായിക്കുന്ന ആളാണ് ആൻജിയോടെൻസിൻ 2. ഓക്കെ, ചുരുങ്ങുക മീൻസ് ബ്ലഡ് പ്രഷർ കൂട്ടുക. ഓക്കെ, ANF എന്ത് ചെയ്യും? ബ്ലഡ് വെസൽസ് വികസിക്കണം, ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നവനാണ് ANF. ഹാർട്ട് ഉണ്ടാക്കുന്നതാണെന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. പിന്നെ ആൽഡോസ്റ്റിറോൺ ഇത് സോഡിയം റീഅബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്ന് വരുന്നതാണ്. ഓക്കെ, അടുത്തത് വേറൊരു ചോദ്യം. ഒരു ചൂടുള്ള ദിവസത്തില് നമ്മളുടെ ബോഡിയിൽ ADH കൂടുതലായിരിക്കോ കുറവായിരിക്കോ? എക്സ്പ്ലെയിൻ ചെയ്യുക. ചൂടുള്ള ദിവസം ബോഡിയിൽ ADH കൂടുതലായിരിക്കോ കുറവായിരിക്കും? എന്ത് തോന്നുന്നു? കൂടുതൽ ആയിരിക്കോ കുറവായിരിക്കോ? കുറവായിരിക്കോ? ഏബലെ എന്തായിരിക്കും? കൂടുതൽ ആയിരിക്കും. ചൂടുള്ള ദിവസത്തില് ഓൾറെഡി നിങ്ങളുടെ ബോഡിയിൽ നിന്ന് എന്ത് പറ്റുന്നുണ്ട്? വിയർപ്പിക്കൂടെ ഒരുപാട് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് ഇവൻ ഈ ADH ഇല്ലാതെ കുറഞ്ഞു പോയി വിചാരിക്കുക, ADH ഇല്ല നമ്മുടെ ബോഡിയിൽ വിചാരിക്കുക. അപ്പൊ എന്ത് പറ്റും? ഉള്ള വെള്ളം യൂറിനിൽ കൂടെ കുറേ പോകും. അപ്പൊ നമ്മൾ ആകെ ഡീഹൈഡ്രേറ്റഡ് ആയി പോവില്ലേ ഇല്ലേ. അപ്പൊ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾക്ക് ചൂട് കാലത്ത് ചൂടുള്ള സമയത്ത് ADHന്റെ വാല്യൂ ഭയങ്കര കൂടുതലായിരിക്കും. സോ ADH എന്ത് ചെയ്യും? പിശുക്കി മാത്രമേ വെള്ളത്തിന് എന്ത് ചെയ്യുള്ളൂ? പുറത്തോട്ട് വിടുകയുള്ളൂ. വളരെ കുറച്ച് വെള്ളം മാത്രമാണ് യൂറിനിൽ കൂടെ പോകുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചറിയാൻ വെച്ചാൽ നിങ്ങളിപ്പോ യൂറിനേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഡാർക്ക്, സാധാരണ ആംബർ കളർ അല്ലേ നമ്മളുടെ യൂറിൻ, ലൈറ്റ് യെല്ലോ കളറാണ് യൂറിൻ. പക്ഷെ ഇപ്പൊ നിങ്ങൾ യൂറിനേറ്റ് ചെയ്യുമ്പോൾ നല്ല യെല്ലോ കളർ ആയിരിക്കും. വൈ? കാരണം അവിടെ വേസ്റ്റ് കൂടുതലും വെള്ളം കുറവാണ്. വെള്ളം കുറഞ്ഞു കാരണം ADH നിങ്ങളുടെ ബോഡിയിൽ ഉള്ളതുകൊണ്ട് വെള്ളത്തിന് ഫുള്ളി സ്റ്റോർ ചെയ്തു. ഇനി ഇത് ഈ ഹോട്ട് ഡേ മാറ്റി കോൾഡ് ഡേ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് എഴുതുക? ADH കുറവായിരിക്കും, കാരണം നമ്മൾ വേർക്കുന്നില്ല, പ്ലസ് നമ്മളുടെ എൻവയോൺമെന്റ് സ്കൂൾ. അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ബോഡിയിൽ വെള്ളം കൺസർവ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് തണുപ്പും കൂടെ ഒക്കെ ആയതുകൊണ്ട് നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? യൂറിനിൽ കൂടെ വെള്ളം നഷ്ടപ്പെടുത്തി കളയാൻ ചെയ്യും. ഓക്കെ, ഒരു ചോദ്യം കൂടെ, ലാസ്റ്റ് വൺ. നമ്മളെ ബോഡിയിൽ കൗണ്ടർ കറണ്ട് മെക്കാനിസത്തിന് ഭയങ്കര വലിയ റോൾ ഉണ്ട് അല്ലെ. കൗണ്ടർ കറണ്ട് മെക്കാനിസം കാണുന്ന കിഡ്നിയിലെ 2 റീജിയൻസിന്റെ പേരെന്ത്? ആൻഡ് കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്ന് പറഞ്ഞാൽ എന്ത്? എന്തുട്ടാ? എവിടെയാ 2 റീജിയൻസ്? കൗണ്ടർ കറണ്ട് മെക്കാനിസം കാണുന്ന 2 റീജിയൻസ് വാസാറക്ടയും ലെൻലീസ് ലൂപ്പും. വെരി ഗുഡ്. എന്താ കൗണ്ടർ കറണ്ട് മെക്കാനിസം? വേറെ ഒന്നുമില്ല, നമ്മൾ ഈ 2 കുഴലുകളിൽ കൂടെ പാസ് ചെയ്തു പോകുന്ന ഫിൽട്രേറ്റിന്റെ ഡിറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും, ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പോകുന്നു. അപ്പൊ ഇവിടെയുള്ള കറണ്ട്, ദാറ്റ് മീൻസ് ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ്, കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഫ്ലോ ഓഫ് ഫിൽട്രേറ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും. ആ ഓപ്പോസിറ്റിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൗണ്ടർ എന്നൊരു വാക്ക് കൊടുത്തേക്കുന്നത്. ഇതാണ് കൗണ്ടർ കറണ്ട് മെക്കാനിസം. ഒരെണ്ണം കൂടെ,
ഇത് ഫില്ല് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞ റാസ്, റെനിൻ, ആൻജിയോടെൻസിൻ, ആൽഡോസ്റ്റിറോൺ. നമ്മളുടെ ഗ്ലോമറുലാർ ഫിൽട്രേഷൻ റേറ്റ് കുറഞ്ഞപ്പോ ജക്സ്റ്റാ ഗ്ലോമറുലാർ സെൽസ് എന്തോ ഒരു ഹോർമോൺ ഉണ്ടാക്കും. എന്ത് ഹോർമോൺ? ആ റാസ് എന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾ, അപ്പൊ നിങ്ങൾക്ക് ഓർഡറിൽ എഴുതാൻ പറ്റും. ആദ്യം ഉണ്ടാക്കുന്ന ഹോർമോൺ ആണ് എയിൽ എഴുതേണ്ടത്. എന്തുണ്ടാക്കും? റെനിൻ ഉണ്ടാക്കും. വെരി ഗുഡ്. എന്നിട്ട് അത് ആൻജിയോടെൻസിൻ പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് എന്തായിട്ട് മാറും? എത്ര ടൈപ്പ് ആൻജിയോടെൻസിൻ ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. വെരി ഗുഡ്. ഇവിടെ ഓൾറെഡി ആൻജിയോടെൻസിൻ 2 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ ബിയിൽ എന്താ വരിക? ആൻജിയോടെൻസിൻ 1. വെരി ഗുഡ്. പിന്നെ അതിനോടൊപ്പം അഡ്രിനലിന്റെ കോർട്ടെക്സ് ഒരു ഹോർമോൺ ഉണ്ടാക്കും. അതാണ് സി. ഏത് ഹോർമോൺ? റെനിൻ, ആൻജിയോടെൻസിൻ, എന്ത് സിസ്റ്റം എന്നാ പറഞ്ഞേ? ആൽഡോസ്റ്റിറോൺ. അപ്പൊ സിയിൽ എന്ത് പറ്റും? ആൽഡോസ്റ്റിറോൺ എഴുതും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളുടെ ഇവിടെ GFR കുറഞ്ഞു എന്ന് ഓർത്തേനെ. ഫോൾ ഇൻ GFR എന്ന് വെച്ചാൽ GFR കുറഞ്ഞു. ഇതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്ക് എന്ത് പറ്റും? റൈസ് ഇൻ GFR അല്ലെ? GFR കൂടും എന്നാവും. ഓക്കെ. ഈ ചാപ്റ്ററിൽ ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, പക്ഷെ ഇതന്നെ പറഞ്ഞുകൊണ്ടിരുന്ന സമയം ഉണ്ടാവില്ല. നമ്മളിപ്പോ ഒരു കുഞ്ഞു ബ്രേക്ക് എടുക്കുന്നു. വന്ന ശേഷം ബാക്കി 3 ചാപ്റ്റേഴ്സ്. ഓക്കെ ഓക്കെ തിരിച്ചു വരാം. ഒരു ഞെട്ടിക്കുന്ന വിവരം പറയട്ടെ. നിങ്ങൾ ഞെട്ടിയൊന്നും എനിക്കറിയില്ല, ഞാനിപ്പോ ഞെട്ടിയുള്ളേ. അതുകൊണ്ട് ഞെട്ടിക്കുന്ന വിവരം പറയട്ടെ. എല്ലാരും വീഡിയോ ഓൺ ചെയ്യൂ. നാളെ രാവിലെയും ക്ലാസ് ഉണ്ട്. സന്തോഷായില്ലേ? ഇപ്പൊ രാവിലെ എന്നിട്ടും വരിക കണിയാണ്. ഓക്കെ ഓക്കെ. അപ്പോ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെന്റ് അതാണ് അടുത്ത ചാപ്റ്റർ. ഓക്കെ. അപ്പോ ഇതിൽ നമ്മൾ പഠിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ടൈപ്സ് ഓഫ് മൂവ്മെന്റ്. ഇതൊക്കെ ഭയങ്കര സിമ്പിൾ ആണല്ലോ. ടൈപ്സ് ഓഫ് മൂവ്മെന്റ് ഒക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ടൈപ്പ് ഓഫ് മസിൽസ് ഇത് പഠിക്കണം. ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണെങ്കിലും ചോദിക്കുന്നതാണ്. നമ്മളെ 2 ടൈപ്പ് ഓഫ് മസിൽസ് ഉണ്ട്. ഒന്ന് സ്കെലിറ്റൽ സ്മൂത്ത് കാർഡിയക് മസിൽ, ഒന്ന് റെഡ് മസിൽ, വൈറ്റ് മസിൽ. അങ്ങനെ 2 ടൈപ്പ് മസിൽസ് ആണുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ടൈപ്സ് ഓഫ് മസിൽസ് ഓർത്ത് വെച്ചേക്കണം. പ്രത്യേകിച്ച് റെഡ് ആൻഡ് വൈറ്റ് മസിൽ അത് എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ട് കേട്ടോ. പിന്നെ സ്കെലിറ്റൽ മസിലിന്റെ സ്ട്രക്ചർ, അതിനകത്ത് കുറച്ച് വേർഡ്സ് പറയാനല്ലേ. ഫെസിയ, ഫെസിക്കൽസ്, സാർക്കോമിയർ, എച്ച് ലൈൻ, എം ലൈൻ, അങ്ങനെ കുറേ കുന്തം പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചേക്കണം? ഓർത്ത് വെച്ചേക്കണം. എന്ന് വെച്ചാൽ ആക്റ്റിൻ, മയോസിൻ ആണ് 2 കോൺട്രാക്റ്റൈൽ പ്രോട്ടീൻസ്. ഇത് രണ്ടിന്റെയും സ്ട്രക്ചർ പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ മയോസിൻ ആണെന്നുണ്ടെങ്കിൽ ഹെവി മീറോമയോസിൻ, ലൈറ്റ് മീറോമയോസിൻ. പിന്നെ അത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നു. അവിടെ 2 ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റും 2 ATP ബൈൻഡിങ് സൈറ്റും. മറ്റേ ലൈക്ക് ആക്ടിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ട്രോപ്പിൻ, ട്രോപ്പോണിൻ, ട്രോപ്പോമയോസിൻ, G ആക്ടിൻ, F ആക്ടിൻ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറയുന്നുണ്ട് അല്ലെ. ഒരുപാട് G ആക്ടിനുകൾ ചേർത്ത് വെച്ചിട്ട് F ആക്ടിൻ ഉണ്ടാക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ പറയണില്ലേ. അപ്പൊ ആ സ്ട്രക്ചറൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചേക്കണം? ഓർക്കണം. പിന്നെ നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറിയാണ് സ്ലൈഡിങ് ഫിലമെന്റ് തിയറി എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ സ്കെലറ്റൽ സിസ്റ്റം, കംപ്ലീറ്റ് സ്കെലറ്റൽ സിസ്റ്റം പഠിക്കുക. 206 എല്ലുകൾ എവിടെ എങ്ങനെ വെച്ചിരിക്കുന്നു, പ്ലസ് ഓരോന്നിന്റെ പേര്. ഇതിന് ഇടയ്ക്ക് എന്തെങ്കിലും ചെറിയ ക്യാവിറ്റിയുടെ പേരുകളോ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, പാസറ്റാബുലം, ഗ്ലെനോയിഡ് ക്യാവിറ്റി എന്നൊക്കെ പറയുന്നില്ലേ, അങ്ങനത്തെ ക്യാവിറ്റീസിന്റെ പേരൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതടക്കം പഠിച്ചു വെക്കുക. പ്ലസ് എണ്ണം. ഇപ്പൊ തലയിൽ എത്ര എണ്ണം ഉണ്ട് ടോട്ടൽ. ഇപ്പൊ നിങ്ങൾ പലരും എഴുതുക തലയിൽ ഡിഫറെന്റ് നമ്പേഴ്സ് ആയിരിക്കും. പക്ഷെ തലയോട്ടി, ഫേഷ്യൽ ആയിട്ടുള്ള ബോൺസ്, ഹയോയിഡ് ബോൺ, ചെവിയിലെ ബോൺസ് എല്ലാം കൂടെ മൊത്തത്തിൽ കൂട്ടിയിട്ടാണ് നമ്മൾ തലയുടെ ഫുള്ള് സ്കൾ എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. അപ്പൊ ഫുൾ നമ്പേഴ്സ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ജോയിന്റ്സ് ഒരു 3-4 ടൈപ്പ് ജോയിന്റ് പറയുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഇത് പിവറ്റ് ജോയിന്റ്സ്, കയ്യിലുള്ളത് ഹിഞ്ച് ജോയിന്റ്, ഷോൾഡറിലുള്ളത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. അങ്ങനെ ഓരോ ടൈപ്പ് ജോയിന്റും അതിന്റെ ഫംഗ്ഷനും പഠിച്ചു വെക്കണം. പിന്നെ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, മൂവബിളും ഇമ്മൂവബിൾ ആയിട്ടുള്ള ജോയിന്റ്സ് എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് അല്ലെ. ഫൈബ്രസ് ആയിട്ടുള്ള ജോയിന്റ്സ്, നമ്മുടെ തലയോട്ടി ഇരിക്കുന്നതൊക്കെ ഇമ്മൂവബിൾ ആയിട്ടുള്ള ഫൈബ്രസ് ജോയിന്റ്സ് ആണ് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നില്ലേ. അപ്പൊ ആ ഒരു കാര്യം ഓർത്ത് വെച്ചേക്കണം. പിന്നെ അതുപോലെ തന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ്, കുറച്ചധികം ഡിസീസസ് പറയുന്നുണ്ട് അല്ലെ. ഗൗട്ട്, ആർത്രൈറ്റിസ്. നമ്മളുടെ യൂറിക് ആസിഡ് കാലിന്റെയും അതുപോലെയുള്ള സ്ഥലത്തൊക്കെ ജോയിന്റ്സിൽ അടിഞ്ഞു കൂടുമ്പോഴാണ് അത് ഗൗട്ട് ആവുക. ചുമ്മാ ഇൻഫ്ലമേഷൻ ജോയിന്റ്സിൽ വരുമ്പോൾ അത് ആർത്രൈറ്റിസ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മസിലിന്റെ ബോണിന്റെ മാസ് കുറയുമ്പോൾ ഉണ്ടാവുന്നതാണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെ. മയസ്തേനിയ ഗ്രാവിസ്, അങ്ങനെ കുറച്ച് അസുഖങ്ങളുടെ പേര് പറയുന്നുണ്ട്. അപ്പൊ ആ അസുഖങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്ത് വെച്ചേക്കണം? ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഓക്കെ.
ഫസ്റ്റ് ചോദ്യം വന്നിട്ട് 2 ടൈപ്പ് മസിൽ ഫൈബേഴ്സ് ആണ് ഉള്ളത്. റെഡ് ഫൈബേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റ് ഫൈബേഴ്സ് ഉണ്ട്. മസിൽ ഫൈബേഴ്സിന് റെഡ് കളർ കൊടുക്കുന്ന സാധനത്തിന്റെ പേരെന്ത്? ആൻഡ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. റെഡ് കളർ കൊടുക്കുന്ന സാധനത്തിന്റെ പേരെന്താ? ബ്ലഡിന് റെഡ് കളർ കൊടുക്കുന്ന പോലെ തന്നെ മസിലിന് റെഡ് കളർ കൊടുക്കുന്ന സാധനമുണ്ട് അല്ല, അതെന്തിട്ടാ? മയോഗ്ലോബിൻ. വെരി ഗുഡ്, വെരി ഗുഡ്. മയോഗ്ലോബിൻ ആണ് ആൻസർ. ഇനി റെഡ് ഫൈബറും വൈറ്റ് ഫൈബറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഇതിൽ ആരാണ് കുറച്ചും കൂടെ കാര്യക്ഷമമായിട്ടുള്ള മസിൽ? നന്നായിട്ട് ഇങ്ങനെ പെട്ടെന്ന് ഫെറ്റീഗ് ആവാതെ വേർക്കുന്ന ലൈക്ക് ഒത്തിരി അങ്ങോട്ട് കഷ്ടപ്പെടാത്ത, ഒത്തിരി അങ്ങോട്ട് ക്ഷീണിക്കാത്ത മസിൽ ഏതാ? റെഡ് മസിൽ അല്ലെ? വെരി ഗുഡ്. അപ്പൊ റെഡ് മസിലും വൈറ്റ് മസിലും നമ്മൾ വിളിക്കുന്നതിന്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് രണ്ടുപേരിലുള്ള മയോഗ്ലോബിന്റെ അളവ് കൊണ്ടിട്ടാണ്. റെഡ് ഫൈബറിനകത്ത് നിറയെ മയോഗ്ലോബിൻ ഉണ്ട്, വൈറ്റിൽ മയോഗ്ലോബിൻ കുറവാണ്. അപ്പൊ മയോഗ്ലോബിൻ കൂടുതലുള്ളതുകൊണ്ട് ഇവിടെ മൈറ്റോകോൺട്രിയ കൂടുതലായിരിക്കും, അതുകൊണ്ട് ഇതിന്റെ എനർജി വർക്കിംഗ് ഒക്കെ കൂടുതലായിരിക്കും. അത് ഭയങ്കരമായിട്ട് ക്ഷീണിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറവാ, സ്ലോ ആയിട്ടായിരിക്കും അത് ക്ഷീണിക്കുന്നത്. ഫെറ്റീഗ് കുറവുള്ള മസിൽസ് ആണ് ഈ റെഡ് മസിൽസ് അല്ലെങ്കിൽ റെഡ് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. വൈറ്റ് മസിൽസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ മയോഗ്ലോബിൻ കുറവാ, മൈറ്റോകോൺട്രിയയും കുറവാ, അതുകൊണ്ട് അവർ എന്ത് പറ്റും? അനേറോബിക് മസിൽസ്. അപ്പൊ പെട്ടെന്ന് തന്നെ ഫെറ്റീഗ് ആവും, നമ്മൾക്ക് പെട്ടെന്ന് തന്നെ പെയിൻ ഒക്കെ ഫീൽ ചെയ്യും. അവർ ഇച്ചിരി ഒരു വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പെയിൻ ഒക്കെ വന്നു തുടങ്ങും. പിടികിട്ടിയോ? അപ്പൊ അതൊന്ന് ഓർക്കണം. ഈ റെഡ് മസിലും വൈറ്റ് മസിലും സ്ഥിരമായിട്ട് 2 മാർക്സിനൊക്കെ ചോദിക്കുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വന്നിട്ട് മസിൽ കോൺട്രാക്ഷന്റെ സമയത്ത് ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നുണ്ട്. ഈ ഫോം ചെയ്യുന്ന പ്രോസസ്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് വരയ്ക്കുക എന്നുള്ളതാണ്. മസിൽസ് കോൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ മയോസിന്റെ ഹെഡില് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റുകൾ ഉണ്ട് അല്ലെ? ആ ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റിൽ വന്നിട്ട് ആക്റ്റിനുമായിട്ട് അത് എന്ത് ചെയ്യണം? അറ്റാച്ച് ചെയ്യണം. അതിനുവേണ്ടി ഈ മയോസിന്റെ ഹെഡ് പോർഷൻ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പുള്ള് ചെയ്യുന്ന അവസ്ഥേനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ക്രോസ് ബ്രിഡ്ജ് അല്ലെങ്കിൽ ക്രോസ് ആം എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നത്. അത് ഫോം ചെയ്യുന്നത് എങ്ങനെയാന്നുള്ളതാ ചോദ്യം. ഞാനിവിടെ ഫ്ലോ ചാർട്ടായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. നമ്മളെ ന്യൂറോമസ്കുലർ ജംഗ്ഷനിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെ എത്തും? ഈ പറയുന്ന സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ എത്തും. അപ്പോഴാണ് കാൽസ്യത്തിന്റെ അയോൺ റിലീസ് ചെയ്യുക. ഇവിടെ നിന്നാണ് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലെ കാൽസ്യം അയോൺസിന്റെ അളവ് കൂടുന്ന സമയത്ത് ട്രോപ്പോണിന്റെ ആ ഒരു ലൈക്ക് ഈ പറയുന്ന നമ്മുടെ മയോസിൻ ഉണ്ടല്ലോ, അതിന്റെ ആക്റ്റീവ് സൈറ്റിനകത്തോട്ട് ഇത് എക്സ്പോസ്ഡ് ആകും. ഈ ട്രോപ്പോണിന് എക്സ്പോസ്ഡ് ആകും ആൻഡ് അതുമായിട്ട് ബൈൻഡ് ചെയ്യും. ആക്റ്റിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്ന സൈറ്റ് അവിടെ ഉണ്ട്. അങ്ങനെയാണ് മയോസിനും ആക്റ്റിനും തമ്മിൽ എന്ത് ഫോം ചെയ്യുന്നത്? ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുന്നത്. പിന്നീട് അത് എന്തിലേക്ക് നയിക്കും? മസിൽ കോൺട്രാക്ഷനിലേക്ക് നയിക്കും. നിങ്ങൾ ഈ CA2+ മുതൽ ക്രോസ് ബ്രിഡ്ജ് വരെ എഴുതിയാലും ഇനഫാണ്. ന്യൂറോ ട്രാൻസ്മിറ്റർ വരുന്നത് മുതൽ എഴുതണമെന്ന് നിർബന്ധമല്ല. ഇത്രയും ഓർക്കേണ്ട കാര്യമുള്ളൂ. ആക്റ്റിൻ വന്നിട്ട് ആക്റ്റിൻ ബൈൻഡിങ് സൈറ്റിൽ അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ്, അതാണ് ഈ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യുക എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. കാൽസ്യത്തിന്റെ അയോണിൽ വ്യത്യാസം വരുമ്പോഴത്തേക്കുമാണ് അത് കൃത്യമായിട്ട് ബൈൻഡ് ചെയ്യുന്നതും. പിന്നെ ഇവിടെ ATPയുടെ ഹൈഡ്രോളിസിസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, കാരണം എനർജി യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അല്ലെ? അപ്പൊ അങ്ങനെയും കൂടി ഉണ്ട്. അത് സ്പെസിഫൈ ചെയ്തില്ലെങ്കിലും വിഷയമില്ല. ഓക്കെ, പിന്നെ നമ്മളെ മസിൽ കോൺട്രാക്ഷന് സഹായിക്കുന്നത് കാൽസ്യം അയോണിന്റെ കൂടിയ കോൺസെൻട്രേഷൻ ആണ്. അതെങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. കാൽസ്യത്തിന്റെ കോൺസെൻട്രേഷൻ കൂടിയാൽ മാത്രമേ ഇത് നടക്കുള്ളൂ, അല്ലെങ്കിൽ ഇത് നടക്കൂല. മസിൽ കോൺട്രാക്ഷന്റെ സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി പറയുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് പോയിന്റ്, എന്റെ നോട്ട്സ് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് പോയിന്റ് എഴുതിയിരിക്കുന്നത് എന്താ? ഇൻക്രീസ്ഡ് കാൽസ്യം അയോൺസ്. കാൽസ്യം അയൺസിന്റെ എണ്ണം കൂടി എന്നുള്ളതാണ്. എന്താ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സാർക്കോപ്ലാസം, മസിലിന്റെ സൈറ്റോപ്ലാസം ആണ് സാർക്കോപ്ലാസം. അവിടെ കാൽസ്യത്തിന്റെ അയോൺസ് കൂടുമ്പോഴത്തേക്കും ഇത് എന്ത് ചെയ്യും? മസിൽ കോൺട്രാക്ഷനിലോട്ട് ലീഡ് ചെയ്യും. എങ്ങനെ? ട്രോപ്പോണിനകത്ത് ഈ ലൈക്ക് നമ്മളുടെ ആക്റ്റിന്റെ സ്ട്രക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. എഫ് ആക്ടിൻ, ജി ആക്ടിൻ, ട്രോപ്പോണിൻ, ട്രോപ്പോമയോസിൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ? ബൈൻഡിങ് സൈറ്റ് ഉണ്ടല്ലോ, ആക്റ്റിൻ ഫിലമെന്റിന്റെ ബൈൻഡിങ് സൈറ്റിന് ട്രോപ്പോമയോസിൻ നീങ്ങുന്നു ആൻഡ് മയോസിന്റെ ഹെഡ് ചെന്ന് നേരെ ആരായിട്ട് ബൈൻഡ് ചെയ്യും? ആക്റ്റിനായിട്ട് ബൈൻഡ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് ബ്രിഡ്ജ് ഉണ്ടാകും. ക്രോസ് ബ്രിഡ്ജിൽ എന്ത് പറ്റുന്നു? ഈ ആക്റ്റിനെ പിടിച്ച് വലിക്കുകയാണ് ചെയ്യുക. അപ്പൊ ആക്റ്റിൻ മയോസിന്റെ മുകളിലോട്ട് ഇങ്ങനെ സ്ലൈഡ് ചെയ്ത് കയറിപ്പോവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റിൻ ഫിലമെന്റിന്റെ ഷോർട്ടനിങ് ആണ് സംഭവിക്കുന്നത്. മയോസിൻ ആക്റ്റിനെ പിടിച്ച് വലിച്ചിട്ട് എന്ത് പറ്റുന്നു? മസിലിനകത്ത് ഈ ആക്റ്റിൻ എന്ന് പറയുന്ന മസിൽ ഫിലമെന്റ് എന്ത് പറ്റും? ഷോർട്ടൻ ആയി പോവാണ്. ആ ഒരു പ്രവൃത്തിയാണ് നമ്മൾ മസിൽ കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ മുതൽ പറയുന്ന ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യണം, പിടിച്ചു വലിക്കണം, ഇതൊക്കെ നടക്കുക. അപ്പൊ ക്രോസ് ബ്രിഡ്ജ് ഫോം ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടാവണം? ഈ പറയുന്ന കാൽസ്യം അയോൺസിന്റെ റിലീസ് കാരണം മാസ്കിംഗ് ഒക്കെ നടന്നിട്ടുണ്ടാവണം. ആക്റ്റിനിൽ കുറച്ച് സാധനത്തെ മാസ്ക് ചെയ്യണം, കുറച്ച് സാധനത്തിന്റെ മാസ്കിംഗ് പോകണം.
ഇതെല്ലാം സംഭവിച്ചാലാണ് ക്രോസ് ബ്രിഡ്ജിലൂടെ എന്തുണ്ടാവുള്ളൂ, മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കാൽസ്യത്തിന്റെ അയോൺസ് ആണ് മസിൽ കോൺട്രാക്ഷനെ ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. ആ ഒരു രീതിക്ക് വേണം ആൻസർ എഴുതാനായിട്ട്. ഓക്കെ. പിന്നെ ഇവിടെ അപ്പൻഡിക്കുലാർ സ്കെലിട്ടണിലുള്ള കുറച്ച് ബോൺസിന്റെ പേര് തന്നിട്ടുണ്ട്. ക്ലാവിക്കിൾ, ഹ്യൂമറസ്, ടിബിയ, പറ്റല്ല, സ്കാപ്പുല. ഇത്രയും ബോൺസ് ആണ് തന്നേക്കുന്നത്. ഇതില് പെക്ടറൽ ഗേർഡിൽ കാണുന്ന ബോൺ ഏത്? പെക്ടറൽ ഗേർഡിൽ എവിടെയാ? ഇവിടെയാ. തോൾ വലയമാണ് പെക്ടറൽ ഗേർഡിൽ. അപ്പൊ പെക്ടറൽ ഗേർഡിൽ കാണുന്ന ബോൺ ഏതാ? 2 ബോൺസ്. രണ്ട് ബോൺസേ ഉള്ളൂ ഇവിടെ. ഫ്രണ്ടിൽ ഒരെണ്ണം, ബാക്കിൽ ട്രയാങ്കിൾ ഷേപ്പിൽ ഒരെണ്ണം. യെസ്, വെരി ഗുഡ്. ക്ലാവിക്കളും സ്കാപ്പുലയും ഹ്യൂമറസും ഇതൊക്കെ നമ്മളുടെ കയ്യിലും കാലിലെയാണ്. പെറ്റല്ല നമ്മുടെ മുട്ടിന്റെയുമാണ്. അപ്പോ ക്ലാവിക്കളും സ്കാപ്പുലയുമാണ് 2 ബോൺസ്. ഫ്രണ്ടിൽ ഇവിടെ ഇരിക്കുന്ന ബ്യൂട്ടി ബോൺ എന്നൊക്കെ പറയും നമ്മൾ അതിനെ. ആ ഫ്രണ്ടിൽ ഇരിക്കുന്ന ബോണാണ് ക്ലാവിക്കിൾ എന്ന് പറയുക. പുറകിൽ നമ്മൾ ഈ കൈ വെക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന ഒരു ബോൺ ഉണ്ട്. ആ ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന ബോണാണ് സ്കാപ്പുല. ഓക്കെ. പിന്നെ നമ്മളുടെ ഇവിടെ ഒരു ചെറിയൊരു ക്യാവിറ്റി പോലെ ഉണ്ട്. ആ ക്യാവിറ്റിയിലോട്ടാണ് ഈ ഒരു ബോൺ കയറിയിരിക്കുക. അതുപോലെ തന്നെ പെൽവിക് ഗേർഡിലും നമ്മുടെ തൈ ബോൺ ആയിട്ടുള്ള ഫെമറും ഈ പെൽവിക് ഗേർഡിൽ ഇരിക്കുന്ന കോക്സൽ ബോൺസ് ഇല്ലേ, അവരും തമ്മിൽ ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ക്യാവിറ്റി ഉണ്ട്. ആ ക്യാവിറ്റിയുടെ പേര് എന്താന്ന് ഓർമ്മയുണ്ടോ? അസെറ്റാബുലം. ഗ്ലെനോയിഡ് ക്യാവിറ്റി ഇവിടെയാണ്. അസെറ്റാബുലം ആണ് ഇവിടെ ഉള്ളത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തൈബോൺ അല്ലേ? തൈബോണും പെൽവിക് ഗേർഡിലും തമ്മിൽ യോജിക്കുന്ന തരത്തിലുള്ള ക്യാവിറ്റി. കേട്ടോ? അത് അസെറ്റാബുലം ആണ്. ഇവിടെയാണ് ഗ്ലെനോയിഡ് ക്യാവിറ്റി ഇരിക്കുക. നമ്മുടെ ഈ ഒരു ബോൺ കയറി ഇരിക്കുന്നതാണ് ഗ്ലെനോയിഡ് ക്യാവിറ്റിയിലോട്ട്. ഓക്കെ. അടുത്തത് നമ്മളെ മസിൽ കോൺട്രാക്ഷനിൽ മസിൽസ് ഷോർട്ടറും അതുപോലെ തന്നെ തിക്കറും ആകും. പക്ഷെ മസിലിന്റെ വോള്യൂം സെയിം ആയിട്ട് തന്നെ റിമൂവ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. മസിൽ കോൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തിയറി ഏത്? മസിൽ കോൺട്രാക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന 2 കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ഏത്? മസിൽ കോൺട്രാക്ഷന്റെ തിയറിയുടെ പേര് എന്നിട്ടാ? ഇങ്ങനെയാ ചോദ്യം വരണമെങ്കിൽ എളുപ്പമാണ്. മസിൽ കോൺട്രാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വന്നാലാണ് പണി. ചിലപ്പോൾ നിങ്ങൾക്ക് മസിൽ കോൺട്രാക്ഷൻ നടക്കുന്നതിന്റെ സ്റ്റെപ്പുകൾ തന്നിട്ടുണ്ടാവും. ഓർഡർ തിരിച്ചു തന്നിട്ട് അത് ഓർഡറിലാക്കുക എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും ചോദിക്കുക. കേട്ടോ? പറയൂ, മസിൽ കോൺട്രാക്ഷന്റെ തിയറി ഏതാ? സ്ലൈഡിംഗ് ഫിലമെന്റ് തിയറി. പിന്നെ 2 കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ഏതാ? കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞാൽ കോൺട്രാക്ഷന് വിധേയമാകുന്ന പ്രോട്ടീൻസ്. കോൺട്രാക്ടൈൽ പ്രോട്ടീൻസ് ഏതാ? ആക്റ്റിൻ, മയോസിൻ. 2 പ്രോട്ടീൻസേ ഉള്ളൂ. സ്കെൽട്ടൽ മസിലിൽ കാണുന്ന 2 പ്രോട്ടീൻസ് ആണ് ആക്റ്റിനും മയോസിൻ. കേട്ടോ? അടുത്ത ചോദ്യം, ഹ്യൂമൻസില് ചില റിബ്സ്, എല്ലാ റിബ്സും ഇല്ല, കാരണം റിബ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. ട്രൂ റിബ്സ്, ഫാൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരിലും ഇല്ല. മോസ്റ്റ്ലി ട്രൂ റിബ്സില് റിബ്സ് ബൈസെഫാലിക് ആണ്. എന്തുകൊണ്ട്? റിബ് കേജിന്റെ ഡിഫറെന്റ് കോമ്പോണൻസും എഴുതുക. പറയാൻ പറ്റോ? ബൈസെഫാലിക് ആവുന്നത് എന്തുകൊണ്ടിട്ടാണ്? ബൈസെഫാലിക്. ആദ്യത്തെ 7 എണ്ണമാണ് ട്രൂ റിബ്സ് അല്ലെ? 8ഉം 9ഉം ഫാൾസ് റിബ്സ് ആണ്. 10, 11, 12 ഫ്ലോട്ടിംഗ് റിബ്സ് ആണ്. യെസ്, ബൈസെഫാലിക് എന്ന് പറയാനുള്ള കാരണം റിബ്സില് ഇവനീ പറഞ്ഞ ഈ ട്രൂ റിബ്സ് ഉണ്ടല്ലോ, ഈ ട്രൂ റിബ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ഫ്രണ്ടിലും ബാക്കിലും കണക്ഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ? അങ്ങനെ ഫ്രണ്ടില് കണക്ഷൻ ഉള്ളതുകൊണ്ടും ബാക്കിൽ കണക്ഷൻസ് ഉള്ളതുകൊണ്ടും 2 കണക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുക? ബൈസെഫാലിക് എന്ന് പറഞ്ഞിട്ട് വിളിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കേട്ടോ? നമ്മൾ തലയില് കോർപ്പറ ക്വാഡ്രിജമിൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ഇല്ലേ? അവിടെയും നമ്മൾ പറയുന്നുണ്ട് 4 എണ്ണത്തിന്റെ ഒരു കഥ. അതുപോലെ തന്നെയാ ഇത്. കേട്ടോ? അപ്പൊ ഇവിടെ 2 ആർട്ടിക്കുലേഷൻ സർഫസുകൾ ഉണ്ട്. ഒരെണ്ണം ഫ്രണ്ടിൽ സ്റ്റേണോ ആയിട്ട്, ഫ്രണ്ടില് ഈ റിബ് അറ്റാച്ച് ചെയ്യുന്നത് സ്റ്റേണോ ആയിട്ടും ബാക്കിൽ അറ്റാച്ച് ചെയ്യുന്നത് വെർട്ടിബ്രൽ കോളം ആയിട്ടാണ്. അപ്പൊ 2 ആർട്ടിക്കുലേറ്റിംഗ് സർഫസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ ബൈസെഫാലിക് എന്ന് വിളിക്കുക. റിബ് കേജിന്റെ കോമ്പോണൻസ് ചോദിച്ചാൽ എന്ത് എഴുതും? റിബ് കേജിന്റെ കോമ്പോണൻസ് ചോദിച്ചാൽ എന്ത് എഴുതും? റിബ്സ് ഉണ്ട്, 12 പെയർ ഓഫ് റിബ്സ് ഉണ്ട്. അതൊക്കെ. പിന്നെ നിങ്ങൾക്ക് എന്ത് എഴുതാം? ഫ്രണ്ടിൽ ഒരു സ്റ്റേർണം ഉണ്ട് അല്ലെ? കേജ് ആണ്, ഫുൾ കേജിന്റെ സ്ട്രക്ചർ അവർ ചോദിക്കണേ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതെങ്ങനെ കേജ് ആവുന്നു എന്നുള്ളത് നിങ്ങൾ എഴുതണം. സൈഡിലാണ് റിബ്സ് ഇരിക്കുന്നത്, ഫ്രണ്ടിൽ എന്തുണ്ട്? സ്റ്റേർണം ഇരിപ്പുണ്ട്, പുറകിൽ എന്തിരിപ്പുണ്ട്? തൊറാസിക് വെർട്ടിബ്രേ അല്ലെ?
ഈ വെർട്ടിബ്രേ പഠിക്കുമ്പോൾ അതിനകത്ത് പല പല ടൈപ്പ് വെർട്ടിബ്രേ എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അതിൽ തൊറാസിക് വെർട്ടിബ്രേ ഉണ്ട്. ആ തൊറാസിക് വെർട്ടിബ്രേ ആണ് നമ്മുടെ റിബ്സിനെ പുറകിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ തൊറാസിക് വെർട്ടിബ്രേ, റിബ്സിൽ തന്നെ ഈ 3 എണ്ണം, ട്രൂ റിബ്സ്, ഫാൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ് പ്ലസ് സ്റ്റേർണം, ഇത്രയും സാധനങ്ങൾ ചേർന്നിട്ടുള്ളതാണ് റിബ് കേജ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ട്രൂ റിബ്സ്, ഫാൾസ് റിബ്സ്, ഫ്ലോട്ടിംഗ് റിബ്സ് അത് ഒഴിവാക്കാം കേട്ടോ. നിങ്ങൾ മറ്റേ ഇത് ചെയ്താൽ മതി, എന്താ റിബ്സ് 12 പേരുണ്ട് എന്നുള്ള രീതിക്ക് എഴുതിയാൽ മതി. ഓക്കെ, യാ ഓക്കെ. അങ്ങനെ ഹൈലൈൻ കാർട്ടിലേജ് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം, ഇല്ലെങ്കിൽ വിഷയമില്ല. മെയിൻ കോമ്പണൻസ് എന്നുള്ള രീതിക്ക് നമ്മൾ 4 എഴുതുന്നേ ഉള്ളൂ. കാരണം അവർ പറയണ്ടല്ലോ ഫ്രണ്ടിലും ബാക്കിലത്തേക്ക് കാര്യം ടെക്സ്റ്റ് ബുക്കിൽ പറയണ്ടല്ലോ ലാറ്ററൽ സൈഡ്സിൽ എന്നതാ എന്നൊക്കെയുള്ളു. അതുപോലെ ചോദിക്കുന്നത് അവർ. ഓക്കെ, അടുത്ത ചോദ്യം നമ്മളോട് ചോദിച്ചേക്കുന്നത് ഈ കാണുന്ന ബോഡി പാർട്സിലുള്ള സൈനോവിയൽ ജോയിന്റിന്റെ പേര് എഴുതുക. നീ ജോയിന്റ്, അറ്റ്ലസ് ആൻഡ് ആക്സസിന് ഇടയിലുള്ളത്, അഡ്ജസന്റ് കാർപ്പൽസിന് ഇടയിലുള്ളത്, കാർപ്പൽസിന്റെ മെറ്റാകാർപ്പൽസിന്റെ ഇടയിലുള്ളത്. നീ ജോയിന്റ് ഏതാ? നീ മുട്ടിലുള്ളതാന്ന് വെച്ചാ നീ ജോയിന്റ്. മുട്ടിലുള്ളത്, കാൽമുട്ടിലുള്ളതും കൈമുട്ടിലുള്ളതും സെയിം ആണ്, ഹിഞ്ച് അല്ലേ? അറ്റ്ലസ് ആൻഡ് ആക്സസ് ഏതാ? അറ്റ്ലസ് ആൻഡ് ആക്സസിന് ഇടയിലുള്ളത് ഏതാ? പിവറ്റ്. വെരി ഗുഡ്. കാർപ്പൽസിന് ഇടയ്ക്കുള്ളത് ഏതാ? കാർപ്പൽസ്. ടെക്സ്റ്റ് ബുക്കിലല്ലേ ജോയിൻസിന്റെ കാര്യം പറയുന്നില്ലേ? അതിനെ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏറ്റവും ലാസ്റ്റ് ആണ് ജോയിൻസിനെ പറ്റി പറയുക. അപ്പൊ ഈ ജോയിൻസിന്റെ കേസിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് എവിടെ ഏത് ജോയിന്റ് എന്നുള്ളത്. കുറെയൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇത് പിവറ്റാ, ഇത് ഹിഞ്ചാ, ഇത് ബോളൻ സോക്കറ്റ്, അങ്ങനെ ചെറുതൊക്കെ നിങ്ങൾക്ക് കിട്ടും. കാർപ്പൽസും അതുപോലെ റിസ്റ്റ്, നമ്മുടെ ആംഗിള്, അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരിക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു പോർഷൻ ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. കാർപ്പൽസിന് ഇടയ്ക്കുള്ളത് ഗ്ലൈഡിങ് ജോയിന്റാ. കാർപ്പൽസിന് മെറ്റാകാർപ്പൽസിന് ഇടയ്ക്കുള്ളത് സാഡിൽ ജോയിന്റുമാണ്. ഓർക്കണം കേട്ടോ. ബാക്കി നമുക്ക് അറിയുന്നതാണ്. മെയിൻ ജോയിന്റ്സ് നമുക്ക് അറിയാൻ പറ്റും, ഈസി ആയിട്ട് കിട്ടും. പക്ഷെ ഈ കുഞ്ഞു കുഞ്ഞു ജോയിന്റ്സ് ഇതിന് ഇടയ്ക്കുള്ളതാണ് മനസ്സിലാക്കാനും എഴുതാനും ബുദ്ധിമുട്ട്. ഓക്കെ, നമ്മളോട് ചോദിച്ചേക്കുന്നത് ബോക്സ് ഞാൻ റിമൂവ് ചെയ്ത് കളഞ്ഞു. ഇവിടെ കുറച്ച് സിംറ്റംസ് തന്നിട്ടുണ്ട്. ആ സിംറ്റംസ് വെച്ചിട്ട് ഇതിന് അനുയോജ്യമായിട്ടുള്ള പേര് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. കാൽസ്യം ബോഡിയിൽ കുറയുന്നതുകൊണ്ട് മസില് ഭയങ്കരമായിട്ട് കോൺട്രാക്ട് ചെയ്യുന്നു. ഈ അവസ്ഥയുടെ പേരെന്താ? എന്നിട്ടാ പേര്? കാൽസ്യം കുറയുന്നതുകൊണ്ട് വൈൽഡ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ്, റെക്കറന്റ് ആയിട്ടുള്ള കോൺട്രാക്ഷൻസ് ഉണ്ടാവുന്നു. ടെറ്റനി. വെരി ഗുഡ്. ജോയിന്റിന്റെ ഇൻഫ്ലമേഷൻ. എന്താ ജോയിന്റിന്റെ ഇൻഫ്ലമേഷൻ? ജോയിന്റ്സിൽ നീര് വെച്ചിട്ട് ജോയിന്റ്സ് നമുക്ക് മടക്കാനോ തിരിക്കാനോ പറ്റില്ല. ഗൗട്ട് അല്ല, ആർത്രൈറ്റിസ് ആണ്. ജോയിന്റിന്റെ ഇൻഫ്ലമേഷൻ ആണ് ഗൗട്ട്. പക്ഷേ കാരണം കൂടെ അവിടെ സ്പെസിഫൈ ചെയ്താലേ ഗൗട്ട് ചെയ്താൽ പറ്റുള്ളൂ. യൂറിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ട് ജോയിന്റിൽ നീരുണ്ടായാൽ അത് ഗൗട്ടായി. ചുമ്മാ വെറുതെ നീരുണ്ടായാൽ അത് ആർത്രൈറ്റിസ് ആയി. കേട്ടോ? നമ്മുടെ ബോൺ മാസ് കുറഞ്ഞിട്ട് എല്ല് പൊടിയാനുള്ള ചാൻസ് ഉള്ളത് എന്താ? ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞത്. മസിൽ കോൺട്രാക്ഷന്റെ സ്റ്റെപ്പുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ഓർഡർ തിരിച്ചാ തന്നേക്കുന്നത്. നിങ്ങളോട് ഇതിനെ കറക്റ്റ് ഓർഡറിലാക്കാനാ പറയുന്നത്. പറയാൻ പറ്റുമോ? 5 പോയിന്റ്സാ തന്നേക്കണേ. ഇനിയിപ്പോ മസിൽ കോൺട്രാക്ഷന്റെ സ്ലൈഡിങ് ഫിലമെന്റ് തിയറി ഞാൻ പറഞ്ഞാൽ ഇത് കറക്റ്റ് ഓർഡറിലുള്ളത് പഠിച്ചു വെച്ചാൽ മതി അല്ലേ? മൂന്നാമത്തേത് ആദ്യം വരും. ഓക്കെ, ടു. ഓക്കെ, 3 കഴിഞ്ഞാൽ 2 1 3 2 1 ഇല്ല 2 1. ഓക്കെ, 5 പിന്നെ 4. 3 2 1 5 4. ഇവിടെ ആരോ 1 2 3 4 5 വരെ ഇട്ടേക്കുന്ന ആളുണ്ട്. ശരി, നോക്കാം നമുക്ക്. ഇങ്ങനെയാണ് സംഭവം. നമ്മുടെ 1 തന്നെ 1 ആയിട്ട് വരിക. സെൻട്രൽ നെർവസ് സിസ്റ്റം ഒരു സിഗ്നൽ സെൻഡ് ചെയ്യും. അതിന്റെ ഭാഗമായിട്ട് ആ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുക. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്താൽ എന്ത് പറ്റും? നമ്മുടെ മസിലിന്റെ സൈറ്റോപ്ലാസ്റ്റിലോട്ട് കാൽസ്യം റിലീസ് ആവും. അത് ട്രോപ്പോണിനായിട്ട് ബൈൻഡ് ചെയ്യും. മയോസിന്റെ ആക്റ്റീവ് സൈറ്റ് അത് മാസ്ക് ചെയ്യും. മാസ്കിങ്ങിന്റെ ഭാഗമായിട്ട് മയോസിൻ ആക്റ്റിനെ പിടിച്ചു വലിക്കും. മസിൽ ഷോർട്ടനിങ് സംഭവിക്കും. ഇതാണ് സംഭവം.
ഇത് നിങ്ങൾ ഈ 5 പോയിന്റ് പഠിച്ചു വെച്ചാൽ മതി. സ്ലൈഡിങ് ഫിലമെന്റ് തിയറി ചോദിച്ചാലല്ലേ ഈ 5 പോയിന്റ് നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, അടുത്തത് നമ്മുടെ അപ്പൻഡിക്കുലർ സ്കെൽട്ടന്റെ കുറച്ച് ബോൺസ് ഇവിടെ തന്നിട്ടുണ്ട്. ഇതിൽ പെക്ടറൽ ഗേർഡിലിന്റെ ബോൺസ് തെരഞ്ഞെടുത്ത് എഴുതുക. ഇതിലേതൊക്കെയാ പെക്ടറൽ ഗേർഡിലിന്റെ ബോൺസ്? നമ്മൾ പറഞ്ഞതാ, ക്ലാവിക്കിളും സ്കാപ്പുലും. അടുത്തത്, അയ്യോ ഇത് ഞാൻ പറഞ്ഞതാണല്ലേ, സോറി. അടുത്ത ചോദ്യം, പ്രാക്ടിക്കൽ ക്ലാസ്സിൽ വെച്ചിട്ട് ഒരു ട്രെയിൽ കുറച്ച് ബോൺസ് ടീച്ചർ കൊണ്ടുവന്നു. തന്ന ബോൺസ് ആണ് ഇവിടെ ഉള്ളത്. ഹ്യൂമറസ്, പറ്റല്ല, കാർപ്പൽസ്, അൾന, റേഡിയസ്, ടിബില, ടാർസൽ, ഫെമർ. ഇതിനെ കാറ്റഗറൈസ് ചെയ്യുക. കാറ്റഗറൈസ് ചെയ്യാനുണ്ടായ കാരണം കൂടെ എഴുതുക. ഇത് കണ്ടിട്ട് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നു തോന്നുന്നു? ഇത് കണ്ടിട്ട് എങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നു? 4 limb, ഹൈൻഡ് ലിംബ് ആയിട്ട് കാറ്റഗറൈസ് ചെയ്തൂടെ? കൈ കാലുകളായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഇത് കൈയിടത് മാത്രം പറയാൻ പറ്റും നിങ്ങൾക്ക്? കൈയിടത് പറഞ്ഞാൽ ബാക്കി കാലിൻ്റെതാണല്ലോ. കൈയിടത് ഏതാ വരിക? ഹ്യൂമറസ്. ഓക്കെ, കാർപ്പൽസ്, റേഡിയസ്, അൽന. ഇനിയുണ്ടോ? ഇല്ല. ഓക്കെ, നോക്കാം. നമുക്ക് കൈയുടെയും കാലിന്റെ ബോൺസ് ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഹ്യൂമറസ്, റേഡിയസ്, അൽന, കാർപ്പൽ. ഇത് ഹ്യൂമറസ്, ഇവിടെ റേഡിയസ്, അൽന, മെറ്റാകാർപ്പൽസ്, കാർപ്പൽസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. കാലിൽ വരുമ്പോഴത്തേക്കും തൊടയുടെ ബോണാണ് ഫിമർ. അത് തൊടയ്ക്ക് താഴെ ഇരിക്കുന്ന, മുട്ടിന് താഴെ ഇരിക്കുന്ന ബോണാണ് ടിബിയ. പിന്നെ അവിടെ തന്നെ നമുക്ക് ഫിബുലയുണ്ട്. മുട്ടിന്റെ ചിരട്ടയാണ് പറ്റല്ല. പിന്നെ മെറ്റാടാർസൽസും ടാർസൽസ്. ഇത്രയാണ് ഉള്ളത്. ഓക്കെ, യെസ്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോവാം. കുറച്ച് ചോദ്യം കൂടെ ഈ ചാപ്റ്ററിൽ ബാക്കി കിടക്കുന്നുണ്ട്. അത് നിങ്ങളൊന്ന് ജസ്റ്റ് എന്ത് ചെയ്തേക്കണം, ഒന്ന് നോക്കിയിട്ട് വേണം പോവാനായിട്ട്. ഞാൻ ഉറപ്പായിട്ട് പറയണേ, നോക്കിയിട്ട് വേണം പോവാൻ. അല്ലാത്ത പക്ഷം നമുക്ക് എല്ലാം ചെയ്യാനുള്ള സമയമില്ലല്ലോ, അതുകൊണ്ട്. ഓക്കെ, അടുത്ത ചാപ്റ്റർ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനില്ല. ഈ 6 എണ്ണത്തിൽ വെച്ചിട്ട് അത്യാവശ്യം എളുപ്പമുള്ളതും നിങ്ങൾ 10th പഠിച്ചിട്ട് വന്നിട്ടുള്ളതായിട്ടുള്ള ചാപ്റ്ററാണ്. അതുകൊണ്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും കേട്ടോ. ഫസ്റ്റ് വൺ വന്നിട്ട് ന്യൂറോൺ. ന്യൂറോണിന്റെ സ്ട്രക്ചർ പഠിക്കണം. ന്യൂറോണിന്റെ സ്ട്രക്ചർ തന്നിട്ടില്ലേ, എപ്പോഴും ലേബലിംഗ് ആണ് ഇതിനകത്ത് മെയിൻ. ന്യൂറോൺ അല്ലെങ്കിൽ ബ്രെയിൻ തന്നിട്ട് ലേബൽ ചോദിക്കും. ഏറ്റവും കൂടുതൽ ലേബലിങ്സ് വരുന്നതിനകത്ത് ഒന്ന് നമ്മളുടെ ഹാർട്ടും ഈ ന്യൂറോണുമാണ്. ഇതാണ് ഏറ്റവും കൂടുതൽ തവണ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ന്യൂറോണിന്റെ ലേബലിങ്സ് എന്ത് ചെയ്യണം, നിർബന്ധമായിട്ട് പഠിക്കണം കേട്ടോ. എല്ലാ ലേബലിങ്സും നിർബന്ധമായിട്ട് പഠിക്കാം. ഈവൻ നമ്മുടെ സെൽ ബോഡി ഇല്ലേ, അവിടെ കുഞ്ഞു കുഞ്ഞു ഗ്രാനുൾസ് എന്നൊക്കെ പറഞ്ഞ് കിടക്കുന്നില്ലേ, അതുപോലും ലേബൽ ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ ചോദിച്ചേക്കും. ഓക്കെ, പിന്നെ ജനറേഷൻ ആൻഡ് കണ്ടക്ഷൻ ഓഫ് ഇമ്പൾസ്. വേറൊന്നുമില്ല, നമ്മളുടെ ആക്സോണിന്റെ ബോഡി കൂടെ, ആക്സോണൽ ബോഡി കൂടെ ഇമ്പൾസസ് പാസ് ചെയ്ത് പോവുക എങ്ങനെയായിരിക്കും? ചാർജസിന്റെ രൂപത്തിലായിരിക്കും അല്ലെ. ഇമ്പൾസ് ട്രാൻസ്മിഷൻ നടക്കുന്നത് ചാർജസിന്റെ രൂപത്തിലാണ്. ഓൾവേസ് ആക്സോണിന്റെ ഔട്ടർ സൈഡിൽ പോസിറ്റീവും അകത്ത് നെഗറ്റീവ് ചാർജുമാണ്. ഇതാണ് റെസ്റ്റിംഗ് ആയിട്ടുള്ള അവസ്ഥ. പക്ഷെ ഒരു ഇമ്പൾസ് റിസീവ് ചെയ്യുമ്പോൾ ഈ ആക്സോണിനകത്ത് ചാർജ് തിരിയും അല്ലെ. പുറത്ത് നെഗറ്റീവും അകത്ത് പോസിറ്റീവ് ആയിട്ട് മാറും. എന്നിട്ട് ഈ ഇമ്പൾസ് അടുത്ത പൊസിഷനിലോട്ട് വരുമ്പോഴത്തേക്കും സെയിം അടുത്ത ഏരിയയിലോട്ടും ഇതേ മാറ്റം സംഭവിക്കും. പക്ഷെ അപ്പോഴത്തേക്കും പഴയ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ ബാക്കി ഭാഗം റീഗെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ജനറേഷൻ എങ്ങനെയാന്നുള്ളതും അതെങ്ങനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നു എന്നുള്ളതും പഠിക്കാം. അതോടൊപ്പം നിങ്ങൾ മറ്റേ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ സിനാപ്സ്, 2 ടൈപ്പ് സിനാപ്സ് ഉണ്ട് അല്ലെ. ഇലക്ട്രിക്കൽ സിനാപ്സ് ഉണ്ട്, കെമിക്കൽ സിനാപ്സ് ഉണ്ട്. അടുത്തിരിക്കുന്ന സിനാപ്സ് ആണ് ഇലക്ട്രിക്കൽ സിനാപ്സ്. അപ്പൊ അവിടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആവശ്യമില്ല. 2 ന്യൂറോണുകൾക്കിടയിൽ അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് കെമിക്കൽ സിനാപ്സ്. അവിടെ ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ആവശ്യമുണ്ട്. പിന്നെ ഒരു ടോപ്പിക് ഉള്ളത് ബ്രെയിനിന്റെ പാർട്സ് പഠിക്കണം. കോർപ്പസ് കല്ലോസം, അക്വഡക്ട് എന്ന് പറയുന്ന കനാല്, കോർപ്പറ ക്വാഡ്രിജമിൻ, അങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്കുകളില്ലേ. ഫോർ ബ്രെയിൻ, മിഡ് ബ്രെയിൻ, ഹൈൻഡ് ബ്രെയിനും അതിന്റെ പാർട്സ് ഒക്കെ നമുക്ക് പലപ്പോഴും അറിയായിരിക്കും, നമ്മൾ ചെറുതിലെ പഠിക്കുന്നത് കൊണ്ടിട്ട്. പക്ഷെ ഇത് പഠിക്കണം. ഈ എക്സ്ട്രാ വന്നിട്ടുള്ള പേരുകൾ അത് പഠിക്കണം. അത് മാത്രല്ല, ഇപ്പൊ നിങ്ങളോട് ചോദിക്കില്ലേ, ഏതെങ്കിലും ഒരു പാർട്ട് തന്നിട്ട് ഇതിന്റെ ഫംഗ്ഷൻ ഫംഗ്ഷൻ എന്താ, അല്ലെങ്കിൽ ഫംഗ്ഷൻ തന്നിട്ട് പാർട്ട് ഏതാ ഐഡന്റിഫൈ ചെയ്യുക. ഇപ്പൊ നിങ്ങളോട് ചോദിക്കും നിങ്ങളുടെ ഇന്റലിജൻസിന് കാരണമായിട്ടുള്ള പാർട്ട് ഏതാ, അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളിപ്പോ ഒരു ഭക്ഷണ സാധനം കണ്ടിട്ട് ഡ്രൂൾ ചെയ്യുന്നു, ഡ്രൂളിങ്ങിന് കാരണമായിട്ടുള്ള പാർട്ട് ഏതാ, അങ്ങനെയൊക്കെ ചോദിച്ചു കളയും. അപ്പൊ പാർട്ടും അതിന്റെ ഫംഗ്ഷൻസും അറിഞ്ഞു വെക്കണം എല്ലാ പാർട്സിനും. ഓക്കെ, ഫസ്റ്റ് ചോദ്യം ഇതാ ഞാൻ പറഞ്ഞത്. ഒരു ന്യൂറോണിന്റെ ചിത്രം തന്നിട്ടുണ്ട്, ABCD ലേബൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ABCD ലേബൽ ചെയ്യുക. ദെൻ യൂണിപോളാർ ബൈപോളാറിന്റെ ലൊക്കേഷൻ എഴുതുക. കഴിഞ്ഞ വർഷം യൂണിപോളാറും ബൈപോളാറും ചോദിച്ചു.
കൊച്ചുങ്ങളാരും പഠിച്ചുകൊണ്ട് പോവാത്ത ഒരു ടോപ്പിക്കാണ് യൂണിപോളാർ, ബൈപോളാർ, മൾട്ടിപോളാർ. പഠിക്കണം. ഓക്കെ, ABCD. യൂണിപോളർ എന്താ? ഒരെണ്ണം മാത്രമേ ഉണ്ടാവുള്ളൂ. ആൻഡ് ബൈപോളർ എന്ന് വെച്ചാൽ ഒരു ഡെൻഡ്രോൺ ഒരു ആക്സോൺ അങ്ങനെ ഉണ്ടാവും. ഒരു ഡെൻഡ്രൈറ്റ് ഒരു ആക്സോൺ ഉണ്ടാവും അല്ലേ? യെസ്. ABCDയിൽ A എന്താ? A ആർക്കും അറിയില്ലാത്തത്? ന്യൂക്ലിയസ് ആണ്. B സൂക്ഷ്മദർശിനിയായിട്ട് നോക്കണോട്ടാ B കാണണമെങ്കിൽ. ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നന്നായിട്ട്. ആക്സോൺ ആണ് ആ ബിയിൽ കൊടുത്തേക്കുന്നത് കേട്ടോ. നിങ്ങൾ പലപ്പോഴും വിചാരിക്കും ഷ്വാൻ സെല്ലിന്റെ അവിടെയാണോ? അല്ല, ആക്സോൺ ആണ്. അടുത്തത് C എന്നിട്ടാ? വാട്ട് ഈസ് C? C എന്നിട്ടാ? നോട്ട്സ് ഓഫ് റൺവീർ ആണ് C. D നിങ്ങൾക്ക് സിനാപ്റ്റിക് നോബ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ആക്സോണൽ എൻഡ് എന്ന് എഴുതിയാലും കുഴപ്പമില്ല. രണ്ട് എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. സിനാപ്റ്റിക് നോബ് എന്ന് എഴുതുക, ആ ബൾജ് ചെയ്തിരിക്കുന്ന പോർഷനെ നമ്മൾ സിനാപ്റ്റിക് നോബ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ആക്സോണൽ എൻഡ് എന്ന് പറയാം. രണ്ട് എഴുതിയാലും വിഷയമല്ല. ഓക്കെ, അപ്പൊ ABCD നമുക്ക് കിട്ടി. ഇനി യൂണിപോളാർ കാണുന്ന ലൊക്കേഷനും ബൈപോളാർ കാണുന്ന ലൊക്കേഷനും. യൂണിപോളാർ എപ്പോഴാണ് കാണുക? പലയിടത്ത് കാണുന്നു എന്ന് പറയലുണ്ട് അല്ലേ? എംബ്രയോ ആയിരിക്കുന്ന സമയത്ത് വളർച്ച പൂർണ്ണമാകാത്തതാണ് യൂണിപോളാർ. ബൈപോളാർ എവിടെ കാണും? ബൈപോളാർ എവിടെ കാണും? കണ്ണിന്റെ റെറ്റിനയിൽ കാണും. ഓക്കെ, യെസ്, കണ്ടോ? കണ്ണിന്റെ റെറ്റിനയിലായിരിക്കും കാണും. ഓക്കെ, അടുത്തൊരു ചോദ്യം. ഇതിനെ ഞാൻ അനിമേഷനാണ് വിട്ടുപോയി. എനിവേ, ഫസ്റ്റ് ചോദ്യം നോക്കിക്കേ. ഇപ്പൊ നമ്മളോട് കാണിച്ചേക്കുന്ന ഈ ചിത്രത്തിനകത്ത് നെർവ് ഇമ്പൾസിന്റെ കണ്ടക്ഷൻ സ്റ്റേജ് ഏതാന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിനകത്ത് ഇൻവോൾവ് ആയിട്ടുള്ള അയോൺസ് ഏതാന്നുള്ളത് സെക്കൻഡ് ക്വസ്റ്റ്യൻ. ദെൻ RMP എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് തേർഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ഇവിടെ 1, 2 എന്ന് പറഞ്ഞ് രണ്ട് ചിത്രങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിനകത്ത് നെർവ് ഇമ്പൾസിന്റെ സ്റ്റേജ് ഐഡന്റിഫൈ ചെയ്യണം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ്. ഇവിടെ തിരിഞ്ഞിരിക്കുന്നു അല്ലെ? അപ്പൊ സ്വാഭാവികമായിട്ടും റെസ്റ്റിംഗ് അവസ്ഥയിലിരിക്കുന്നവനാണ് ഈ 1 ആയിട്ട് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ആക്ടിവേറ്റഡ് ആയിട്ട് ഇമ്പൾസ് ഗെയിൻ ചെയ്ത ശേഷം ആക്ഷൻ പൊട്ടൻഷ്യൽ ഒക്കെ രൂപപ്പെടുത്തി ഡീപോളറൈസ്ഡ് കണ്ടീഷനിൽ ഇരിക്കുന്നവനാണ് ഇത്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ കണ്ടീഷനിൽ നോർമൽ ആയിട്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് റെസ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് എഴുതാം. ഇത് നിങ്ങൾക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുത്തി വെച്ചിരിക്കുന്നു എന്നുള്ള രീതിക്കോ, അല്ലെങ്കിൽ അതിന്റെ തന്നെ ഉദ്ദേശിക്കുന്ന വേറെ വാക്ക ഡീപോളറൈസ്ഡ് സ്റ്റേറ്റ്, അങ്ങനെയും എഴുതാം കേട്ടോ. ഇനി ഏതൊക്കെ അയോൺസ് ആണ് ഇൻവോൾവ് ആയിട്ടുള്ളത്? 2 അയോൺസ് ആണ്, സോഡിയവും പൊട്ടാസ്യവും, Na+ഉം K+ഉം. സോഡിയത്തിന്റെ പുറത്തോട്ട് പോകുന്നു, പുറത്തോട്ടുള്ള സോഡിയം അകത്തോട്ട് വരുന്നു, അതിനെ ഇൻഫ്ലക്സ് എന്ന് വിളിക്കുന്നു. 3 സോഡിയം 2 പൊട്ടാസ്യം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ? അപ്പൊ ആ സോഡിയം പൊട്ടാസ്യവും ആണ് ഇവിടുത്തെ 2 അയോണുകൾ. ഇനി അടുത്ത ചോദ്യം എന്താ നോക്കി, RMP എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? എന്താ RMP എന്ന് ആദ്യം അറിയണം അല്ലെ? എന്താ RMP എന്ന് അറിയുമോ? എന്താ RMP എന്ന് അറിയുമോ? റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ് RMP. ഓക്കെ, ഇതിനകത്ത് വേറെ ഒന്നുമില്ല. റെസ്റ്റിലായിരിക്കുന്ന സമയത്ത് കൂടുതൽ ഈ ആക്സോൺ പെർമിയബിൾ ആയിട്ടുള്ളത് ആരോടാണ്? സോഡിയം പൊട്ടാസ്യത്തിനോടാണ്. ഒട്ടും തന്നെ പെർമിയബിൾ അല്ലാത്തത് സോഡിയത്തിനോടാണ്. ഇനി എന്ത് പറ്റുമെന്ന് അറിയാമോ? ഈ ഇതിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ നടക്കുന്ന സമയത്ത് സോഡിയവും പൊട്ടാസ്യവും ഇങ്ങോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ? അപ്പൊ 2 പൊട്ടാസ്യവും 3 സോഡിയവും വെച്ചിട്ടാണ് നമ്മൾ ട്രാൻസ്മിഷൻ നടക്കുന്നത്. എന്താ സംഭവിക്കുക? 3 സോഡിയം പുറത്തോട്ടും 2 സോഡിയം അകത്തോട്ടും നമ്മൾ കൊണ്ടുവരും. അപ്പൊ ചാർജുകളുടെ വിന്യാസത്തിൽ ഒരു വ്യത്യാസം വരുന്നത് കൊണ്ടും ഈ K+ നമ്മുടെ സെല്ലിന്റെ പുറത്തോട്ട് എപ്പോഴാണോ പോകുന്നത് അന്നേരം എന്ത് പറ്റും? തിരിച്ച് ആ ഒരു പോസിറ്റീവ് ചാർജ് പുറത്തു വരും, നെഗറ്റീവ് ചാർജ് അകത്ത് വരും, ആൻഡ് റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ റീഗെയിൻ ചെയ്യും. ആദ്യം എന്താ പറ്റുക? ഡീപോളറൈസ്ഡ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നേരത്തെ 3, 2 കേസ് പറഞ്ഞത്. പിന്നെ എന്ത് പറ്റും? തിരിച്ച് ഈ പറയുന്ന ഇത്ര നേരം സോഡിയം അകത്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു അല്ലെ? സോഡിയം പുറത്തോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലും K+ പുറത്തോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലും എന്ത് പറ്റും? നമ്മളുടെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ തിരിച്ച് റീഗെയിൻ ചെയ്യും, ആൻഡ് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ കിട്ടും. ഇനിയിപ്പോ ഇത്രയൊന്നും എഴുതാൻ പറ്റില്ലെങ്കിൽ ഈ ലാസ്റ്റ് പോയിന്റ് എഴുതിയാൽ മതി. ചാർജുകളുടെ അല്ലെങ്കിൽ അയോണിന്റെ എക്സ്ചേഞ്ച് അൺഈക്വൽ ആവുന്ന സമയത്ത് K+ അവിചാരിതമായിട്ട് വെളിയിലോട്ട് വന്നു,
അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് പ്രോപ്പറായിട്ട് നമ്മളുടെ ആക്സോണിന്റെ അകത്തും പുറത്തും വിന്യസിക്കുക, ആക്സോണിന്റെ അകത്തും പുറത്തും ട്രാൻസ്മിറ്റ് ചെയ്യുക എന്നുള്ള രീതിക്ക് എഴുതിയാലും മതി. ഓക്കെ, ഇവിടെ സോഡിയത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. ആദ്യം നമ്മളെ സംബന്ധിച്ച് ചാർജിന്റെ വേരിയേഷൻ ഉണ്ടാക്കാൻ സോഡിയത്തിന്റെ ഇൻഫ്ലക്സ് ഉണ്ടാവുന്നുണ്ട് അല്ലേ? പക്ഷെ ആ സോഡിയം ഇൻഫ്ലക്സ് നമ്മൾ റിവേഴ്സ് ചെയ്യുമ്പോഴത്തേക്കുമാണ് ഇത് പ്രോപ്പർ ആവുന്നത് അല്ലേ? ഇനി അടുത്ത ചോദ്യം, ഹ്യൂമൻ ബ്രെയിനിന്റെ ഏത് പാർട്ടാണ് ടെമ്പറേച്ചർ, ഈ ഭക്ഷണം കഴിക്കാനുള്ള ഒരു ത്വര, ഡ്രിങ്കിങ്, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുക? 4 ഓപ്ഷൻസ് അവിടെ പറയുന്നുണ്ട്. ഇതിൽ ഏത് ഓപ്ഷൻ? ഭക്ഷണം കഴിക്കാനുള്ള വിശപ്പ് കൊണ്ടുവരുന്നത് ഹൈപ്പോതലാമസ് ആണ്. ഓൾവേസ് ദാഹിക്കുമ്പോൾ നമുക്ക് ഹിക്കപ്സ് വരില്ലേ, കിട്ടം വരില്ലേ, അത് കൊണ്ടുവരുന്നതും ഹൈപ്പോതലാമസ് ആണ് കേട്ടോ. അപ്പൊ ഹൈപ്പോതലാമസ് ആണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ സലൈവേഷൻ ചെയ്യില്ലേ, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും നമ്മൾക്ക് കൊതി വന്നിട്ട് വായില് വെള്ളം വരുന്നൊരു സിറ്റുവേഷൻ അല്ലേ, അപ്പോഴും ഇത് തന്നെ. ഓക്കെ, യെസ്. അടുത്തത്, സെറിബ്രൽ ഹെമിസ്ഫിയേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെർവ് ഫൈബർ ഏതാ? ഒരു വലിയ സെറിബ്രം ആണ്, പക്ഷെ 2 ഹെമിസ്ഫിയേഴ്സ് ആയിട്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഇരിക്കുന്നു. നമ്മളുടെ റൈറ്റ് കൈ വർക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഹെമിസ്ഫിയറും ലെഫ്റ്റ് കൈ വർക്ക് ചെയ്യുമ്പോൾ റൈറ്റ് ഹെമിസ്ഫിയർ ആണ് വർക്ക് ചെയ്യുക. അപ്പൊ അത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ നെർവ് ഫൈബറിന്റെ പേരെന്ത്? കോർപ്പസ് കലോസം അല്ലേ? ഓക്കെ. അടുത്തത്, ഏത് ബ്രെയിനിന്റെ പാർട്ടാണ് റെസ്പിറേഷനും ഗ്യാസ്ട്രിക് സെക്രീഷൻസും കൺട്രോൾ ചെയ്യുക? റെസ്പിറേഷനും ഗ്യാസ്ട്രിക് സെക്രീഷൻസും 4 ഓപ്ഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്. 3ാമത്തെ ഓപ്ഷൻ, റെസ്പിറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചോ, റെസ്പിറേഷൻ ഒരിക്കലും നമ്മളുടെ കൺട്രോളിലുള്ള ഒരു പ്രവൃത്തിയേ അല്ല അല്ലെ? നമ്മുടെ കൺട്രോളിലല്ലാത്ത ഇൻവോളണ്ടറി ആയിട്ടുള്ള ഏതൊരു സാധനത്തെയും കൺട്രോൾ ചെയ്യാൻ മെഡുലയായിരിക്കും. നമ്മൾക്ക് റെസ്പിറേഷൻ ഉണ്ടാവുന്നതും ഹാർട്ട് ബീറ്റ് ഉണ്ടാവുന്നതും ബ്ലഡ് പ്രഷർ ഉണ്ടാക്കുന്നതും എല്ലാത്തിനും കാരണം ആരാണ്? മെഡുലയാണ്. സെറിബ്രത്തിന് ഈ വക റോളൊന്നുമില്ല. സെറിബ്രത്തിന്റെ റോൾ എന്താ? കുറെ ചിന്തിക്കുക, ചിന്തയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്, ഓർമ്മകൾ കൊണ്ടുവരിക, ഇന്റലിജൻസ് കൊണ്ടുവരിക. നമുക്ക് ഇങ്ങനെ സംസാരിക്കാനൊക്കെയുള്ള കഴിവെല്ലാം കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ വൊക്കാബുലറി എല്ലാം അഡ്ജസ്റ്റഡ് ആവുന്നത് എവിടെ നിന്നാണ്? ഈ പറയുന്ന സെറിബ്രത്തിനാണ്. സെറിബലത്തിന്റെ റോൾ എന്താ? നേരെ നിർത്തുക, ബോഡി ബാലൻസ്, പോസ്ചർ, അങ്ങനത്തെ കാര്യങ്ങളാണ് ആർക്കുള്ളത്? സെറിബലത്തിനുള്ളത്. തലാമസ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്. തലാമസിന്റെ റോൾ എന്താ? തലാമസ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോഡിയിലോട്ട് എന്ത് കൊണ്ടുവരിക? നമ്മളുടെ ഇമ്പൾസസ് വരുമ്പോ റിസീവ് ചെയ്യുന്നതൊക്കെ ഈ തലാമസ് ആണ്. ഓക്കെ, അപ്പൊ ഓരോരുത്തരുടെയും ബോഡിയുടെ പാർട്സും കാര്യങ്ങളും, ബോഡിയുടെ അല്ല ബ്രെയിനിന്റെ പാർട്സും കാര്യങ്ങളും അതിന്റെ ഫങ്ഷൻസും ഓർക്കണം. ഓക്കെ, ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. നേരത്തെ ഞാൻ പറഞ്ഞ ആക്ഷൻ പൊട്ടൻഷ്യലിന്റെ കഥയാണിത്. ഈ ഇമ്പൾസ് ആക്സോണിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ഷൻ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത് ഒരു ഫ്ലോ ചാർട്ട് പോലെ, ഈ ഹൈഫൻസ് ഇട്ടേക്കുന്നത് ഞാൻ ആരോ മാർക്കിനെ സൂചിപ്പിക്കാനാണ്. ഫ്ലോ ചാർട്ട് പോലെ പഠിച്ചു വെക്കുക. ശരിക്കും ഇമ്പൾസ് ഉണ്ടാകുന്ന സമയത്ത് റെസ്റ്റിംഗ് മെംബ്രെയിൻ പൊട്ടൻഷ്യൽ ആണ് ആക്സോണിനുള്ളത്. പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ്. അപ്പത്തേക്കും സോഡിയം പമ്പ് തുറന്നിട്ട് എന്ത് പറ്റും? അകത്തോട്ട് സോഡിയം വരും. അപ്പോഴാണ് ഈ ചാർജിന്റെ വിന്യാസം തിരിയുന്നതും ഡീപോളറൈസ്ഡ് കണ്ടീഷനിലോട്ട് എത്തുന്നതും അല്ലെ? ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുന്നത് അപ്പോഴാണ്. എന്നിട്ട് എന്ത് പറ്റും? ഇത് അടുത്തടുത്ത പാർട്സിലോട്ട് കൊടുക്കും. അപ്പത്തേക്കും ഈ അകത്തോട്ട് വരുന്ന സോഡിയത്തിനെ ക്ലോസ് ചെയ്യണം നമുക്ക്. അതിനുവേണ്ടി സോഡിയം പമ്പ് ക്ലോസ് ചെയ്യും, സോഡിയം വെളിയിലോട്ട് പോകും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സോഡിയം വെളിയിലോട്ട് പോകുമ്പോഴത്തേക്കും റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ തിരിച്ചു വരും. അറ്റ് ദ സെയിം ടൈം K+ മൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ഫ്ലോ ചാർട്ട്, എന്റെ നോട്ട്സ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാൻ പറ്റത് ഇതൊരു ഫ്ലോ ചാർട്ട് പോലെ പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമായി. അപ്പൊ എങ്ങനെ ആക്ഷൻ പൊട്ടൻഷ്യൽ രൂപപ്പെടുന്നു എന്നൊക്കെ ചോദിച്ചാൽ ഇതങ്ങോട്ട് എഴുതിയാൽ മതി. ഓക്കെ, യെസ്. ഇനിയിപ്പോ നമുക്ക് അടുത്ത ചാപ്റ്ററിലോട്ട് പോയാലോ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചാപ്റ്റർ, നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ. ഞാൻ ഇവിടെ എല്ലാ ഗ്ലാൻസിന്റെ പേര് എഴുതാന്ന് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഈ പേജ് തികയാതെ വരും. അതുകൊണ്ട് ഞാൻ ഗ്ലാൻസും അതിന്റെ ഹോർമോണും അവരുടെ ഓരോരുത്തരുടെ ഫംഗ്ഷനും ഡിസീസസും പഠിക്കണമെന്നാണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപാട് ഗ്ലാൻസുകൾ പഠിക്കാനല്ലേ, ആകെ ഒരു 10 പഠിക്കാനുള്ളൂ അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈപ്പോതലാമസ് അല്ലേ? ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുന്നുണ്ട്? 2 ഹോർമോൺസ് ഉണ്ടാക്കും, ഇൻഹിബിറ്റിംഗ് ഹോർമോണും റിലീസിംഗ് ഹോർമോണും. അത് മറ്റ് ഗ്ലാൻസുകളിൽ പ്രവർത്തിക്കില്ല. പ്രവർത്തിക്കുന്നത് ആരിൽ മാത്രം? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിൽ മാത്രം. അപ്പൊ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിലീസിംഗ് ഹോർമോൺ ഉണ്ടാക്കണം. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇനാക്റ്റീവ് ആവണമെന്നുണ്ടെങ്കിൽ എന്തുണ്ടാവണം? ഇൻഹിബിറ്റിംഗ് ഹോർമോൺ ഉണ്ടാവും. ഇനി പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തുണ്ട്? 2 ലോബ്സ് ഉണ്ട്, അഡനോ ഹൈപ്പോഫൈസിസ്, ന്യൂറോ ഹൈപ്പോഫൈസിസ്. രണ്ടിൽ നിന്നും ഒരുപാട് ഹോർമോൺസ് ഉണ്ട് അല്ലെ?
thyroid stimulating hormone, follicle stimulating hormone, adrenocorticotropic hormone, gonadotrophic hormone, growth hormone, luteinizing hormone, പിന്നെ MSH മെലാനോസൈറ്റ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ. അതുപോലെ തന്നെ വേറെ 2 ഹോർമോൺസ് ഉണ്ടാകുന്നത് വാസോപ്രസിനും ഓക്സിറ്റോക്സിൻ. ഇതാണ് പിറ്റ്യൂട്ടറിയിലത് അല്ലെ. പിറ്റ്യൂട്ടറിയിൽ നമുക്ക് ഒത്തിരി ലൈക്ക് ഡിസീസസ് പഠിക്കാനില്ല. ആ ഗ്രോത്ത് ഹോർമോണിന്റെ തകരാറ് മൂലം ഉണ്ടാവുന്ന 2 ഡിസീസസ് കൂടിയാൽ നമുക്ക് എന്ത് വരും? ജൈജാൻറ്റിസം വരും, കുറഞ്ഞ ഡ്വാർഫിസം വരും. ഇനി അതല്ല, നമ്മളുടെ വളർച്ചയ്ക്ക് ശേഷം എപ്പോഴെങ്കിലും നമ്മൾക്ക് ആ ഒരു ഏജ് ഒക്കെ കഴിഞ്ഞ ശേഷം അവിചാരിതമായിട്ട് ഈ ഒരു ഗ്രോത്ത് ഹോർമോൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് അക്രോമഗാളി വരും. ഇതാണ് നമ്മൾക്ക് അവിടെ ഡിസീസ് ആയിട്ട് പഠിക്കാനുള്ളത് അല്ലെ. പിറ്റ്യൂട്ടറിയിലെ ഡിസീസ് ആയിട്ട് പഠിക്കുന്നത് അതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്നത് നമ്മളുടെ ഐ തിങ്ക് മെലാറ്റോണിൻ ഉണ്ടാക്കുന്ന പീനിയൽ ഗ്ലാൻഡ് ആണ് അല്ലെ. ബ്രെയിനിൽ തന്നെ ഇരിക്കുന്ന 3ാമത്തെ ഗ്ലാൻഡ് ആണ് പീനിയൽ. മെലാറ്റോണിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ടാക്കുന്നത് നമ്മുടെ 24 hour സൈക്കിൾ അല്ലെ, സിർക്കാഡിയൻ റിതം എന്ന് പറയും. നമ്മളതിനെ ബയോളജിക്കൽ ക്ലോക്ക് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നതൊക്കെ ഈ പറയുന്ന സാധനമാണ്. അപ്പൊ നമുക്ക് ഉറങ്ങാനോ എണീക്കാനോ ഒക്കെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് തരുന്നത് ഈ പുള്ളിയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊണ്ടയിലോട്ട് വരും. നമുക്ക് ഇവിടെ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉണ്ട്, T4, T3, തൈറോകാൽസിറ്റോണിൻ, ഇങ്ങനെ 3 ഹോർമോൺസ് ആണ്. കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ് അങ്ങനത്തെ സാധനങ്ങളെ മെറ്റബോളൈസ് ചെയ്യുക എന്നുള്ളതാണ് തൈറോക്സിന്റെ മെയിൻ ജോലി അല്ലെ. തൈറോക്സിന്റെ കുറവും കൂടുതലും കാരണം നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം അങ്ങനത്തെ അസുഖങ്ങൾ വരും. ഇനി ഇവന്റെ ഒരു മെയിൻ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിസം മാത്രമല്ല, കാൽസ്യം കൺട്രോൾ ചെയ്യാന്നുള്ളതും ഉണ്ട്. പക്ഷെ ഇവൻ വിചാരിച്ച കാൽസ്യം കൺട്രോളിങ് നടക്കില്ല. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് തൈറോയിഡിന്റെ പുറകിലിരിക്കുന്നു 4 ലോബ്സ് ആയിട്ട്. പാരാതൈറോയ്ഡ് ഗ്ലാൻഡ് എന്തുണ്ടാക്കും? പാരാതോർമോൺ എന്ന് പറഞ്ഞ ഹോർമോൺ ഉണ്ടാക്കും. ഇവര് രണ്ടുപേരും കൂടെ സംയുക്തമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ബോഡിയിൽ കാൽസ്യം ലെവൽ മെയിൻറ്റെയിൻ ആവും അല്ലെ. പിന്നെ പാൻക്രിയാസ് എന്ന് പറഞ്ഞൊരു ഗ്ലാൻഡ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിനകത്ത് ഐലറ്റ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഓഫ് സെൽസ് ഉണ്ട്. ആൽഫ സെൽ, ബീറ്റ സെൽ ആണ് അത് ഉണ്ടാക്കുക. ഈ ആൽഫ സെല്ലും ബീറ്റ സെല്ലും എന്ത് ചെയ്യും? ഹോർമോൺസ് ഉണ്ടാക്കും, ഇൻസുലിനും ഗ്ലൂക്കഗോണും. ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ബ്ലഡ് ഷുഗർ കുറയ്ക്കും, ഗ്ലൂക്കഗോൺ കൂട്ടും. അപ്പൊ ഓപ്പോസിറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നവരാണ്. അപ്പോൾ ഹൈപ്പോഗ്ലൈസെമിക് ഹോർമോൺ ആണ് ഇൻസുലിൻ, ഹൈപ്പർ ഗ്ലൈസെമിക് ഹോർമോൺ ആണ് ഗ്ലൂക്കഗോൺ. ആൻഡ് ഇവരുടെ ഈ ഇൻസുലിന്റെ തകരാറ് കാരണം നമുക്ക് ഉണ്ടാകുന്ന അസുഖമാണ് ഡയബറ്റിസ് മെല്ലിറ്റസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ പാൻക്രിയാസിനെ പറ്റിയിട്ടുള്ളത്. പിന്നെ കിഡ്നിയുടെ വാണ്ടയിലിരിക്കുന്ന നമ്മളുടെ അഡ്രിനൽ ഗ്ലാൻഡ് ഉണ്ട്. അഡ്രിനാലിൻ ഉണ്ടാക്കുന്ന അഡ്രിനൽ ഗ്ലാൻഡ്. ഈ അഡ്രിനാലിനെ നമ്മൾ എമർജൻസി ഹോർമോൺ എന്ന് വിളിക്കും. നമ്മൾ എന്തെങ്കിലുമൊക്കെ ആപത്ത് ഘട്ടത്തിലൊക്കെ പെട്ട നമ്മുടെ ബ്രീത്തിങ് കൂട്ടുക, മസിലുകൾക്ക് കൂടുതലായിട്ട് ഓക്സിജൻ കൊടുക്കുക, മസിലിന് എനർജി കൂട്ടുന്നത് ഒക്കെ ഈ പറയുന്ന അഡ്രിനാലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഗ്ലാൻഡ് അല്ലേ. പിന്നെ ലാസ്റ്റ് നമുക്ക് ടെസ്റ്റിസും ഓവറിയും പഠിക്കാനുണ്ട്. പുരുഷന്മാരിലെ ടെസ്റ്റിസ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ്, ബോയ്സിൽ ഉണ്ടാക്കുന്നത് ടെസ്റ്റോസ്റ്റെറോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ ആണ്. സ്ത്രീകളിലാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രമല്ല, എന്തുണ്ട് ഈ പറയുന്ന ഒരെണ്ണം മാത്രമല്ല 2 എണ്ണം ഉണ്ട്, ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ. ഇതാണ് സ്ത്രീകളിൽ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാക്കുക. ഇത് കൂടാതെ നമ്മൾ ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട്, ഹാർട്ട്, അതുപോലെ തന്നെ കിഡ്നി, ഇവിടെ നിന്നൊക്കെയുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഹോർമോൺസ് ലൈക്ക് കോളിസിസ്റ്റോകൈനിൻ, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്, അങ്ങനത്തെ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളും കൂടെ പഠിച്ചിരുന്നു. ലാസ്റ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ആ ഒരു ഹോർമോണിന്റെ ആക്ഷൻ. ഇപ്പൊ പെപ്റ്റൈഡ് ഹോർമോൺ ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും വർക്ക് ചെയ്യുക, അങ്ങനെ ഹോർമോണിന്റെ ആക്ഷൻ പഠിക്കുന്നുണ്ട്. സെല്ലിനകത്ത് കയറുമോ അതോ സെല്ലിനകത്ത് കയറാതെ റിസപ്റ്റർ ആയിട്ട് ബൈൻഡ് ചെയ്ത് മാത്രം തന്നെ അതിന് വർക്ക് ചെയ്യാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കേണ്ടത് അല്ലേ. അപ്പൊ അത്രയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ഗ്ലാൻഡ്സും ഹോർമോൺസും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് ഇതിനകത്ത് നിങ്ങളോട് ഈ തന്നേക്കുന്ന ക്ലൂ അനുസരിച്ച് അതിന്റെ പേര് എഴുതാനാ പറഞ്ഞേ. എമർജൻസി ഹോർമോൺ ഏതാ പ്ലസ് ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഏതാ. ഏതാ എമർജൻസി ഹോർമോൺ? എമർജൻസി ഹോർമോൺ ഏതാ? അഡ്രീനാലിൻ അല്ലെങ്കിൽ എപ്പിനെഫ്രിൻ എന്ന് നമ്മൾ പറയും. 2 പേരും സെയിം ആണ്, 2 പേരിൽ ഏത് എഴുതിയാലും കുഴപ്പമില്ല. ആന്റി ഡയൂററ്റിക് ഹോർമോൺ ഏതാ? ആന്റി ഡയൂററ്റിക് ഹോർമോൺ അതിന്റെ വേറെ പേരെന്താ? വാസോപ്രസിൻ അല്ലെ. ആന്റി ഡയൂററ്റിക് ഹോർമോണിനെയാണ് നമ്മൾ ഷോർട്ട് ഫോമിൽ ADH എന്ന് പറയുന്നത്. വാസോപ്രസിനെ മാർക്ക് ചെയ്തത് കേട്ടോ. യെസ്, ഇപ്പൊ നമ്മൾ എക്സ്ക്രീഷൻ പഠിച്ചപ്പോ പഠിച്ചല്ലേ. ഇനി എറിത്രോപോയിറ്റിൻ എന്ന് പറയുന്നത് ഒരു പെപ്റ്റൈഡ് ഹോർമോൺ. അത് ഉണ്ടാക്കുന്നത് ആര്? PPT എവിടെന്നാ കിട്ടുക? നമ്മളുടെ യൂട്യൂബ് ചാനലിന്റെ ഡിസ്ക്രിപ്ഷനിൽ, യൂട്യൂബ് ചാനലിൽ നമ്മുടെ ഈ വീഡിയോസ് 3 ദിവസത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിന്റെ നോട്ട്സ് ഉണ്ടാവും.
ഇനി കിട്ടിയില്ലെങ്കിൽ ആ ഷാഡോ മിസ്സിനോട് ചോദിച്ചാൽ. ഓക്കെ, എടാ നീ ഇപ്പോഴാണ് അതൊക്കെ അന്വേഷിക്കുന്നത്. കിഡ്നിയാണ് ഇത് ഉണ്ടാക്കുക അല്ലെ? എറിത്രോപോയിറ്റ് ഉണ്ടാക്കുന്നത് കിഡ്നിയാണ്. ജെ സെൽസ് എന്ന് വേണമെങ്കിൽ എഴുതാം, ഇനിയിപ്പോ പറ്റില്ലെങ്കിൽ കിഡ്നി എഴുതാം. ജെ സെൽസ് ആണ് കറക്റ്റ് ആയിട്ട് അല്ലെ? ഒരല്പം ലിവറിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട് ഇതിനകത്ത്, പക്ഷെ നമ്മൾ ലിവർ കാര്യമായിട്ട് പഠിക്കുന്നില്ലാത്തതുകൊണ്ട് ലിവറിനെ പറ്റി പറയുന്നില്ല കേട്ടോ. കിഡ്നി എഴുതിയാലും മതി. ജെ സെൽസ്, കിഡ്നിയിലുള്ള ജെ സെൽസ് ആണ് ഇതിനെ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് ശരിക്കും. ജെ സെൽസ് എന്ന് അന്നേരം ഓർത്തില്ലെങ്കിൽ കിഡ്നി, എറിത്രോപോയിറ്റിനെ ഉണ്ടാക്കുന്നത് കിഡ്നി കേട്ടോ. ഓക്കെ, നമ്മുടെ ബോഡിയിൽ കാൽസ്യം ലെവലിനെ റെഗുലേറ്റ് ചെയ്യുന്നത് വ്യത്യസ്ത ഹോർമോണുകളാണ്. ഈ റെഗുലേഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള 2 ഹോർമോൺസിന്റെ പേര് എഴുതുക, പ്ലസ് ഈ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഗ്ലാൻഡിന്റെ പേര് എഴുതുക. ഇതാണ് ചോദ്യം. 2 ഹോർമോൺസ് ഏതാ? ഇപ്പൊ പറഞ്ഞോളൂ മക്കളെ. കാൽസിറ്റോണിൻ എഴുതിക്കോ, പക്ഷെ ശരിക്കും പേരെന്താ? തൈറോ കാൽസിറ്റോൺ അല്ലേ? തൈറോ കാൽസിറ്റോൺ ആണ്. T4 T3 എന്നൊക്കെ ഒപ്പം നമ്മൾ ട്രൈ അയഡോ തൈറോണിൻ, ടെട്ര അയഡോ തൈറോണിൻ അല്ലെ? T4 നമ്മൾ ടെട്ര അയഡോ തൈറോണിൻ, T3 നമ്മൾ ട്രൈ അയഡോ തൈറോണിൻ, അങ്ങനെ പഠിക്കുക. പണ്ട് കുഞ്ഞിലെ എന്താ പഠിച്ചിട്ടുള്ളത്? തൈറോക്സിൻ, അത്ര പഠിച്ചുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പേര് പഠിക്കുന്നതുകൊണ്ട് തൈറോ കാൽസിറ്റോണിൻ ഓർത്തു വെക്കുക. കിട്ടിയില്ലെങ്കിൽ കാൽസിറ്റോണിൻ എഴുതിക്കോ, പക്ഷെ പറഞ്ഞതാ. കാൽസിറ്റോണിൻ മാത്രമല്ല, എന്തും കൂടി ഉണ്ട്, PTH, പാരാതൈറോയിഡ് ഹോർമോൺ. ഇതും കൂടെ, ഈ 2 ഹോർമോൺസും കൂടെ ചേർന്നിട്ടാണ്. ഏതാ 2 പേരുടെയും ഗ്ലാൻസ്? പാരാതൈറോയിഡ് ഉണ്ടാക്കുന്ന ഹോർമോൺ പാരാതൈറോയിഡ് ഗ്ലാൻഡ് അല്ലേ? ആൻഡ് കാൽസിറ്റോണിൻ ഉണ്ടാക്കുന്നത് തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പൊ തൈറോയിഡും അതുപോലെ തന്നെ പാരാതൈറോയിഡും ആണ് ഗ്ലാൻസ് ആയിട്ട് വരിക. അടുത്തത് ഐലറ്റ് ഓഫ് ലാംഗർഹാൻസിൽ 2 ടൈപ്പ് സെൽസ് ഉണ്ട്. ആ സെൽസിന്റെ പേര് എഴുതുക, സെല്ലിന്റെ ഫംഗ്ഷൻ എഴുതുക, ഇത് കാണുന്ന ഗ്ലാൻഡ് എഴുതുക. സെൽസിന്റെ പേരെന്താ? ഐലറ്റ് ഓഫ് ലാംഗർഹാൻസ് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ഗ്ലാൻഡിനകത്ത് ഇരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് സെല്ലിനെയാണ് നമ്മൾ ഐലറ്റ് ഓഫ് ലാംഗർഹാൻ എന്ന് വിളിക്കുന്നത്. അവിടെ 2 ടൈപ്പ് സെൽസ് ഉള്ളത്, ആൽഫയും ബീറ്റയും അല്ലെ? ആൽഫ സെൽ ആൻഡ് ബീറ്റ സെൽ. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ഇവർ 2 പേരും എന്തുണ്ടാക്കും? ആൽഫ സെല്ല് ഗ്ലൂക്കഗോണിനെയും ബീറ്റ സെല്ല് ഇൻസുലിനെയും ഉണ്ടാക്കും അല്ലേ? അപ്പൊ ആൽഫ ബീറ്റ സെല്ലുകളുടെ ഉപയോഗം ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലൂക്കഗോണും ഇൻസുലിനും 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഹോർമോൺസ് ആണ് പാൻക്രിയാസ് ഉണ്ടാക്കുന്നത്. ആ 2 ഹോർമോൺസിനെ സെക്രീറ്റ് ചെയ്യുന്നു എന്നുള്ള രീതിക്ക് എഴുതിയാൽ മതി. ഗ്ലാൻഡ് ഇപ്പൊ കിട്ടിയല്ലോ, പാൻക്രിയാസ് എന്ന് പറയുന്ന ഗ്ലാൻഡ്. ഓക്കെ, അടുത്തത് ഇപ്പൊ കുറച്ച് ഹോർമോൺസിന്റെ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ഹോർമോൺ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മള് മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്യുന്നു, അത് ഏത് ഹോർമോൺ? പ്ലസ് ഡിഫറൻസിയേഷൻ, T സെൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഏത് ഹോർമോൺ? ഇനി ബ്ലഡ് ഷുഗർ ലോവർ ചെയ്യുന്നത് ഏത് ഹോർമോൺ? പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നതും മാമറി ഗ്ലാൻഡ് പ്രവർത്തിക്കുന്നതും ഏത് ഹോർമോൺ? മെറ്റബോളിസം റെഗുലേറ്റ് ചെയ്ത് T സെൽസിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് ഏത് ഹോർമോണ്? അറിയോ? തൈമോസിൻ. വെരി ഗുഡ്. തൈമോസിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. കാരണം കുറച്ചൊക്കെ മെറ്റബോളിസത്തിൽ, തൈറോയിഡിനാണ് ഏറ്റവും കൂടുതൽ, ബട്ട് കുറച്ചൊക്കെ മെറ്റബോളിസത്തിന് ഇൻഫ്ലുവൻസ് ഉണ്ട് തൈമോസിന്. പ്ലസ് നമ്മളുടെ T സെൽസ് ഒക്കെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതും ഇമ്മ്യൂൺ റെസ്പോൺസ് ഉണ്ടാക്കുന്നതും ഒക്കെ തൈമോസിൻ ആയതുകൊണ്ട് ഹോർമോണിന്റെ പേര് ഇവിടെ തൈമോസിൻ എന്ന് വരും. ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്നത് ആരാന്ന് ഇപ്പൊ പറഞ്ഞല്ലോ? ഇൻസുലിൻ. അതുകൊണ്ട് അതിനെ ഹൈപ്പോഗ്ലൈസീമിക് ഹോർമോൺ. എപ്പോഴും ചോദിക്കുന്നതാണ് ഈ ഹൈപ്പോഗ്ലൈസീമിക്കും ഹൈപ്പർ ഗ്ലൈസീമിക്കും. ഓക്കെ, പിന്നെ പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യുന്നതും മാമറി ഗ്ലാൻഡിൽ പ്രവർത്തിക്കുന്നതും ആരാ? പ്രഗ്നൻസി സപ്പോർട്ട് ചെയ്യാൻ വേണം, മാമറി ഗ്ലാൻഡിൽ വർക്ക് ചെയ്യാൻ വേണം. ചുമ്മാ മാമറി ഗ്ലാൻഡ് മാത്രമുള്ളവരുന്നെങ്കിൽ നിങ്ങൾക്ക് പ്രൊലാക്റ്റിൻ എഴുതാമായിരുന്നു. പാലുൽപാദനത്തിന് സഹായിക്കുന്ന ഹോർമോൺ എന്ന് പറയുന്നത് പ്രൊലാക്റ്റിൻ ആണ്. പക്ഷെ ഇവിടെ പ്രഗ്നൻസി എന്നും കൂടെ പറഞ്ഞേക്കുന്നത് കൊണ്ട് പ്രൊലാക്റ്റിൻ എഴുതാൻ പറ്റൂല. എന്ത് എഴുതണം? പ്രൊജെസ്റ്ററോൺ. ഓക്കെ, യാ ഓർക്കണം കേട്ടോ ഈ പോയിന്റ്. ചുമ്മാ പാലുൽപാദനം ആണെങ്കിൽ പ്രൊലാക്റ്റിൻ എഴുതിക്കൊള്ളുക. മറ്റത് ഈ പറയുന്ന പോലെ പാലുൽപാദനം ഉണ്ട്, പ്രഗ്നൻസി ഉള്ളതുകൊണ്ട് പ്രൊജെസ്റ്ററോൺ. ഇനിയിപ്പോ നിങ്ങളുടെ പ്രഗ്നൻസി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളെങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? പ്രഗ്നൻസി മാത്രമേ ഉള്ളൂങ്കിൽ നിങ്ങൾ എന്ത് എഴുതും? പ്രഗ്നൻസി ആൻഡ് ഡെലിവറി എന്നാണെങ്കിൽ പ്രൊജെസ്ട്രോൺ എഴുതാം, ഓക്സിറ്റോക്സിനും എഴുതാം. ഓക്കെ, ഇവിടെ നമ്മളുടെ ബോഡിയിലെ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് കൂടാതെ, ശരിക്കുള്ള എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് കൂടാതെ മറ്റു ഗ്ലാൻഡ്സും ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കുറച്ചെണ്ണമാണ് കൊളിസിസ്റ്റോകൈനിൻ, ഗാസ്ട്രിൻ, സെക്രറ്റിൻ. ഇവരുടെ എല്ലാത്തിന്റെയും ഫങ്ഷൻസ് എഴുതാനാ നിങ്ങളോട് പറഞ്ഞേക്കണേ. കൊളിസിസ്റ്റോകൈനിന്റെ ഫങ്ഷൻ അറിയോ? ഇവരെല്ലാരും എവിടെ നിന്നാ ഉണ്ടാവുക? എല്ലാരും ഒരു സ്ഥലത്തുനിന്ന് ഉണ്ടാവുന്നതാ.
വേർ ഇറ്റ് ഇസ് പ്രൊഡ്യൂസ്ഡ് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. എവിടെയാ ഇവരെല്ലാവരും ഉണ്ടാവുക? കൊളിസിസ്റ്റോകൈനും ഗാസ്ട്രിനും സെക്രറ്റിനും എല്ലാം ഉണ്ടാവുന്ന എവിടെയാ? ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്ട് അല്ലെ, GI ട്രാക്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ആ ഗ്യാസ്ട്രിൻ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ അവരെല്ലാവരും ഉണ്ടാകുന്നത് ഈ പറയുന്ന ഗാസ്ട്രോ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റിൽ നിന്നാണ്. ഇവരുടെ ഓരോരുത്തരുടെയും ഫംഗ്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം? ഓർത്തു വെക്കണം. ഞാനൊന്ന് പറഞ്ഞുതരാം. ഇതിനകത്ത് ഈ കൊളിസിസ്റ്റോകൈനിൻ എന്ന് പറയുന്നത് നമ്മളുടെ ഗോൾ ബ്ലാഡറിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ബൈല് റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ബൈല് ലിവർ പ്രൊഡ്യൂസ് ചെയ്യെങ്കിലും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് ഗോൾ ബ്ലാഡർ അല്ലേ. പുള്ളി അത് റിലീസ് ചെയ്യണ്ടേ, ആവശ്യാനുസരണം ഡൈജഷന് വേണ്ടിയിട്ടൊക്കെ റിലീസ് ചെയ്യണ്ടേ. അതിന് സിഗ്നൽ കൊടുക്കുന്നതാണ് കൊളിസിസ്റ്റോകൈനിൻ. CCK എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലെ. പിന്നെ ഗാസ്ട്രിൻ, പ്രോട്ടീൻ ഡൈജഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ HCl വയറ്റിൽ വേണം. പെപ്സിനോജൻ, പെപ്സിൻ ഇങ്ങനത്തെ പ്രോട്ടീൻസും പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസും നമ്മുടെ സ്റ്റൊമക്കിൽ വേണം. അതിനകത്ത് സ്റ്റൊമക്കിൽ കാണുന്ന 2 എണ്ണം പെപ്സിനും HCl ആണ്. ഇൻഡസ്റ്റൈനിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി വേറെ കുറച്ച് സാധനങ്ങളെയും കൂടെ കാണാൻ പറ്റും. അപ്പൊ ഇതിനകത്ത് HCl-ഉം പെപ്സിനും പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ പറയുന്ന ഗ്യാസ്ട്രിനാണ്. സെക്രറ്റിന്റെ റോൾ എന്താ? നമ്മളുടെ ലൈക്ക് പാൻക്രിയാസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും വാട്ടർ, ബൈകാർബണേറ്റ് അയോൺസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ റിലീസ് ചെയ്യുക. ഇതാണ് ആരുടെ റോള്? സെക്രറ്റിന്റെ റോൾ. അപ്പൊ നിങ്ങളോട് ചോദിക്കണേ, ഒരാൾ വോമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അയാളുടെ ബോഡിയിൽ ഏത് ഹോർമോൺ ആയിരിക്കും എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഒരാള് വോമിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്, അപ്പൊ അതിന് അയാളുടെ ബോഡിയിൽ അന്നേരം എന്ത് ഹോർമോൺ ആയിരിക്കും എന്ന് ചോദിച്ചാൽ എന്ത് പറയും? എന്തെങ്കിലും പറയോ? സെക്രറ്റിനാ? അല്ല, സെക്രറ്റിനല്ല. സെക്രറ്റിന്റെ കാര്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ഗ്യാസ്ട്രിന്റെ കാര്യം ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇവരെ ആരുമല്ല, വേറെ ഒരാൾ. വെരി ഗുഡ്. എടാ അർജുനെ, നീ ഇതെല്ലാം എഴുതി വെക്കരുത്. GIP മാത്രം എഴുതാവൂ കേട്ടോ. GIP ആണ് ആൻസർ വരിക, ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. നമ്മൾ ഭക്ഷണം കഴിച്ച് വീഴുങ്ങില്ലേ, അപ്പൊ എന്ത് പറ്റണം? സ്റ്റൊമക്കിലെത്തി, സ്റ്റൊമക്കിൽ നിന്ന് ഇൻഡസ്റ്റൈനിൽ നിന്ന് അടുത്ത ഇൻഡസ്റ്റൈൻ, എന്നിട്ട് റെക്ടം വരെ പോകണം. ഈ പാസേജിനെ തടസ്സപ്പെടുത്തുന്ന ഹോർമോണാണ് ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ്. അപ്പൊ നമുക്ക് എന്ത് പറ്റും? വോമിറ്റിംഗ് വരാൻ ചാൻസ് ഉണ്ട്. ആ ഗ്യാസ്ട്രിക് ഇൻഹിബിറ്ററി പെപ്റ്റൈഡ് സിസ്റ്റത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് പറ്റും? ഭക്ഷണത്തെ പുഷ് ചെയ്യും, വന്നാഴി തിരിച്ചു നോക്കോളം പറയും. അങ്ങനെയാണ് നമ്മൾ വോമിറ്റ് ചെയ്യാം കേട്ടോ. യെസ്. ഇന്ന് ഇത്ര വരെ പഠിക്കുന്നുള്ളൂ. ഇനി ചോദ്യങ്ങൾ ഉള്ളത് നമ്മൾ നാളെ മോർണിംഗ് ക്ലാസ് ഉണ്ടല്ലോ, കുറച്ച് ചോദ്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് നാളെ മോർണിംഗ് ക്ലാസ്സിൽ ചെയ്യാം. പരമാവധി എല്ലാവരും വരിക എന്നുള്ളതാണ് ഞാൻ ആവശ്യപ്പെടുക. പിന്നെ ലൈക്ക് പുറത്ത് നല്ല കുട്ടികളുള്ളതുകൊണ്ടും പിന്നെ കുറച്ച് പേര് സ്വാഭാവികമായിട്ടും വരൂല എന്നെൻ്റെ ഒരു ഗട്ട് ഫീലിംഗ് ഉള്ളതുകൊണ്ടും ഞാൻ ഇപ്പോഴേ നിങ്ങൾക്ക് ഓൾ ദ ബെസ്റ്റ് പറയുന്നുണ്ട്. പക്ഷെ നാളെ മോർണിംഗ് വരണം കേട്ടോ. ഓൾ ദ ബെസ്റ്റ് പറയുന്നു എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നന്നായിട്ട് എക്സാം എഴുതുക. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. നിങ്ങൾ ഓവർ ടെൻഷൻ ഉണ്ട്. ഇന്നലെ ആരോ വിളിച്ചിട്ടുണ്ടായി ബോട്ടണി പഠിക്കാൻ പറ്റണില്ലേ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഇതുവരെ എന്ത് പഠിച്ചോ കുറച്ചും കൂടെ തറവായിട്ട് അതിനെ മനസ്സിലാക്കി നാളെ മോർണിംഗ് ഒന്ന് വായിച്ചൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുക? പരീക്ഷിക്കുക. ശാന്തമായിട്ട് പോയിരുന്ന് പരീക്ഷ എഴുതുക. എല്ലാ കാര്യങ്ങളും എടുക്കണം. പേന, പെൻസില്, ചട്ടിവട്ടി സാധനങ്ങളൊക്കെ എല്ലാം എടുക്കുക. ഹോൾ ടിക്കറ്റ് എല്ലാം എടുക്കുക. എന്നിട്ട് സമാധാനത്തിൽ പോയിട്ട് വരാം. ആൻഡ് ഡബിൾ പാസ് മേടിക്കുക. എല്ലാ പരീക്ഷയിലും ഡബിൾ പാസ് മേടിക്കണം കേട്ടോ. ബയോളജിയിൽ പ്രത്യേകിച്ച്. അടുത്തെല്ലാം എളുപ്പമാണല്ലോ, അടുത്തെല്ലാം മേടിക്കാന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കരുത്. അപ്പോഴേ മേടിച്ചു വെക്കാം. പിന്നെ അടുത്ത കൊല്ലം ഇമ്പ്രൂവ് ചെയ്യാം. ഇത്തവണ പഠിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അടുത്താണ് ഇമ്പ്രൂവ് ചെയ്യാം. ധാരണയെ വേണ്ട. +2 പിള്ളേർക്ക് എനിക്ക് തോന്നുന്നു മാത്സ് പരീക്ഷ, ഫിസിക്സ് പരീക്ഷ, മാത്സ് ആണെന്ന് തോന്നുന്നു അടുത്ത ദിവസം. അതിനിടയ്ക്കാണ് ഈ ബയോളജി വന്നേക്കുന്നത്. അപ്പോഴാണ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം ഇമ്പ്രൂവ് ചെയ്യാന്നുള്ളൊരു ചാൻസേ ഇല്ല. അടുത്ത കൊല്ലം ഇമ്പ്രൂവ്മെന്റ് ഇല്ല എന്ന് മനസ്സിൽ വിചാരിച്ചിട്ട് തന്നെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാം കേട്ടോ. ഇന്ന് ഇച്ചിരി നേരം കൂടി ഇരുന്ന് പഠിച്ചിട്ട് വേണം ഉറങ്ങാനായിട്ട്. പ്രാർത്ഥിച്ചേക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇയർ പാക്കലാം. നാളെ വരണം എന്നാലും ടെക്നിക്കലി. ഓക്കെ, അപ്പൊ ചാച്ചാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.